പ്രോജക്ട്സ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ എത്രയായിരിക്കും? കംപ്ലീറ്റഡ് പ്രോജക്ട് 77. 77 പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഹൗ മെനി ഹോംസ് അല്ല ഹൗ മെനി ഹാപ്പി കസ്റ്റമേഴ്സ്? മോർ ദാൻ 7,000 പ്ലസ്. 7000 വീടുകളാണ്. ദാറ്റ്സ് നോട്ട് എ സ്മോൾ തിങ്. നമുക്കിപ്പോൾ എത്ര എംപ്ലോയീസ് ഉണ്ടാവും? ഞാൻ ഡയറക്റ്റായിട്ട് നമ്മൾ എംപ്ലോയ് ചെയ്യുന്നത് 281. നമ്മുടെ ഓഫീസിൽ ഇൻഡയറക്റ്റ് ഇൻഡയറക്റ്റ് ചെറിയ ഒരു 2,000 പ്ലസ് ഡെയിലി വേജസ്. ഡെയിലി വേജസിൽ 2000 തോന്നും. നമുക്ക് എവിടെയൊക്കെയാണ് നമ്മുടെ പ്രോജക്ട്സ് ഉള്ളത്? അക്രോസ് കേരള പോയിട്ടുണ്ട്. കണ്ണൂർ മുതൽ ട്രിവാൻഡ്രം വരെ. കണ്ണൂർ, കോഴിക്കോട്, തൃശ്ശൂർ, കൊച്ചിൻ, കോട്ടയം, ആലപ്പുഴ, പത്തനംതിട്ട, കൊല്ലം, ട്രിവാൻഡ്രം, ഓൾമോസ്റ്റ് എല്ലാ സ്ഥലത്തും ഉണ്ട്. സ്റ്റാർട്ടഡ് ഇൻ കൊച്ചിൻ, റൈറ്റ്? ദിസ് ഇസ് എ വെരി ഇൻട്രസ്റ്റിംഗ് ബിസിനസ് മോഡൽ ഓൾ ടുഗദർ. കാരണം ഒരു ഹൈലി കോമ്പറ്റീറ്റീവ് മാർക്കറ്റാണ് കൺസ്ട്രക്ഷൻ മേഖല എന്ന് പറഞ്ഞാൽ. ഹൈലി സെൻസിറ്റീവാണ്. പക്ഷേ ഒരു കാലത്ത് വളരെ ബൂമിൽ നിന്ന സമയമുണ്ട്. എപ്പോഴും സൈക്കിൾസാണ്, പോവും, താഴെ വരും, പോവും. പക്ഷേ അസറ്റിൻ്റെ ഒരു കൺസിസ്റ്റൻസി ഇൻ പെർഫോമൻസ് വി ഹവ് ഓൾ നോട്ടിസ്ഡ്. ദർ കുഡ് ബി സം റീസൺ ഫോർ ഇറ്റ്. എന്തായിരുന്നു ആ ഒരു കൺസിസ്റ്റൻസി? എങ്ങനെയാണ് അത് കൊണ്ടുവന്നത്? ഈ എക്സ്റ്റേണൽ മാർക്കറ്റ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ കൻ യു ഹോൾഡ് ദ മൈക്ക് ലിറ്റിൽ? എക്സ്റ്റേണൽ മാർക്കറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണമല്ലോ. അത് ഇതുപോലെ മുകളിലേക്ക് പോവുകയും താഴേക്ക് വരികയൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ എപ്പോഴും നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു മാർക്കറ്റ് എവിടെയൊക്കെയോ ഉണ്ട്. അവിടെയൊക്കെ നമ്മളുണ്ടെങ്കിൽ നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ ആ മാർക്കറ്റ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുക ആണെന്നുണ്ടെങ്കിലാണ് നമുക്ക് നമ്പേഴ്സ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ പറഞ്ഞത് പല ബിൽഡർമാരും ഇപ്പോൾ ഞങ്ങൾ വാട്ടർ ഫ്രണ്ട് മാത്രം ചെയ്യുന്നവരാണ്, അല്ലെങ്കിൽ ഞങ്ങൾ സൂപ്പർ ലക്ഷറി കാറ്റഗറി മാത്രമേ ചെയ്യുള്ളൂ, അല്ലെങ്കിൽ ഞങ്ങൾ ലോ കോസ്റ്റ് മാത്രമേ ചെയ്യുള്ളൂ എന്നെല്ലാം പറഞ്ഞ് ലേബിൾഡ് ആവാറുണ്ട്. അപ്പോൾ കുഴപ്പമെന്ന് വെച്ചാൽ നമ്മുടെ മുകളിൽ വലിയ സെഗ്മെൻറ്റ് നമ്മൾ തന്നെ ഇല്ലാണ്ടാക്കുക. അപ്പോൾ പ്രോബ്ലം എന്ന് വെച്ചാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു എല്ലാ സമയത്തുമുള്ള ചില മാർക്കറ്റുകളുണ്ട്. ആ മാർക്കറ്റിനെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരിക്കലും കേരളത്തിൽ നമുക്ക് ബിസിനസ് ചെയ്യാൻ പറ്റില്ല. കാരണം ഒരു ഡൊമസ്റ്റിക് മാർക്കറ്റിൻ്റെ സപ്പോർട്ടില്ലാണ്ട് ഇപ്പോൾ ദോഹയിലൊരു പ്രോബ്ലം വന്നാൽ ചിലപ്പോൾ ദുബായിലെ മാർക്കറ്റ് വരെ ക്ലാഷാവും. സൗദിയിലെ പ്രശ്നം വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ പക്ഷേ മിഡിൽ ഈസ്റ്റ് മൊത്തം പ്രശ്നമുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ വളരെ വല്ലാണ്ട് അത്തരം ഒരു മാർക്കറ്റിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കാൻ പോയാൽ നമുക്ക് ഈ ഗ്രോത്ത് ഒന്നും കിട്ടില്ല. അപ്പോൾ നമ്മൾ ചെയ്തൊരു കാര്യം വെച്ചാൽ എപ്പോഴും ഉണ്ടാകുന്നൊരു മാർക്കറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഡൊമസ്റ്റിക് മാർക്കറ്റാണ്. ആ ഡൊമസ്റ്റിക് മാർക്കറ്റിനെ ഒപ്പം നിർത്തിക്കൊണ്ട് തന്നെ മറ്റുള്ള കാറ്റഗറിയിലുള്ള പ്രോജക്റ്റുകളും ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഒരു വലിയ പ്രശ്നമുണ്ട്. കാരണം നമ്മൾ ഒരു പർട്ടിക്കുലർ ഈ സിനിമാടന്മാരുടെ പോലെയാണ്. ആദ്യം ഹാസ്യം അഭിനയിക്കാൻ പോയ ജഗദീഷ് കുമാറെ പോലെ ജീവിതാവസാനം വരെ ഹാസ്യകടനായി പോകും. അപ്പോൾ നമ്മളെങ്ങാനും അങ്ങനെ ലേവലായി പോയാൽ പിന്നെ നമ്മൾ ആ കാറ്റഗറിയിലായി പോകും. അപ്പോൾ അത് ആവാതിരിക്കാനും പാടില്ല, അങ്ങനെ ആവാനും പാടില്ല. ഒപ്പം തന്നെ നമുക്ക് ആ മാർക്കറ്റ് ആവശ്യമാണ്. അവിടെ ഒരു മെയ്വഴക്കം വേണം. ആ മെയ്വഴക്കം കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ എല്ലാ മാർക്കറ്റിലും നമുക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റും. അതുമാത്രമല്ല, ഈ ഞങ്ങളുടെ പ്രൊഡക്റ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ലൊക്കേഷനാണ്. അപ്പോൾ ഞാനിപ്പോൾ ഒരാളുടെ പറയാണ് വാഴക്കാലിൽ പ്രൊജക്റ്റ് ഉണ്ടെന്ന് പറയുമ്പോൾ തൊട്ടടുത്ത് ചോദ്യം ചെമ്പൂക്കിലുണ്ടോയെന്നായിരിക്കും. ഒരു ബസ് സ്റ്റോപ്പ് വ്യത്യാസമുള്ളൂ. പക്ഷെ ആൾക്കാരങ്ങനെ ചോദിക്കുക. അപ്പോൾ അങ്ങനെ ചോദിക്കുന്നൊരു മാർക്കറ്റിൽ നമ്മൾ ചില സ്ഥലങ്ങളിൽ മാത്രം പ്രൊവൈഡ് ചെയ്യുന്ന ആൾക്കാരായി പോയി കഴിഞ്ഞാൽ നമുക്ക് ഗ്രോത്ത് ഉണ്ടാവില്ല. രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, നിങ്ങളുടെ പ്രോഡക്റ്റിൻ്റെ പ്രൈസ് റേഞ്ച്. അതാണല്ലോ ഈ ഡൊമസ്റ്റിക്കും NRI മാർക്കറ്റും തമ്മിൽ വേർതിരിക്കുന്നൊരു പ്രധാന ഘടകം. രണ്ട്, ലൊക്കേഷൻസ്. ഈ ലൊക്കേഷൻസ് ഒന്നുള്ളൂ രണ്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ദെൻ യു വിൽ നോട്ട് ബി ഏബിൾ ടു സെൽ മോർ. നമ്മൾ ദുബായ് പോലത്തെ മാർക്കറ്റിൽ അല്ലെങ്കിൽ ഡോമിനൻ്റ്ലി ഇതൊരു NRI മാർക്കറ്റാണ് ഞങ്ങളുടെ പ്രൊഡക്റ്റ്. 1892 പേരാണ് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൽ ഡൊമസ്റ്റിക് മേടിച്ചിട്ടുള്ള ആൾക്കാർ. അത്രയും അതെ. 1892 കസ്റ്റമേഴ്സ് നിങ്ങൾക്ക് UAE നിന്ന് മാത്രം ഉണ്ട് ഓവർ എ പീരീഡ് ഓഫ് ടൈം. അതെ. അപ്പോൾ ഞങ്ങൾ എറണാകുളത്ത് മാത്രം ചെയ്യുന്ന ഒരാളാണെങ്കിൽ നാച്ചുറലി 500 കുറയും. നമുക്ക് കോഴിക്കോടും കണ്ണൂരും തൃശ്ശൂരും എറണാകുളത്തും എല്ലാം കൊടുക്കാൻ പറ്റുന്നതുകൊണ്ടാണ് നമുക്ക് അത്രയും കസ്റ്റമേഴ്സിനെ കാറ്റർ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ രണ്ട് റെസ്ട്രിക്ഷൻസ് നമ്മൾ ഇല്ലാതാക്കി. ഒന്ന് പ്രൈസ് ബാരിയർ, രണ്ട് ലൊക്കേഷൻ ബാരിയർ. ഇത് രണ്ടും ഇല്ലാണ്ടായപ്പോഴാണ് നമ്പേഴ്സ് കൂടിയത്. അതുകൊണ്ടാണ് ഏത് മാർക്കറ്റിൽ നമുക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്നത്. ഇനി റിയൽ എസ്റ്റേറ്റിൻ്റെ പ്രോജക്റ്റ് വെച്ചാൽ വളരെ ലോക്കലാണ്. നമ്മൾ എറണാകുളത്ത് ഫ്ലാറ്റ് വെക്കുന്ന പോലെ അല്ല കോഴിക്കോട് ഫ്ലാറ്റ് വെക്കുന്നത്. എറണാകുളത്ത് പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്ന പോലെ അല്ല തൃശ്ശൂർ പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നത്. തൃശ്ശൂർ ഉണ്ടാക്കുന്ന പോലത്തെ പ്രോജക്റ്റ് അല്ല പത്തനംതിട്ട ചെയ്യുന്നത്. അതിന് കാരണം വെച്ചാൽ ഇറ്റ്സ് വെരി വെരി ലോക്കൽ. അതൊരു ലോക്കൽ ടേസ്റ്റ് അതിനകത്തുണ്ട് എപ്പോഴും. അപ്പോൾ ആ ടേസ്റ്റ് നമ്മൾ കൊണ്ടുവരുമ്പോൾ, അത്രയും ഡിഫറെൻറ്റ് പ്രൊഡക്റ്റുകൾ കൊണ്ടുവരുമ്പോൾ, ഇതേപോലത്തെ ഒരു വേരിയിങ് മാർക്കറ്റിനകത്തും അല്ലെങ്കിൽ ഈ അപ്സ് ആൻഡ് ഡൗൺസ് വരുന്ന മാർക്കറ്റിലും നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റും. അതാണ് എൻ്റെ അനുഭവം കേട്ടോ.
നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല, ഏതൊരു സംരംഭം, നിങ്ങളിന്ന് ഏത് ബിസിനസ് ചെയ്താലും ഈ സമൂഹത്തിലെ എന്തെങ്കിലും ഒരു പ്രോബ്ലം, ഒരു പ്രശ്നത്തിൻ്റെ പരിഹാരമാണ് നമ്മുടെ സംരംഭം. ആൻഡ് ഈഗിൾ നമ്മൾ പഠിച്ചത് ദ സൈസ് ഓഫ് യുവർ ലൈഫ് വിൽ ഡിറ്റർമിൻ ഇസ് ബേസ്ഡ് ഓൺ ദ സൈസ് ഓഫ് ദി പ്രോബ്ലം യു സോൾവ്. നിങ്ങൾ എന്ത് പ്രോബ്ലമാണ് ഈ സോൾവ് ചെയ്യാൻ പോകുന്നത്? ഇപ്പോൾ അദ്ദേഹം പറയുകയാണ്, ഞാൻ ഏറ്റവും പ്രീമിയം കസ്റ്റമേഴ്സിനെ കേറ്റർ ചെയ്യുള്ളൂ, അതുകൊണ്ട് എൻ്റെ കയ്യിലുള്ളത് പ്രീമിയം വില്ലയാണ്. അദ്ദേഹം പറഞ്ഞത് ശരിയാണ്. അപ്പോൾ ബാക്കിയുള്ളവരൊന്നും അത് പറയുമ്പോൾ തന്നെ ബാക്കിയുള്ളവർ ഷട്ട് ഡൗൺ ചെയ്ത് കഴിഞ്ഞ് നമ്മളെ പിന്നെ നോക്കേണ്ട ആവശ്യമില്ല, ഞങ്ങൾ നിങ്ങളുടെ ആൾക്കാരല്ലല്ലോ എന്നുള്ളത്. അല്ലെങ്കിൽ അദ്ദേഹം പറയുകയാണ്, വി ആർ ഫോക്കസ്ഡ് ഇൻ എറണാകുളത്തെ ഏറ്റവും വലിയ ബിൽഡറാവാണ്, അപ്പോൾ പിന്നെ ബാക്കിയുള്ള ആൾക്കാർ നമ്മളെ വിട്ടുകളഞ്ഞു എന്നുള്ളതാണ്. സോ ഐ തിങ്ക് ദാറ്റ്സ് എ വെരി സെൻസിബിൾ തിങ് വിച്ച് വി ഹാവ് ടു തിങ്ക് അബൌട്ട്. അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണെങ്കിൽ, സുനിൽ, നിങ്ങളുടെ ഗ്രോത്ത് പാത്തിൽ അവിടെ ഒരു കറക്ഷൻ ഉണ്ട്. അതായത് നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ നമ്മളെവിടെ ബ്രാൻഡ് ചെയ്യപ്പെടാനുള്ളൊരു പ്രശ്നമുണ്ട്. അവിടെ ഈ ബ്രാൻഡ് എന്തായിരിക്കും എന്നുള്ളൊരു പ്രശ്നം വരും. പൊസിഷനിങ് വലിയ പ്രശ്നമാണ്. കാരണം ഇപ്പോൾ നമ്മളൊരു സൂപ്പർ ലക്ഷറി പ്രോജക്റ്റ് മാത്രം ചെയ്യുകയാണെങ്കിൽ റോൾസ് റോയ്സ് വരികയും അപ്പോൾ വളരെ എളുപ്പമാണ് നമുക്ക് തന്നെ ബ്രാൻഡ് ചെയ്യാനായിട്ട്. അതിനൊപ്പം തന്നെ നിങ്ങൾ മാരുതിക്കാരനെ കൂടെ സർവീസ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ആ ബ്രാൻഡ് എങ്ങനെ പ്ലേസ് ചെയ്യപ്പെടുന്നുള്ളൊരു വലിയൊരു പ്രശ്നമുണ്ടായിരുന്നു. ആ പ്രശ്നം അത് വേറെ വിഷയമാണ് ആക്ച്വലി. അപ്പോൾ ആക്ച്വലി അതാണ് എൻ്റെ സെക്ഷൻ ക്വസ്റ്റ്യൻ. അസറ്റ് ഹോംസ് എന്ന് പറയുന്നത് ഏറ്റവും പ്രീമിയം ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കാറ്റഗറിയിലോട്ട് പോയിട്ടുമില്ല, എന്നാൽ തീരെ താഴെയുള്ളതുമില്ല. ഇതിനിടയിൽ എവിടെയോ ഒരു മാർക്കറ്റ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്തു. എന്തായിരുന്നു സ്ട്രാറ്റജി? അല്ല, നമ്മൾ ചെയ്തതെന്ന് വെച്ചാൽ ഇത് നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ പഠിച്ചാൽ മതി, നമ്മൾ ചുറ്റുവട്ടത്തിൽ പഠിച്ചാൽ മതി. ഇപ്പോൾ കാർ എടുക്കുകയാണെങ്കിൽ അസറ്റ് ഹോംസ് ഒരു മേഴ്സഡസ് ബെൻസ് ആണെന്ന് വെച്ചാൽ അസറ്റ് ഹോംസിനെ നമുക്ക് മേഴ്സഡസ് ബെൻസ് ആയിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. അസറ്റ് ഹോംസിനെ നമുക്ക് റോൾസ് റോയ്സ് ആയിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. അസറ്റ് ഹോംസിനെ ഏത് കാറായിട്ട് കമ്പയർ ചെയ്യാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയാം അസറ്റ് ഹോംസ് ടൊയോട്ട ആയിട്ട് വേണമെങ്കിൽ കമ്പയർ ചെയ്യാം. കാരണം നമുക്ക് എല്ലാ റേഞ്ചിൽ ടൊയോട്ടയുടെ റേഞ്ച് എങ്ങനെയാണ്, ഡിഫറെൻറ്റ് റേഞ്ച്. അത് കഴിഞ്ഞിട്ട് വളരെ സൂപ്പർ ലക്ഷറി ആയിട്ടുള്ള കാറ്റഗറിയിലേക്ക് പോകേണ്ടി വന്നപ്പോൾ ടൊയോട്ട എന്ത് ചെയ്തത്, ടൊയോട്ട ലെക്സസ് ആയിട്ട് കൊളാബറേറ്റ് ചെയ്തു. അപ്പോൾ ഞങ്ങൾ ഇത് തന്നെയാണ്. ഞങ്ങളിപ്പോൾ മോസ്റ്റ് ലക്ഷറി, ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും വില കൂടിയ ഫ്ലാറ്റ് അസറ്റ് ഹോംസാണ് വിൽക്കുന്നത്. 15,000 സ്ക്വയർ ഫീറ്റിന് റൗണ്ടിൽ നമ്മൾ ഫ്ലാറ്റ് വെക്കുന്നുണ്ട്. പക്ഷേ അത് അസറ്റ് ഹോംസ് ഒറ്റയ്ക്കല്ല ചെയ്യുന്നത്, അസറ്റ് ഹോംസും കാസിനോ കൂടെ ചേർന്നിട്ടാണ്. അപ്പോൾ കാസിനോയുടെ ഒരു സർവീസ് ക്വാളിറ്റിയും കാസിനോയുടെ ഒരു ലക്ഷറി ബ്രാൻഡുമായിട്ടുള്ളൊരു അടുപ്പവും കാസിനോയുടെ ഒരു കസ്റ്റമർ ബേസിൻ്റെ വലിപ്പവും ഒക്കെ കണക്കിലെടുത്തിട്ട് അവരെയും കൂടെ ചേർത്തുകൊണ്ടാണ് ഞങ്ങൾ ഈ പ്രോജക്റ്റ് ജോർന്ന് നടത്തിയിരുന്നത്. അപ്പോൾ വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ശരിക്കും ഇതേ പ്രിൻസിപ്പിൾ തന്നെയാണ്. നമുക്കറിയാമല്ലോ, ഇപ്പോൾ ഈ എന്താ പറയുക, BMW വോക്സ്വാഗണോട് ചേർന്നിട്ടാണ് റോൾസ് റോയ്സ് ശരിക്കും പ്രൊമോട്ട് ചെയ്യുന്നത്. പക്ഷേ നോബഡി നോസ് ദാറ്റ് BMW ആണെന്ന് തോന്നുന്നില്ല അല്ലേ. ആക്ച്വലി സ്കോഡ, വോക്സ്വാഗൻ അല്ലെങ്കിൽ BMW ഇതെല്ലാം നമ്മുടെ എയർലൈൻസിൽ വിസ്താരം ഒന്നില്ലേ, അതും ഇതുപോലെ കോമ്പിനേഷനാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വെച്ചാൽ, അപ്പോൾ ഈ രണ്ടുപേരുടെ പോസിറ്റീവ്സിനോട് ചേർത്തുകൊണ്ടുള്ള ഒരു പ്രീമിയം പ്രൊഡക്റ്റ് കൊണ്ടുവരുമ്പോൾ കസ്റ്റമർ പെട്ടെന്ന് വിശ്വസിക്കുന്നുണ്ട്. കാരണം വെച്ചാൽ കാസിനോയുടെ സർവീസ് ക്വാളിറ്റി ആർക്കും ബീറ്റ് ചെയ്യാൻ പറ്റില്ല, ഞങ്ങളുടെ കൺസ്ട്രക്ഷൻ സ്പീഡിനെയും മാർക്കറ്റിംഗ് എബിലിറ്റി ആർക്കും ബീറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ ഒരു കോമ്പിനേഷൻ എന്ന് പറയുമ്പോൾ ദാറ്റ് വിൽ ആക്ച്വലി ഹെൽപ്പ് us to create the best. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി പ്രീമിയമായി. കറക്റ്റ്. അപ്പോൾ അതിന് നമുക്ക് പരസ്യം കൊടുക്കേണ്ടി വരില്ല. കാരണം അതൊരു ഒരു വേർഡ് ഓഫ് മൗത്തിൽ കൂടെ വിൽക്കാവുന്ന പ്രൊഡക്റ്റ് ആയിരിക്കും. പിന്നെ മാത്രമല്ല വളരെ കുറച്ച് ക്വാണ്ടിറ്റി ഉള്ളത്. ഇത്തരം ഈ സൂപ്പർ ലക്ഷറി കാറ്റഗറി ഒരിക്കലും നമ്മൾ 100 500 ചെയ്യില്ലല്ലോ. എപ്പോഴും വളരെ കുറച്ച് നമ്പേഴ്സല്ലേ ഉള്ളൂ. ആ കുറച്ച് നമ്പേഴ്സും കൂടെ ആകുമ്പോൾ, അതും ബൈ ഇൻവിറ്റേഷൻ ആകുമ്പോൾ അതും കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അതായത് നിങ്ങൾ അങ്ങോട്ട് പോയി വെക്കില്ല. അതെ. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ അതിന് പ്രീമിയം വരും. അപ്പം അങ്ങനെ നമുക്ക് പ്രീമിയം ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഇതേ അസറ്റ് ഹോംസ് തന്നെ 96 സ്ക്വയർ ഫീറ്റിൻ്റെ ഫ്ലാറ്റ് ചെയ്യുന്നുണ്ട്. വി ഹാവ് പ്രൊഡക്റ്റ് കോൾഡ് സെൽഫി, അറിയാമല്ലോ. സെൽഫി എന്നുള്ള പേര് ഞങ്ങൾ ഫ്ലാറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള, കുട്ടികൾക്കും ബാച്ചിലേഴ്സിനും സിംഗുലറായിട്ട് താമസിക്കുന്ന ആൾക്കാർക്കുള്ള ഫ്ലാറ്റാണ്. അതിൻ്റെ പ്രൈസ് റേഞ്ച് എന്താണ്? 20 lakhs, 20 ലക്ഷം രൂപ. 1 BHK. ഒരു 1 BHK എന്ന് പറയാൻ പറ്റില്ല. ഒരു പ്രത്യേക ഡിസൈനാണ്. അതൊരു നമ്മൾ പുറത്തുള്ള ഈ ജാപ്പാനിലൊക്കെ ഉള്ള പോലെ തന്നെ ഫോൾഡബിൾ ആയിട്ടുള്ള ബെഡൊക്കെ ഉണ്ട്. 96 സ്ക്വയർ ഫീറ്റേ ഉള്ളൂ ആകെ. അതായത് ഒരു 12 ഒരു ബാത്റൂമിൻ്റെ സൈസ് ഉള്ളൂ ആക്ച്വലി. പക്ഷെ അതിനകത്തൊരു ബാത്റൂം ഉണ്ട്, അതിനകത്തൊരു കിച്ചണറ്റ് ഉണ്ട്, അതിനകത്ത് എല്ലാ വാർഡ്രോബ് ഫെസിലിറ്റീസും ഉണ്ട്. അതിനകത്ത് ഡേ ടൈമിൽ ഒരു ഓഫീസായിട്ടോ അല്ലെങ്കിൽ ഒരു സ്റ്റഡി ഏരിയ ആയിട്ടോ യൂസ് ചെയ്യാവുന്ന, രാത്രി ബെഡ്റൂമായിട്ട് യൂസ് ചെയ്യാവുന്ന രീതിയിലുള്ള ഫെസിലിറ്റിയുള്ള പ്രോജക്റ്റാണ്. പക്ഷേ അവിടെയും നമ്മൾ കാണുന്നൊരു കാര്യം എന്ന് വെച്ചാൽ 96 സ്ക്വയർ ഫീറ്റിന് 20 lakhs ഞാൻ പറഞ്ഞപ്പോൾ ഷമീം പറഞ്ഞു, ഓക്കെ, വളരെ എന്താ പറയുക,
ലോ പ്രൈസ്ഡ് ആണല്ലോ എന്ന് പറഞ്ഞു. വാട്ട് ഇസ് സ്ക്വയർ ഫീറ്റ് റേറ്റ്? ഇറ്റ്സ് വെരി ഹൈ. വാട്ട് ഇസ് സ്ക്വയർ ഫീറ്റ് റേറ്റ്? 20,000 rupees per square feet. ഞങ്ങളുടെ ഏറ്റവും സൂപ്പർ ലക്ഷറി റേറ്റിന് 15,000 ഉള്ളൂ. പക്ഷേ കസ്റ്റമറുടെ മനസ്സിലൊരു പെർസെപ്ഷൻ എന്ന് പറഞ്ഞാൽ 20 ലക്ഷമല്ലേ ഉള്ളൂ എന്നുള്ളതാണ്. വണ്ടർഫുൾ. സുനിൽ, സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒരു ടീം സൈസ് എത്ര പേരൊക്കെ ഉണ്ടായിരുന്നു? എനിക്ക് തോന്നുന്നു നമ്മൾ ഈ അസറ്റ് ഹോംസ് തുടങ്ങുന്നതിന് മുമ്പുള്ള ആൾക്കാർ ഇപ്പോഴും ഞങ്ങളുടെ കൂടെ ഉണ്ട്. എനിക്ക് തോന്നുന്നൊരു 25 years കൂടുതലായിട്ടുള്ള ഒരു 10 പേരെങ്കിലും കാണും. 10 പേരോളം ഉണ്ട്. 17 years ഈ അസറ്റ് ഹോംസ് എന്ന പേരിൽ ബ്രാൻഡ് ചെയ്തതിന് ശേഷമുള്ള വന്നതിനകത്തൊരു 50 പേരെങ്കിലും ഉണ്ടാവും. പുതിയ ആൾക്കാരുണ്ട്, അല്ല, പഴയ ആൾക്കാർ, 17 ആൾക്കാർ. സുനിൽ, ഈ ഇരിക്കുന്ന ആൾക്കാരെല്ലാം നല്ല സംരംഭകരാണ്. നമ്മുടെ ടോപ്പിക്കിലോട്ടൊന്ന് കിടക്കുകയാണെങ്കിൽ, ദ ഫസ്റ്റ് ബസ് വേർഡ് ഇസ് കോൾഡ് ഡെലിഗേഷൻ. പലപ്പോഴും നമുക്ക് ഡെലിഗേറ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഇപ്പം ഞാൻ കാലത്ത് ഇവരോടൊക്കെ കുറേ ചോദ്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ ഡെലിഗേറ്റ് ചെയ്യാൻ മടി? ചിലർ നല്ല ആളില്ല, ചിലർ പറയുന്നു അല്ലെങ്കിൽ ചെയ്താൽ അവൻ ശരിയാവോ ചെയ്യും നമുക്കറിയില്ല. ഈ ഡെലിഗേഷൻ ചെയ്യേണ്ട നമുക്ക് വളരെ ഇവരൊക്കെ സ്കെയിൽ ചെയ്യാൻ വേണ്ടി, സ്കെയിലബിൾ ആക്കാൻ വേണ്ടി ഇരിക്കുന്ന ആൾക്കാരാണ്. ഡെലിഗേഷൻ ചെയ്യേണ്ടതിൻ്റെ പ്രസക്തി എന്താണ്, എങ്ങനെയാണ് ഡെലിഗേറ്റ് ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങളിലേക്ക് നമുക്കൊന്ന് കിടക്കാം. യു ആർ എൻ എക്സ്പേർട്ട്. അല്ല, ഞാൻ അറിയാണ്ട് ഡെലിഗേറ്റ് പോയതല്ല. കാരണം നമ്മൾ കുറച്ച് വലുതാവുമ്പോഴേ ഡെലിഗേറ്റ് ചെയ്യാതിരിക്കാൻ വേറെ നിവൃത്തിയില്ല. അങ്ങനെ നമ്മൾ ഡെലിഗേറ്റ് ചെയ്തു. പക്ഷെ പിന്നെ നമ്മൾ മനസ്സിലാക്കിയത് ഈ 3 കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ പാടുള്ളതെന്ന് എനിക്ക് മനസ്സിലായി. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ള ഡിസിഷൻ ഒരിക്കലും നമ്മൾ എടുക്കരുത്. ഓക്കെ, ഒരു ക്രൂഷ്യലായ ഡിസിഷനും ഒരു ഓണ്ടർപ്രണർ എടുക്കരുത്. ക്രൂഷ്യലായിട്ടുള്ള ഡിസിഷൻ നമ്മൾ എടുക്കരുത്. ഓക്കെ, ഗുഡ്. അതൊരു ടീമേ എടുക്കാൻ പാടുള്ളൂ, നമ്മൾ എടുക്കാൻ പാടില്ല. ഒന്ന്, അല്ലെങ്കിൽ ഞാൻ ഓണർഷിപ്പ് ഉണ്ടാവില്ല. അല്ല, കൂടുതൽ വിശദീകരിക്കുമ്പോൾ മനസ്സിലാവും. 2, നമ്മൾ ഈ പല ഫങ്ഷൻസ് ഉണ്ട്. സെയിൽസ് ഉണ്ട്, മാർക്കറ്റിംഗ് ഉണ്ട്, കസ്റ്റമർ സർവീസ് ഉണ്ട്, ഫിനാൻസ് ഉണ്ട്, പ്രോഡക്റ്റ് മാനുഫാക്ചറിങ്, ഇതെല്ലാം ഉണ്ട്. ഒരു ഓണ്ടർപ്രണറും സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ചെയ്യരുത്. നമ്മളൊക്കെ ബേസിക്കലി സെയിൽസ്മാരാണ്, അത് വേറെ കാര്യം. പക്ഷെ പ്ലീസ് ഡോണ്ട് ഡു ദാറ്റ്. നമ്മൾ വിൽക്കരുത്, പോയിട്ട് കസ്റ്റമറുമായിട്ട് വിൽക്കരുത്. 3ാമത്തെ കാര്യം, ലാഭം കിട്ടാത്തൊരു പരിപാടിക്ക് നിൽക്കരുത്. ഇത് 3ഉം ടീം ചെയ്യുമ്പോൾ നന്നാവും. നമ്മൾ ചെയ്യുമ്പോൾ നന്നാവില്ല. കാരണം ഞാനിപ്പോൾ ഷമീമിൻ്റെ അടുത്ത് ഫ്ലാറ്റ് വെക്കാൻ വന്നാൽ ഷമീം പകുതി കാശിന് ചോദിക്കും. ഞാനിപ്പോൾ തന്നെ പറയും, ഞാൻ 8,000 റേറ്റ് പറഞ്ഞ ഡ്രൈവർ 4,000 കിട്ടുമെന്ന് ചോദിക്കും. അതിന് കുറച്ച് ചോദിക്കുന്നത് എനിക്ക് പേടി. വേറെ നമ്മുടെ സ്റ്റാഫ് പോകുന്ന സമയത്ത് അത് ചോദിക്കില്ല. ഒന്ന്, ഷമീമിന് എന്നെ അറിയാവുന്നതുകൊണ്ട് തന്നെ അത്രയും കുറച്ച് ചോദിച്ചാൽ മോശമല്ലെന്ന് ഞാൻ ചോദിക്കില്ല. 2, എനിക്ക് അവസാനം ചോദിക്കാൻ സുനിലുണ്ടല്ലോ എന്നുള്ള കാരണം കൊണ്ടും ചോദിക്കില്ല. പക്ഷെ മെടുക്കാനായിട്ടുള്ള സെയിൽസ്മാനാണെങ്കിൽ അവൻ എന്നെ കാണിക്കാണ്ട് തന്നെ അത് കൺക്ലൂഡ് ചെയ്തിട്ട് ബുക്കിംഗ് എടുക്കും. ക്രൂഷ്യലായിട്ട് തീരുമാനം എടുക്കേണ്ടത്ര കുഴപ്പമെന്ന് വെച്ചാൽ ക്രൂഷ്യലായിട്ട് തീരുമാനം പലപ്പോഴും നമ്മൾ എടുക്കുമ്പോഴേ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ആലോചിച്ച് ചിലപ്പോൾ തീരുമാനം. മറ്റേത് അങ്ങനെ ആലോചിക്കില്ല. അങ്ങനെ ആലോചിക്കുന്ന കഴിവില്ലാത്ത ആൾക്കാരൊക്കെ തന്നെയാണ് നമ്മുടെയൊക്കെ ജൂനിയർ ലെവലിലുള്ള ആൾക്കാരെ തന്നെ നമുക്ക് വിശ്വസിക്കാം. അതൊരു തരത്തിൽ ഗുണമാണത്. ഇത്തരം തീരുമാനം അവർ ആ പ്രശ്നം പരിഹരിക്കാനുള്ള തീരുമാനം എടുക്കുകയുള്ളൂ. നമ്മൾ 100 കാര്യങ്ങൾ ആലോചിക്കും. അപ്പോൾ എന്തെന്ന് വെച്ചാൽ മിക്കവാറും നമ്മുടെ തീരുമാനം ബിസിനസ്സിന് ഗുണമാവില്ല, അല്ലെങ്കിൽ ആ തീരുമാനം അഫക്റ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ഗുണമാവില്ല. ഇപ്പോൾ കസ്റ്റമറെ ബേസ് ചെയ്യുന്ന തീരുമാനമാണെങ്കിൽ പോലും നമ്മൾ എടുക്കുമ്പോൾ ചിലപ്പോൾ പക്ഷേ നമ്മളതിൻ്റെ ഫിനാൻഷ്യൽ പാർട്ടും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആലോചിച്ച് ഒരുപാട് തലപോഞ്ഞൊക്കെ തീരുമാനിക്കുന്നത്. മറ്റേ ചിലപ്പോൾ ആ സമയത്ത് ആ പ്രശ്നം സോൾവ് ചെയ്യാനായിട്ടുള്ള ഒരു സ്ട്രീറ്റ് സ്മാർട്ട്നെസ് ചിലപ്പോൾ നമ്മുടെ ടീം മെമ്പേഴ്സ് കാണിക്കും. അപ്പോൾ ആ തീരുമാനം എടുക്കാതിരിക്കുന്നത് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഡെലിഗേഷന് തുടക്കമാണ്. കാരണം നമുക്ക് തോന്നി ആ പ്രശ്നം തീർത്തല്ലോ അവർ, നെക്സ്റ്റ് ടൈം പിന്നെ നമ്മൾ എന്തായാലും ഇടപെടില്ല, കാരണം അവർ തീർത്തോന്നിരിക്കും. അപ്പോൾ അങ്ങനെയാണ് അത് ഡെലിഗേഷൻ പ്രൂവ് ചെയ്യപ്പെടുന്നത്. 3ാമത്തെ കാര്യം, ഈ ലാഭമില്ലാത്ത കാര്യം. 99% ലാഭമില്ലാത്ത തീരുമാനങ്ങളും അതിൻ്റെ പ്രൊമോട്ടർ എടുക്കുന്ന തീരുമാനമാണ്. പ്രൊമോട്ടർ എടുക്കുന്ന തീരുമാനം ലാഭം ഉണ്ടാവില്ല. നമ്മൾ വലിയ കഥയൊക്കെ പറയും, അത് ബ്രാൻഡിന് നന്നായി, അതെനിക്ക് പേരുണ്ടാക്കി, ജസ്റ്റിഫൈ ചെയ്യാൻ വേണ്ടി പ്രശസ്തി ഉണ്ടാക്കി, ആ പ്രോജക്റ്റ് ചെയ്തുകൊണ്ടാണ് പിന്നത്തെ പ്രോജക്റ്റ് കൂടി അവർക്ക് വെക്കാൻ പറ്റിയതെന്നൊക്കെ നമ്മൾ പറയും. പക്ഷേ ആക്ച്വലി നമ്മൾ ഈ ലാഭമില്ലാണ്ട് ബിസിനസ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഈ ടീമിനെ കൊണ്ടുനടക്കാൻ പറ്റില്ല. അവർക്ക് പേ ചെയ്യാൻ പറ്റും, അവിടെ വാടക കൊടുക്കാൻ പറ്റും, ശമ്പളം കൊടുക്കാൻ പറ്റും, ടാക്സ് അടയ്ക്കാൻ പറ്റും, ഒന്നും പറ്റില്ല. അപ്പോൾ ലാഭമില്ലാത്തൊരു ജോലി ചെയ്യില്ല എന്നൊരു തീരുമാനം എടുക്കുന്നതിൻ്റെ തുടക്കം ഡെലിഗേഷനാണ്. ഫസ്റ്റ് പോയിന്റ് തന്നെ ഒന്ന് എലാബറേറ്റ് ചെയ്ത ഡെലിഗേഷൻ. അപ്പോൾ താങ്കൾ പറഞ്ഞ പോലെ വലിയ തീരുമാനങ്ങൾ നമ്മൾ എടുക്കരുത്, അതിൻ്റെ റിസ്ക് വലുതാണ്. കാരണം ഒന്ന്, ടീമിനെ സംബന്ധിച്ചിടത്തോളം മുതലാളി പറഞ്ഞു, നമ്മൾ ചെയ്തു, ചീറ്റി, സോ മുതലാളിയുടെ കാര്യം. അവിടെയാണ് ഈ ഡെലിഗേഷൻ. താങ്കൾ പറഞ്ഞു വരുന്നത്
ഒരു സ്ഥാപനത്തിൻ്റെ വളർച്ചയിൽ ഇത്തരം വലിയ ഡിസിഷൻസ് എടുക്കാൻ, തീരുമാനങ്ങൾ എടുക്കാൻ പ്രാപ്തിയുള്ള ഒരു ടീം, ഓർ റാദർ ഒരു കോർ ടീം, അതാണോ താങ്കൾ പറഞ്ഞു വരുന്നത്? അത്തരം ആൾക്കാരെന്ന് പറയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ സൂപ്പർവൈസറോട് ചോദിക്കാൻ പറ്റില്ല ഇത്തരം വലിയ തീരുമാനങ്ങൾ. അതിനൊരു കോർ ടീമുണ്ടോ? ഉണ്ടെങ്കിൽ അതിൻ്റെ പ്രസക്തി എന്താണ്? അല്ല, അതൊരു എനിക്ക് തോന്നുന്നത് അത് അവിടെ നമ്മൾ ബേസിക് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾ തന്നെ നല്ലത്. കാരണം ബിക്കോസ് എല്ലാവരുടെ ബിസിനസ്സിനകത്തും ഒരു ഈ പറഞ്ഞ 5-6 ഡിപ്പാർട്ട്മെൻറ്റുകളൊക്കെ വേണ്ടി വരും. എന്നുവെച്ചാൽ ഫിനാൻസ് ഉണ്ട്, കസ്റ്റമർ സർവീസ് ഉണ്ട്, സെയിൽസ് ഉണ്ട്, മാർക്കറ്റിംഗ് ഉണ്ട്, ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ അവിടെ എല്ലാം ഉള്ള റീസണബിളി ടാലൻ്റ് ആയിട്ടുള്ള ആൾക്കാരുടെ ഒരു ഗ്രൂപ്പ് നമ്മൾ ഫോം ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഓരോരുത്തരും മതി. അങ്ങനത്തെ ഒരു ഗ്രൂപ്പ് നമുക്ക് ഫോം ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഒരു കളക്റ്റീവ് ഡിസിഷൻ എടുക്കാൻ കുറച്ച് എളുപ്പമായിരിക്കും. ഇനി ഈവൻ നമുക്കൊരു തീരുമാനം ഉണ്ടെങ്കിൽ പോലും ആ തീരുമാനം അവരുടേതായിട്ട് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. നമുക്കറിയാം ഇന്ന തീരുമാനം എടുക്കേണ്ടതെന്നുണ്ടെങ്കിൽ ഫൈനലി നമ്മൾ അതിലേക്ക് തന്നെ വരും. അതിലേക്ക് അത് അവരെടുത്ത തീരുമാനം പോലെ ആക്കി തീർക്കണം. അവരെടുത്തോളും, അവരാ തീരുമാനത്തിൽ എത്തിക്കോളും. അതിനൊരു ഗൈഡ് ലൈൻ നമുക്ക് കൊടുക്കാൻ പറ്റിയൊരു അതിന് ഏറ്റവും നല്ലതെന്ന് വെച്ചാൽ കൂട്ടായ തീരുമാനങ്ങൾ എടുക്കുന്ന വേദികൾ ഉണ്ടാവണം. പക്ഷേ ട്രാൻസ്പെറൻസ് പലപ്പോഴും വിചാരിക്കും നമ്മൾ എന്ത് വിലയ്ക്കാണ് വിൽക്കുന്നതെന്ന് ഉണ്ടാക്കുന്ന ആളെന്ന് അറിയണേ എന്ന് വിചാരിക്കും. ഇപ്പോൾ കൺസ്ട്രക്ഷൻ നടത്തുന്ന ആൾക്കറിയാം, ഞാൻ കൺസ്ട്രക്ഷൻ നടത്തുന്നത് 3500 സ്ക്വയർ ഫീറ്റാണ്. അയാൾ പറഞ്ഞാൽ പോലെ അയാൾ എന്തിനാ 10,000 രൂപ വിൽക്കണോ അറിയുന്നത് എന്ന് നമ്മൾ ആലോചിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ഒരു പ്രശ്നമുണ്ട്. നമ്മൾ വിചാരിക്കും അവൻ ഇത്ര ലാഭം കിട്ടുന്നുണ്ടെന്ന് അറിയുന്നില്ലേ, അയാളെ മാറ്റി അയാളുടെ ഒരു കമ്പാർട്ട്മെൻറ്റാക്കി മാറ്റി നിർത്തി കഴിഞ്ഞാൽ അൾട്ടിമേറ്റ്ലി എന്ത് സംഭവിക്കുന്നു വെച്ചാൽ എന്ത് വിലയ്ക്ക് വിൽക്കണം എന്നുള്ളതിടത്ത് അയാളുടെ സേവ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഒരു പ്രൈസ് ഹൈക്ക് വരുന്നിടത്ത് അയാളുടെ ഒരു ഒപ്പീനിയൻ ഉണ്ടാവില്ല. അപ്പോൾ ആ ടൈം സൈൻസ് ഒരു കൂട്ടായ തീരുമാനം ഉണ്ടാകാനുള്ള വേദി ക്രിയേറ്റ് ചെയ്യപ്പെടുകയും അതിനകത്ത് ഫുള്ളായിട്ട് 100% ട്രാൻസ്പെറൻസി കൊണ്ടുവരാൻ സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് തീരുമാനങ്ങൾ എടുക്കാൻ പറ്റും. നമ്മളൊരു ഗൈഡ് ലൈൻ ഒരു എന്താ പറയുക ഗൈഡിങ് ഫോഴ്സ് ആയിട്ട് മതിയാവും. ഇപ്പോൾ തെറ്റായിട്ടുള്ള ഡയറക്ഷനിലേക്ക് ഒരു ചർച്ച പോകുന്നുണ്ടെങ്കിൽ നമുക്കവിടെ ഒരു സ്റ്റോപ്പ് പറയാം, അല്ലെങ്കിൽ ശരിയായിട്ടുള്ള രീതിയിലല്ല തീരുമാനം വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ അഭിപ്രായം പ്രകടിപ്പിക്കാം. അങ്ങനെ വരുമ്പോൾ ചില പക്ഷേ നമ്മളെടുക്കുക തീരുമാനത്തെക്കാളൊക്കെ റിഫൈൻഡ് ആയിട്ടുള്ള, അതിനേക്കാളൊക്കെ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള, അതിനേക്കാൾ എളുപ്പത്തിൽ ചെയ്യാവുന്ന കാര്യങ്ങൾ വരും. അപ്പോൾ എനിക്കൊരു ടീം ഡിസൈഡ് ചെയ്യാൻ തീരുമാനിക്കുന്നതുകൊണ്ട് ഇതുപോലത്തെ മീറ്റിങ്ങിനൊക്കെ ഒന്നിരിക്കാം, ആരും നമ്മൾ വിളിക്കില്ല. That's the most important thing, right? അല്ലെങ്കിൽ ഫോൺ അടിച്ചോണ്ടിരിക്കില്ലേ? അതാണ് ഇവിടെ ഇരിക്കുന്നവരുടെ പലരെയും പ്രശ്നം, അടിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഞങ്ങൾക്ക് 37 പ്രോജക്റ്റ് അക്രോസ് കേരള ഇപ്പോൾ നടക്കണം. ഇപ്പോൾ നടക്കണം 37 സൈറ്റിൽ വർക്ക് കിടക്കുന്നുണ്ട്. ഇപ്പോൾ അതിൽ പല സൈറ്റിലും വളരെ ക്രൂഷ്യലായിട്ടുള്ള വർക്ക് കിടക്കുന്നുണ്ടാവും. പക്ഷെ അത് ആ സൈറ്റിൽ തന്നെ തീരുമാനമെടുത്ത് പോകുന്ന രീതിയിലുള്ള സംവിധാനം നമുക്ക് ക്രിയേറ്റ് കൊടുക്കാൻ പറ്റി കഴിഞ്ഞാൽ കുറേ കൂടെ എഫിഷ്യൻ്റ് ആവും. അല്ലെങ്കിൽ നമ്മളിതിൻ്റെ കുറേ കോഡുണ്ട്. അപ്പോൾ ആ ഒരു ഡെലിഗേഷൻ അത് ഈ മുകളിലെ ലെവലിൽ മാത്രമല്ല, ഡെലിഗേഷൻ താഴ്ത്തിക്കൊണ്ടാവണം. ഈ സൈറ്റിൽ നിൽക്കുന്ന സൈറ്റ് എഞ്ചിനീയർ അവിടെ വരുന്ന ഒരു ലോറി സാൻഡിൻ്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യാനായിട്ട് അതിനുള്ള സൂപ്പർവൈസർ വിളിക്കാൻ പോയി വിചാരിക്കുക, അവിടെ പോയില്ല. അപ്പോൾ നമ്മൾ ഈ ഡെലിഗേഷൻ്റെ എല്ലാ കഥയും നിർന്നില്ലേ. അപ്പോൾ ഓരോ ലെവലിലും ഡെലിഗേറ്റ് ചെയ്യപ്പെടാവുന്ന കാര്യങ്ങൾ ആ ലെവലിൽ തന്നെ ഡെലിഗേറ്റ് ചെയ്യപ്പെട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഇതാണ്. അതായത് മുകളിലെ ലെവലിൽ മാത്രമല്ല ഡെലിഗേഷൻ ഷുഡ് ഗോ റൈറ്റ് ടു ദ ബോട്ടം. ഏറ്റവും താഴ്ന്ന ലെവൽ വരെ ഡെലിഗേഷൻ പ്രോപ്പറായിട്ട് പോകുകയാണെങ്കിൽ മാത്രമേ വലിയ സ്ഥാപനം നടത്തി കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി വെരി ഡിഫിക്കൽട്ട്. ഞാൻ സെറ്റ് ഹോംസിൻ്റെ ടീം ലീഡേഴ്സിനൊക്കെ നിരവധി തവണ മീറ്റ് ചെയ്യുന്ന വ്യക്തി എന്ന നിലയ്ക്ക് ഐ അണ്ടർസ്റ്റുഡ് യു ഹാൻഡ് പിക്ക് പീപ്പിൾ. സെയിൽസിലാണെങ്കിലും കസ്റ്റമർ സർവീസിലും ക്രൂഷ്യൽ പ്രോജക്ട്സിലൊക്കെ ആണെങ്കിലും എല്ലാവരും ഒരു പ്രത്യേകത, നിങ്ങളൊരു ബോസിൻ്റെ പോലെയല്ല ഞാനവിടെ കണ്ടത്. അവരുമായിട്ട് മിങ്കിൾ ചെയ്ത് അവരിലൊരാളായി. അത് മാത്രമല്ല ഓരോ മേഖലയിലും പ്രോബബ്ലി നിങ്ങളെക്കാളും അറിവും കഴിവുള്ള വളരെ പ്രാപ്തിയുള്ള ആൾക്കാരാണ് അവിടെ ഇരിക്കുന്നത്. And we've discussed this over. So I want to talk about that. നമ്മളൊരാളെപ്പറ്റി ഡെലിഗേഷൻ്റെ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ നമുക്കറിയാത്തൊരു കാര്യമായിരിക്കാം, അല്ലെങ്കിൽ നമുക്കറിയാവുന്നൊരു കാര്യം ഡെലിഗേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എത്തരം ആൾക്കാരെയാണ് നമ്മുടെ സ്ഥാപനത്തിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്? നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി അവനെ കൊണ്ട് ചെയ്യിക്കുന്ന ആളാണോ, അതോ നമ്മളെക്കാളും പ്രാപ്തിയുള്ള അറിവും കഴിവുമുള്ള വ്യക്തികളെയാണോ? നമ്മളെ ഉപദേശിക്കാൻ പോലും ആ ഏരിയയിൽ കപ്പാസിറ്റി ഉണ്ടാവണ്ടേ? വാട്ട് ഈസ് യുവർ ടേക്ക് ആസ് എ ഡോമൻ? ഇത് വളരെ രസകരമായിട്ടായിരുന്നു. അതിനാദ്യം വേണ്ടതെന്ന് വെച്ചാൽ സ്വയം ഒരു ഇൻട്രോസ്പെക്ഷൻ ഉണ്ടാവണം. നമ്മൾ സ്വയം നമ്മളിലേക്കൊന്ന് നോക്കണം. നമുക്ക് എന്തൊക്കെ കഴിവുണ്ട്, നമുക്ക് എന്തൊക്കെ കഴിവില്ല. ഇപ്പം എനിക്കൊരു പ്രത്യേക കഴിവുണ്ടെന്ന് വിചാരിക്കുക, എനിക്ക് എൻ്റെ പ്രധാനപ്പെട്ട കഴിവ് വിൽക്കാനുള്ള കഴിവാണെന്ന് വിചാരിക്കുക. ഞാൻ പിന്നെ ഷമീമിനെ സ്റ്റാഫാക്കിയിട്ട് കാര്യമില്ല, കാരണം എനിക്ക് എൻ്റെ പണിയെ അറിയാം. സോ വാട്ട് യു ആർ ഡു ഇസ് യു ആർ ടു ഐഡൻറ്റിഫൈ വാട്ട് ഈസ് യുവർ ഡ്രോബാക്ക്. നിങ്ങൾക്കില്ലാത്ത എന്താണെന്നാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. എനിക്ക് കൃത്യമായിട്ട് അക്കൗണ്ടിങ്, ഫിനാൻഷ്യൽ മാറ്റേഴ്സ് അറിയാൻ പാടില്ലാത്ത ഒരാളാണെങ്കിൽ ഡെഫിനറ്റ്ലി ഐ നീഡ് സംബഡി ഹു ഹാവ് ഇൻ ഡെപ്ത് നോളജ് ഉണ്ട്. ശരിയല്ലേ? അതേപോലെ
എനിക്ക് എന്തൊക്കെ കാര്യങ്ങൾ അറിയാൻ പാടില്ല, ആ പാടില്ലാത്ത കാര്യങ്ങൾ തിരിച്ചറിയാൻ കഴിയുക എന്നുള്ളിടത്താണ് നമ്മൾ പുതിയ ആൾക്കാരെ സെലക്ട് ചെയ്യാനായിട്ടുള്ള രൂപരേഖ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മളുടെ കുറവുകൾ നികത്താൻ പറ്റിയ ആൾക്കാരെ കണ്ടെത്തുകയും ആ ആൾക്കാർ കൃത്യമായിട്ട് അവിടെ വർക്ക് ചെയ്യും. ചിലപ്പോൾ ഒരു പക്ഷേ അവർ നമ്മളെക്കാളും മിടുക്കന്മാരായിരിക്കും. അങ്ങനെ ആവാൻ ഏറ്റവും നല്ലത്. ആവുകയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ ജോലി കൂടുതൽ പോകും. അപ്പോൾ എനിക്ക് എൻ്റെ ടീമിലുള്ള ആൾക്കാരെ പേര് എല്ലാവരും അറിയാം. അതിൽ പല ആൾക്കാരും അവരുടേതായ മേഖലയിൽ ചിലപ്പോൾ പക്ഷേ എന്നെക്കാളും വലിയ കഴിവുള്ള ആൾക്കാർ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പ്രദർശിപ്പിക്കാനും അത് പുറത്തെടുക്കാനായിട്ടുള്ളൊരു വേദി മാത്രം നമ്മൾ ഒരുക്കി കൊടുത്താൽ മതി. ഓഫീസൊക്കെ വൃത്തിയായിട്ട് ഫംഗ്ഷൻ ചെയ്ത് കൊടുത്താൽ മതി, അവർ ബാക്കിയുള്ള അതിൽ ചെയ്ത് കൊടുക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു ടീമിനെ കിട്ടുക എന്ന് പറയുന്നത് ഹാൻഡ് പിക്ക് ചെയ്താണെന്ന് ചോദിച്ചാൽ അങ്ങനെയൊന്നും ആവണമെന്നില്ല. പക്ഷേ ആ വ്യക്തി, പക്ഷെ അയാൾ ചെയ്തുകൊണ്ടിരിക്കുന്ന റോളില്ലേ, ആ റോള് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ഇപ്പം ഞാനൊരു ഒരു പ്രോജക്റ്റ് മാനേജർ ചെയ്യുന്ന ഒരാളെ കേരള മുനിസിപ്പൽ ബിൽഡിംഗ് റൂൾ പ്രകാരം കൃത്യമായിട്ട്, അല്ലെങ്കിൽ ഫയർഫോഴ്സ് റൂളുകൾ പറഞ്ഞാൽ കൃത്യമായിട്ട്, പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ റൂളുകൾ പറഞ്ഞാൽ കൃത്യമായിട്ട്, അങ്ങനെ എല്ലാ സ്റ്റാറ്റ്യൂട്ടറി നോംസും കൃത്യമായിട്ട് അറിയാവുന്ന ഒരാളെ എനിക്ക് വേണമെന്ന് മാത്രമേ ഞാൻ തീരുമാനിക്കുന്നുള്ളൂ. അയാളിലേക്ക് എത്തിപ്പെടുക, അത് ഇന്നയാളായിരിക്കും നമ്മൾ പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ ഒരാളെ സെലക്ട് ഇയാളതൊക്കെ പഠിക്കാൻ പറയാൻ നമുക്ക് പറ്റില്ല. പക്ഷെ ഇങ്ങനെയുള്ള ഒരാളെ നമുക്ക് വേണം എന്ന് നമ്മൾ തീരുമാനിക്കുന്നിടത്ത് നമുക്ക് അങ്ങനത്തെ ആളെ കിട്ടും. അപ്പോൾ റിക്രൂട്ട്മെന്റ് ഈസ് അവർ കീ സ്കിൽ. നമുക്ക് എന്തൊക്കെ വീക്ക്നെസ് ഉണ്ടോ, നമ്മുടെ ആ ജോലിക്ക് ആവശ്യമായ സ്കിൽ സെറ്റുകൾ എന്താണെന്ന് തിരിച്ചറിഞ്ഞ് അങ്ങനെയുള്ള ആളെ കണ്ടുപിടിച്ചാൽ മതി. അതെ, ആളിലേക്ക് നമ്മൾ അല്ലാതെ വെറുതെ അവിടെ ഒരു കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല. അവിടെ ഒരു കോംപ്രമൈസ് ചെയ്യാൻ പോയി നിങ്ങൾക്ക് നല്ല ആൾക്കാരെ കിട്ടില്ല. പലപ്പോഴും നമ്മൾ ആൾക്കാരെ പഠിപ്പിക്കാമെന്ന് വിചാരിക്കും. അത് മാത്രമേ നമ്മൾ ആൾക്കാരെ കണ്ടെടുക്കണം. എനിക്ക് ദിവസം കൊള്ളാം, നമുക്ക് എടുത്തളയാം എന്ന് വിളിച്ചിട്ട് കൊണ്ടുപോയിട്ട് എന്താ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കൊടുക്കുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഞാൻ ആ പണ്ട് പറഞ്ഞു, നമ്മുടെ വരവേൽപ്പിലെ സിനിമ പോലിരിക്കും. വരവേൽപ്പിൽ ഈ മോഹൻലാൽ പരാജയപ്പെട്ടല്ലോ. മോഹൻലാൽ പരാജയപ്പെട്ട കൊണ്ടാണ്. പരാജയപ്പെട്ടപ്പോൾ നമ്മളെല്ലാവരും നമ്മുടെ ഇവിടുത്തെ ട്രേഡ് യൂണിയൻസിനെയും ഇവിടുത്തെ ജോലിക്കാരുടെ ഉത്തരവാദിത്വ ബോധമില്ല അതിനെ പറ്റിയിട്ടും ബ്യൂറോക്രസിയെ പറ്റിയിട്ടൊക്കെ നമ്മൾ ചീത്ത വിളിച്ചു. പക്ഷെ അവിടെ ആക്ച്വലി സംഭവിച്ചാണ് ഈ മോഹൻലാൽ തന്നെ മോശക്കാരനാണ്. കാരണം മോഹൻലാൽ പണ്ട് സ്കൂളിൽ ഒപ്പം പഠിച്ച ആൾ വിളിച്ച് കണ്ടക്ടറാക്കി. ശരിയല്ലേ? അയാൾക്കൊരു കണ്ടക്ടർ ജോലി ചെയ്യാൻ അറിയാമെന്ന് നോക്കിയിട്ടില്ല. അയാൾ വിളിച്ചുകൊണ്ട് ഒരാൾ പിടിച്ച് ഡ്രൈവറാക്കി. അപ്പം എന്ത് സംഭവിച്ചു അവിടെ? യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന് വെച്ചാൽ ആ സെലക്ഷൻ ഓഫ് പീപ്പിൾ ടു ഡ്രൈവ് ദാറ്റ് ബസ് അല്ലെങ്കിൽ കണ്ടക്ട് ദാറ്റ് ബിസിനസ് വാസ് റോങ്. അപ്പോൾ ഡെഫിനറ്റ്ലി പരാജയപ്പെടും. അവസാനം അതിൽ പണി കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ ഇങ്ങേര് കണ്ടക്ടറായി. അതെ, അത് അതിനേക്കാളും ഒട്ടുറിയാനുള്ള ജോലിയാണ്. അങ്ങനെ ആകെ പഠിച്ചത് ജോലി എന്തായിരുന്നു? അങ്ങനെ ദുബായിൽ പഠിച്ചത് ജോലിയാണ്, അങ്ങനെ ചെയ്യാൻ പറ്റുന്ന ജോലി, പഠിച്ചിട്ടുള്ള ജോലി. അതിന് പകരം കണ്ടക്ടറാകാൻ ശ്രമിച്ചു. ഈ സത്യനധികാട് നിങ്ങളോടൊക്കെ പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ കേട്ടോ, ഇങ്ങനെയൊന്നും അല്ല ബിസിനസ് ചെയ്യേണ്ടതെന്നാണ് പുള്ളി പറഞ്ഞത്. ഇൻഡയറക്ട്ലി ഡയറക്റ്റ് ആയിരുന്നേ പറഞ്ഞത്. നമ്മൾ മനസ്സിലാക്കിയെന്ന് വെച്ചാല് ഇവിടെ കുറെ പ്രശ്നമുണ്ട് നാട്ടില്, ബിസിനസ് ചെയ്യാൻ പാടില്ല, ഇവിടെ ട്രേഡ് യൂണിയൻ ഉണ്ട്, ഇവിടുത്തെ ബ്യൂറോക്രസി പ്രശ്നമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി നമ്മൾ കഴിച്ചറിയി പോകുന്നു. എനിക്ക് തോന്നുന്നത് ഒരു ഡിഫറെന്റ് ആംഗിളും പെർസ്പെക്റ്റീവാണ്. ഐ തിങ്ക് വി നീഡ് ടു ഗിവ് എ റൗണ്ട് ഓഫ് അപ്ലോസ്. അവിടെയാണ് അടുത്ത ചാലഞ്ച് വരുന്നത്. നമ്മളൊരു ബിസിനസ്സിലേക്ക് ഇറങ്ങുമ്പോൾ ഇപ്പം നമ്മളൊരു ടീമിനെ കണ്ടുപിടിച്ചു, നമുക്കൊരു പല ആൾക്കാർക്കൊരു പേഴ്സണാലിറ്റി ഉണ്ട്, നമ്മളതിലേക്ക് അധികമായി ഇൻവോൾവ് ചെയ്യുന്നത്. നമ്മളെല്ലാം ചെക്ക് ചെയ്താലേ ശരിയാവുള്ളൂ, നമ്മളതിൽ ഇൻവോൾവ് ആവണം. അപ്പോൾ ഒരു ബിസിനസ്സിൻ്റെ വളർച്ച രണ്ട് ഭാഗത്താണ്. ഒന്ന് സ്ട്രാറ്റജിയാണ്, രണ്ട് എക്സിക്യൂഷനാണ്. അപ്പോൾ ഈ സ്ട്രാറ്റജി എന്ന് പറയുന്ന കമ്പനി വളർത്താനുള്ളവരാണ്. അതിന് സ്ഥാപനത്തിന് ഉടമ മാത്രമേ ഉള്ളൂ, വേറെ ആരും വരാനില്ല. അപ്പുറത്തെ സൈഡിൽ എക്സിക്യൂഷൻ ഉണ്ട്. ഈ സംരംഭകർ ഇവർ പലരും മിക്സ്ഡ് ആയിട്ടിരിക്കുന്നവരാണ്. ഞാനും പെർസെൻറ്റേജൊക്കെ ചോദിച്ചപ്പോൾ പലരും വളരെ ചുരുങ്ങിയ പെർസെൻറ്റേജാണ് സ്ട്രാറ്റജി വിഷൻ്റെ ഭാഗത്തേക്ക് ചിന്തിക്കാൻ സമയം കിട്ടുന്നുള്ളൂ. അധിക സമയം ഓപ്പറേഷൻസിലിരിക്കുന്നവരാണ്. നമ്മൾ ഓപ്പറേഷൻസിൽ അധികം നേരം ഇരുന്നാൽ എന്തായിരിക്കും സംഭവിക്കുക? ഇതിൽ നമുക്ക് സ്ട്രാറ്റജിയിലോട്ട് മാറണ്ടേ? മാറിയാൽ എന്താണ്? വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം വെച്ചാൽ ഈ ഓപ്പറേഷൻ സൈഡിൽ അൾട്ടിമേറ്റ്ലി ഉത്തരം പറയേണ്ടതാണെന്നുള്ള നിലയ്ക്ക് പലപ്പോഴും ഓപ്പറേഷൻ സൈഡിൽ ഇപ്പോഴും നമ്മളൊക്കെ സമയം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അത് വേറെ പല കാരണങ്ങൾ കൊണ്ടാണ്. കാരണം ഒരുപക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള വിഷൻ താഴത്തെ ലെവലിലേക്ക് എത്തിപ്പെടാത്തതുകൊണ്ടോ, അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കാവുന്ന പോലുള്ള ഒരു പ്രൊഡക്റ്റ് ക്രിയേഷൻ നടക്കാത്തതുകൊണ്ടോ, അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലത്തെ ഡിസിപ്ലിൻ വരത്തിനൊക്കെ നമ്മൾ ചിലപ്പോൾ ഇടപെടേണ്ടി വന്നേക്കാം. പക്ഷേ ഈ സ്ട്രാറ്റജൈസിങ് പോർഷനുള്ള സമയം കുറച്ചുകൊണ്ടാവരുത്. അത് നല്ലൊരു. അപ്പോൾ നിങ്ങൾ കുറച്ചുകൂടെ കൂടുതൽ വർക്ക് ചെയ്യേണ്ടി വരും. ഒരു 19 മണിക്കൂർ 20 മണിക്കൂർ വർക്ക് ചെയ്യേണ്ടി വരും. വേറെ കുഴപ്പമൊന്നുമില്ല. കുറച്ച് ഓപ്പറേഷൻ സൈഡ് വിടാൻ ബുദ്ധിമുട്ട് വരും. കാരണം വെച്ചാൽ ഐ ഡോണ്ട് നോ വാട്ട് കൈൻഡ് ഓഫ് പ്രോഡക്റ്റ് ദേ ആർ മേക്കിംഗ്. പക്ഷേ എന്നിരുന്നാൽ പോലും ഓപ്പറേഷൻ സൈഡിൽ മുഴുവൻ സമയവും കണ്ടടയ്ക്കാൻ ഈ ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാർക്ക് പറ്റുന്ന എനിക്ക് തോന്നുന്നു. കാരണം അവർക്ക് അവിടെ ശ്രദ്ധ വേണ്ടി വരും. കാരണം 2-3 കാരണമുണ്ട്. ഒന്ന് അവരുടെ പാഷൻ കൊണ്ട്, അല്ലെങ്കിൽ അവരുടെ പ്രൊഡക്റ്റ് നന്നാവണം എന്നുള്ളതുകൊണ്ട്, അല്ലെങ്കിൽ
നാളെ ഞാനാണ് ഇതിന് ഉത്തരം പറയേണ്ടതെന്നുള്ള ബോധ്യമുള്ളതുകൊണ്ടൊക്കെ ഇടപെടേണ്ടി വന്നേക്കാം. പക്ഷെ അപ്പോഴും ഈ സ്ട്രാറ്റജൈസിങ് അല്ലെങ്കിൽ ഗ്രോത്തിനും വേണ്ടിയിട്ടുള്ള സമയം ഇപ്പുറത്ത് കണ്ടെത്തിയിട്ട് വേണം ഓപ്പറേഷൻസിലേക്ക് പോകാൻ, അല്ലെങ്കിൽ ഓപ്പറേഷൻസ് തന്നെ ഇരിക്കും. ഇത് രണ്ടും ഒരു ബാലൻസ് ചെയ്യാനുള്ള കഴിവുണ്ടാണ്. അതെ, തീർച്ചയായിട്ടും. അതോടൊപ്പം തന്നെ വളരെ ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് നമ്മൾ ഈ ഡെലിഗേറ്റ് ചെയ്ത് കൊടുത്തു, ഇത് റിവ്യൂ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഓപ്പറേഷൻസിൽ നമ്മൾ അവിടെ ഉണ്ട്, വി ആർ ഇൻഫോംഡ് അബൌട്ട് ഇറ്റ്. അപ്പോൾ താങ്കൾ തന്നെ പറഞ്ഞു സൈറ്റിൽ ഓരോ സ്ഥലത്തും നമ്മൾ ഡെലിഗേറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞു. പിന്നെ നമ്മളതിൽ പോയിട്ട് ഇടപെട്ട് കഴിഞ്ഞാൽ അവർ ഓരോ കാര്യത്തിനും നമ്മളെ ഇൻവോൾവ് ആക്കിക്കും. അത് കൊടുത്തു. ഈ അതോറിറ്റിയും റെസ്പോൺസിബിലിറ്റിയും രണ്ടാണ്. അല്ല, അതോറിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ അത് ചെയ്യാൻ പറ്റുള്ളൂ. ഒന്നതൊക്കെ. രണ്ട്, അതോറിറ്റി ഉണ്ട് എന്നുള്ളതുകൊണ്ട് റിപ്പോർട്ടിംഗ് ഇല്ലാണ്ടാവുന്നില്ല. റിപ്പോർട്ടിംഗ് വളരെ മസ്റ്റാണ്. അത് ഒരു സൈറ്റിലെ പ്രോഗ്രസ് ഓരോ മണിക്കൂറിൽ റിപ്പോർട്ട് ചെയ്യണം നിയമം ഉണ്ടെന്നുണ്ടെങ്കിൽ ഓരോ മണിക്കൂറിൽ റിപ്പോർട്ട് ചെയ്യണം. അല്ലെങ്കിൽ പിന്നെ അത് എന്താ പറയുക, റിസൾട്ട് നമുക്കറിയാൻ പറ്റില്ല, റിസൾട്ട് ഉണ്ടാവില്ല. റിപ്പോർട്ട് ചെയ്യപ്പെടണം എന്ന് പറയുമ്പോൾ തന്നെ ഉത്തരവാദിത്വം കൂടും. പിന്നെ റിപ്പോർട്ടിംഗ് രീതി, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് അല്ല. നിങ്ങളൊരു കാര്യം റിപ്പോർട്ട് ചെയ്യാൻ പറയുമ്പോൾ ആ റിപ്പോർട്ടിൻ്റെ ഫോർമാറ്റ് ഷുഡ് ടച്ച് ഓൾ ആസ്പെക്ട്സ് ഓഫ് ദ ആക്ടിവിറ്റി എന്നാണ്. അതില്ലെങ്കിൽ ആ റിപ്പോർട്ട് കറക്റ്റ് ആവില്ല, ആ റിപ്പോർട്ടിനെ കൊണ്ട് നമുക്ക് ഗുണമുണ്ടാവില്ല. അപ്പോൾ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ നമ്മളൊരു കൃത്യമായിട്ടുള്ള പ്രോസസ്സ് ഇംപ്ലിമെൻറ്റേഷൻ ഉണ്ടാവണം, എന്നാൽ മാത്രമേ ഡെലിഗേഷൻ വർക്ക് ചെയ്യുള്ളൂ. കറക്റ്റായിട്ട് പ്രോസസ്സ് ഉണ്ടാവണം, എങ്ങനെ ചെയ്യണം എന്നുള്ളത് ചെയ്യുന്ന ആൾക്കറിയണം, എങ്ങനെ തിരിച്ച് റിപ്പോർട്ട് ചെയ്യപ്പെടണം എന്നുള്ളതിന് സംവിധാനം ഉണ്ടാവണം. നമ്മൾ കറക്റ്റ് പോയിന്റിലേക്ക് വന്ന് SOP. ഒരു മിഡ് സൈസ് കമ്പനീസിലെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പേഴ്സണാലിറ്റി ഡ്രിവൺ അല്ലെങ്കിൽ പേഴ്സണൽ ഡ്രിവൺ അങ്ങനെ ഒരു ആയിരിക്കും. ഒരു പ്രോസസ്സ് SOP ഉണ്ടാക്കേണ്ട ആവശ്യകത എന്താണ്? ഉണ്ടാക്കിയാൽ അസറ്റ് ഹോംസിലെ നിങ്ങളിപ്പോൾ ഫ്രീ ആണെന്ന് പറഞ്ഞു, കോൾ വരുന്നില്ലെന്ന്, അതിനർത്ഥം ഒരു SOP അവിടെ ഉണ്ട്. അതൊരു ഇനീഷ്യൽ ലെവലിൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാനാവും? SOP എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രിപ്പയർ ചെയ്ത് റെഡിയാക്കിയിട്ട് റിലീസ് ചെയ്യുന്ന ഒരു സാധനമല്ല. അതെല്ലാ ദിവസവും മാറിക്കൊണ്ടിരിക്കും. ആക്ച്വലി ഇറ്റ്സ് വെരി ഡൈനാമിക്. എവരുടെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ എവരുടെ നമ്മുടെ കാര്യങ്ങൾ മാറും. ഇപ്പോൾ നാളെ ബിൽഡിംഗ് റൂൾ മാറിക്കഴിഞ്ഞാൽ നമ്മുടെ SOP മൊത്തം മാറി. ശരിയല്ലേ? ഏതെങ്കിലും ഒരു സ്ഥലത്ത് എവിടെയെങ്കിലും ഒരു ഫയർ ഉണ്ടായിരിക്കുക, പിറ്റേ ദിവസം രാവിലെ നമ്മുടെ SOP മാറി. കാരണം ഗവൺമെൻറ് പെട്ടെന്ന് നിയമങ്ങളൊക്കെ മാറ്റിക്കളയും, അല്ലെങ്കിൽ അവരുടെ പരിശോധനയുടെ രീതികൾ മാറിപ്പോകും. അപ്പോൾ ഈ SOP എന്ന് പറയുന്നത് ഒരു സ്റ്റാൻഡർഡൈസ്ഡ് SOP നമുക്ക് ക്രിയേറ്റ് ചെയ്യപ്പെടുകയും ഒപ്പം തന്നെ അത് വളരെ ലൈവായിട്ട് ഡൈനാമിക്കായിട്ട് അപ്ഡേറ്റ് ചെയ്യപ്പെടുകയും ചെയ്യണം. എന്നാൽ മാത്രമേ. പിന്നെ എന്താ നമ്മൾ കൊടുത്തിരിക്കുന്ന ഡെലിഗേഷൻ അറിയാമോ? ഈ SOP വയലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഡെലിഗേഷൻ. ആക്ച്വലി SOP ഒരു വയലേറ്റ് ചെയ്യണം ഫോർ ദ ബെനിഫിറ്റ് ഓഫ് കമ്പനി, ഫോർ ദ ബെനിഫിറ്റ് ഓഫ് കസ്റ്റമർ. ഒന്നൊരു എലാബറേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിപ്പോൾ നമ്മളൊരു ഒരു ഒരു പ്രോസസ്സ് ഒരു 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 ഇംപ്ലിമെൻറ്റ് ചെയ്യപ്പെട്ടെന്ന് വിചാരിക്കുക. ആ പ്രോസസ്സ് അതായതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ ചെയ്യുള്ളൂ എന്ന് നമ്മൾ ബലം പിടിക്കുകയാണെങ്കിൽ ഇറ്റ് മേ നോട്ട് ബി ഗുഡ് ഫോർ ദ കമ്പനി ആസ് വെൽ ആസ് ദി കസ്റ്റമർ. സംടൈംസ് യു മേ ഹാവ് ടു ഡീവിയേറ്റ്. ആ ഡീവിയേറ്റ് ചെയ്യുന്നതാണ് അടുത്ത SOP. അത് വി ഗെറ്റ് സ്റ്റക്ക്. SOPയിൽ ഒരു സ്ഥലത്ത് സ്റ്റക്കായി. അല്ല, ഇപ്പം ഞാൻ ചെയ്യും, ഇപ്പോൾ ഒരു കസ്റ്റമർ നമ്മുടെ ഓഫീസിൽ വിളിച്ചു പറയുകയാണ്, അടുത്ത പേയ്മെൻറ്റ് ചോദിച്ചാൽ ഞാൻ വിചാരിക്കാം. അപ്പോൾ പറയുകയാണ്, എനിക്ക് എൻ്റെ ഫ്ലോറിൻ്റെ കംപ്ലീഷൻ അതിൻ്റെ വീഡിയോ അയച്ചു കിട്ടണം, എന്നിട്ട് ഞാൻ പേ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞു വിചാരിക്കുക. അപ്പോൾ നമ്മുടെ സ്റ്റാഫ് പറയുന്നത് ഞങ്ങളുടെ SOP അനുസരിച്ചിട്ട് ഞങ്ങൾക്ക് വീഡിയോ അയക്കാൻ പ്രൊഫഷനില്ല, ഫോട്ടോ അയക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു വിചാരിക്കുക. അല്ലെങ്കിൽ ഞങ്ങൾക്ക് ജനറലായിട്ട് പുറത്തുനിന്നുള്ള ഫോട്ടോ അയക്കാൻ പറ്റും, ഇൻഡിവിജ്വൽ ഫ്ലാറ്റ് അയക്കാൻ പ്രൊഫഷനില്ല എന്ന് പറഞ്ഞു വിചാരിക്കുക. വിൽ ഇറ്റ് ബി ഗുഡ് ഫോർ ദ കമ്പനി? അപ്പോൾ സുനിൽ പറഞ്ഞു വരുന്നത് ഇതുപോലുള്ള പ്രോബ്ലംസ് വരുമ്പോൾ അത് SOPയിൽ ഇൻക്ലൂഡ് ചെയ്യാനുള്ള ഫ്ലെക്സിബിലിറ്റി ഉണ്ടാവുക. അതാണല്ലോ ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. അപ്പോൾ അവർ നാളെ പറയും സാറേ ഇനി നമുക്ക് ഇങ്ങനെ ചെയ്യാം. അപ്പോൾ ഞങ്ങളിപ്പോൾ പ്രോജക്റ്റ് സാധാരണ ഞങ്ങൾ പ്രോജക്റ്റ് ഫോട്ടോഗ്രാഫ്സ് അയച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പോഴും പറയുക. പക്ഷെ ഞങ്ങളെന്താ ചെയ്യുന്നത് വെച്ചാൽ ഞങ്ങളെല്ലാ 2 ആഴ്ച കൂടുമ്പോഴും പ്രോജക്റ്റ് വീഡിയോ ആണ് അയച്ചു കൊടുക്കുന്നത്. ഇത് വാട്ട് ഇസ് എ ന്യൂ സ്റ്റാറ്റസ് ആഫ്റ്റർ 2 വീക്സ് എന്ത് നിങ്ങളുടെ സൈറ്റ്. അപ്പോൾ അവിടെ വേറെ ഉത്തരവാദിത്വം ഉണ്ട്. ആദ്യത്തെ വീഡിയോ എടുത്ത ആൾ അടുത്ത വീഡിയോ എടുക്കുമ്പോൾ ഒരു പ്രോഗ്രസ് അയാൾക്ക് കാണിക്കാൻ പറ്റണം, എവിടെയെങ്കിലും കാണിക്കാൻ പറ്റണം. അപ്പോൾ അയാളുടെ ശ്രദ്ധ അടയ്ക്കും. അപ്പോൾ ചിലപ്പോൾ അയാൾ തന്നെ ഒന്ന് പറയും സാറോട് വലിയ പ്രോഗ്രസ് ഒന്നും ഇല്ല കേട്ടോ, ഫോട്ടോ എടുക്കുക വീഡിയോ എടുക്കാൻ ഞാൻ ബുദ്ധിമുട്ടി പോയി. ശരിയല്ലേ? അപ്പോൾ എന്താ പറയുക, അപ്പോൾ നമുക്കൊരു ഒരു സ്ട്രാറ്റജിക്കലി ആ സൈറ്റിലുള്ളവരെ അപ്പോൾ ഒരു പ്രോഗ്രസ് ക്രിയേറ്റ് ചെയ്യും. അവനും ടെൻഷനാണ്. അപ്പോൾ ഒരു ഇന്റർ ഡിപ്പാർട്ട്മെന്റ് കോമ്പറ്റീഷൻ കൂടെ അതിനകത്ത് വരും. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ കുറച്ച് സമയം കഴിയുമ്പോൾ, അതൊരു സ്ഥാപനം റൺ ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ അത് അവരുടെ സ്വഭാവമായി മാറും. അപ്പോൾ SOPയിലൊക്കെ മാറ്റം പറയുക എന്നുള്ളത് വെച്ചൊരു ആവേശമാണ് ചില ആൾക്കാർ. ഞങ്ങൾക്ക് ഈ മന്ത്ലി സീനിയർ മാനേജ്മെൻറ്റ് ടീം മീറ്റിംഗ് ഉണ്ട്, അതൊരു 2 ദിവസം ഉണ്ടാവും. അതൊരു പൊതുവേ 3-ാം തീയതി 4-ാം തീയതി 4-ാം തീയതി 5-ാം തീയതി ഇരിക്കും എല്ലാ മാസവും. അപ്പോൾ അതിൽ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും എല്ലാ ബ്രാഞ്ചിൻ്റെയും ആൾക്കാരുണ്ടാകുമ്പോൾ പലപ്പോഴും മറ്റുള്ള
ഡിപ്പാർട്ട്മെൻറ്റുകളിലെ പ്രോസസ്സ് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്, ഞങ്ങൾ ഇന്ന ചേഞ്ചസ് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റ് വരുത്തി പറയാൻ തന്നെ ആഗ്രഹിച്ചു വരുന്ന ആൾക്കാരുണ്ട്. കാരണം ദേ വാണ്ട് ടു പ്രൂവ് ദാറ്റ് ദേ ആർ ക്രിയേറ്റിംഗ് സംതിങ് ഗുഡ് ഫോർ ദി കമ്പനി ആസ് വെൽ എസ് ദി കസ്റ്റമർ. നമുക്ക് ലാഭം ഉണ്ടാക്കാനും കസ്റ്റമർക്ക് ഗുണകരമാകാനുള്ള പ്രോസസ്സ് പറയണം, അല്ലെങ്കിൽ ചേഞ്ച് പറയണം എന്ന് ആഗ്രഹിച്ചു വരുന്ന ആൾക്കാരുണ്ടാകുന്നിടത്താണ് നല്ല ടീം വർക്ക് വരുന്നത്. ആ ഒരു വാക്കൊന്ന് എലാബറേറ്റ് ചെയ്യാം. താങ്കൾ റിവ്യൂ പറഞ്ഞില്ല 2 ദിവസത്തേക്ക് എല്ലാ ഹെഡ്സും വരും. എന്ത് മീറ്റിംഗ് ആണ് അത് ഞങ്ങൾ സീനിയർ മാനേജ്മെൻറ്റ് ടീം മീറ്റിംഗ് എന്ന് പറയും. അതിനൊരു പാർലമെൻ്ററി ഓപ്പണിംഗ് സെഷൻ ഉണ്ടാവും. അത് വി വിൽ റിവ്യൂ ഓൾ ദാറ്റ് ഹാപ്പൻ ഇൻ ദ ലാസ്റ്റ് മന്ത്. അപ്പോൾ ഒരു ബഡ്ജറ്റ്സ് ഉണ്ട്, അതിൻ്റെ റിവ്യൂ ആണ്. ദെൻ വി വിൽ പ്ലാൻ ഫോർ ദി നെക്സ്റ്റ് മന്തിലേക്കുള്ള. അപ്പോൾ ആ മാസത്തെ എല്ലാ ബഡ്ജറ്റ് സെയിൽസ് എടുക്കുകയാണെങ്കിൽ കഴിഞ്ഞ മാസം നമ്മൾ എത്രയാണ് വിൽക്കാനായിട്ട് ആഗ്രഹിച്ചിരുന്ന നമ്പേഴ്സ്, അതിൽ എത്ര നമ്മൾ അച്ചീവ് ചെയ്തു, എല്ലാ ബ്രാഞ്ചിലും ഇൻഡിവിജ്വലി എല്ലാം വേരിയൻസ് എന്താണ്. ദെൻ നെക്സ്റ്റ് മന്തിലേക്ക് നമുക്ക് എത്രയാണ് വേണ്ടത്, എന്താണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്, ഇവിടെ വന്ന കുറവ് എവിടെ നിർത്താൻ പറ്റും, അത്രയും. അപ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാവുന്നു. ഈ പറഞ്ഞ പോലെ നമ്മുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജികളെ പാളിപ്പോയിട്ടുണ്ടോ. അപ്പോൾ ഞങ്ങൾ ദുബായിൽ കഴിഞ്ഞ മാസം ഞാൻ ഷാർജയിൽ പോയപ്പോൾ റേഡിയോ അഡ്വർടൈസ്മെൻറ്റ് കൊടുത്തുണ്ട്. 3.5 ലക്ഷം രൂപ റേഡിയോ പരസ്യം കൊടുത്തു. ഭയങ്കര അപ്രീസിയേഷൻ. ഞാൻ എക്സിബിഷൻ സ്റ്റോളിൽ പോയി എല്ലാവർക്കും ഉഗ്ര പരസ്യം കൊണ്ട് റേഡിയോ എന്ന് പറയുന്നുണ്ട്. ഞങ്ങളൊരു ചെറിയ ഒരു 5 മിനിറ്റ് പരസ്യം കൊടുത്തു നോക്കിയാണ്. 5 സെക്കൻഡ് ഉള്ളൂ. അപ്പോൾ നമ്മൾ ഈ ഇതിൽ കാണില്ലേ, എന്താ പറയുക, ഇൻ്റർനെറ്റിൽ കാണില്ലേ, വാണ്ട് ഇറ്റ് സ്വിഗ്ഗി ഇറ്റ്, ഇത്രയുള്ള പരസ്യം. അപ്പം അങ്ങനത്തെ ഒരു പരസ്യം ഞങ്ങൾ കൊടുത്തു നോക്കി. അതായത് ഡോണ്ട് ബൈ ആൻ അപ്പാർട്ട്മെൻറ്റ്, ബൈ അസെറ്റ്, ബൈ ഓൺലി ആൻ അസെറ്റ് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ പരസ്യം ഭയങ്കര ഹിറ്റാതൊക്കെ എല്ലാവരും പറഞ്ഞു. പക്ഷേ ഇതെല്ലാം കഴിഞ്ഞ് ഇത്തവണത്തെ മന്ത്രി മീറ്റിംഗ് നമ്മൾ റിവ്യൂ ചെയ്തപ്പോൾ ദുബായിലെ പെൻഡാ നമ്പറിലാകുമെന്ന് 2 കോളാണ്. 2 കോളൊന്നും. മേ ബി ആൾക്കാർ അതിൽ ഒരു ബ്രാൻഡ് റെഫറൻസ് ഉണ്ടാക്കിയിട്ടുണ്ടാവും, ആൾക്കാർ അസറ്റ് ഹോം സെർച്ച് ചെയ്ത് പോയിട്ടുണ്ടാവും, അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടാവും. കൺവേർട്ട് ആസ് എ ലീഡ്. ഇത് ഡയറക്റ്റ് ലീഡൊന്നുമില്ല, 2 ലീഡ് വന്നിട്ടുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ ഇത്തരം കാര്യങ്ങളൊക്കെ ഈ റിവ്യൂ മെക്കാനിസത്തിനകത്ത് ഇത്തരം കാര്യങ്ങളിലെ, അല്ലെങ്കിൽ ഞാൻ വിചാരിക്കുന്നതായിരിക്കും ഇപ്പോൾ നല്ല പരസ്യമൊന്നും എല്ലാവരും പറഞ്ഞു എന്നുള്ള ധാരണ ഞാൻ ഇരിക്കും. ആക്ച്വലി പരസ്യമൊക്കെ നല്ലതാണ്, കേട്ടിട്ടുണ്ട്, ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷേ എൻഡ് റിസൾട്ടൊന്നുമില്ല. മനസ്സിലായില്ലേ? അതറിയുന്നപ്പോഴാണ് അത് സെയിൽസുകാർ പറയുകയാണ്. മാർക്കറ്റിംഗുകാരൻ വലിയ പരസ്യമൊക്കെ എന്ന് പറയുമ്പോൾ സെയിൽസിന് ആൾക്കാരുണ്ട് വലിയ പരസ്യമൊന്നുമല്ല, അത് 2 എൻക്വയറി കിട്ടുള്ളൂ. അതോടുകൂടി അവിടെ റിവ്യൂ അത് ഇമ്പ്രൂവ് ചെയ്യാനുള്ള സ്റ്റെപ്സിലേക്ക് പോകാൻ പറ്റും. അപ്പോൾ അതിൽ എനിക്ക് തോന്നുന്നു ഇത് ഏത് ബിസിനസ്സിനകത്തും ആവശ്യമായിട്ടോ. കാരണം പല ഡിപ്പാർട്ട്മെൻറ്റുകളും ചേർന്ന് ഫംഗ്ഷൻ ചെയ്യുമ്പോഴാണല്ലോ നമ്മുടെ ഒരു എൻ ബിസിനസ്സിലേക്ക് എത്തുന്നത്. അപ്പോൾ അതിനകത്ത് ഐ തിങ്ക് ദർ ഹാസ് ടു ബി എ പ്രോപ്പർ ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ദ ഡിപ്പാർട്ട്മെൻറ്റ്സ്. മാത്രമല്ല അപ്പോൾ പറയുമ്പോൾ അച്ചടക്കം വരും, ഡിസിപ്ലിൻഡ് ആവും, ബഡ്ജറ്റിംഗ് വരും. നമ്മൾ തോന്നിയ പോലെ ഒന്നും ചെയ്യില്ല. നമുക്കറിയാം അടുത്ത ദിവസങ്ങൾ എന്താ സംഭവിക്കാൻ പോകുന്നത്, എന്തൊക്കെയാണ് ആക്ടിവിറ്റീസ്, മേജർ ആക്ടിവിറ്റീസ് അറിയാം, അതിന് എത്രത്തോളം പ്രിപ്പയർ ചെയ്യണമെന്നുള്ളത് അറിയാം, ഡെലിഗേറ്റ് ചെയ്യാം, ചില ആൾക്കാർ റെസ്പോൺസിബിൾ ആക്കാം. സോ ദാറ്റ് ഇറ്റ് ആക്ച്വലി ക്രിയേറ്റ് എ ഗുഡ് പ്രൊഫഷണൽ ഓർഗനൈസേഷൻ. ഇതിൻ്റെ ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം വെച്ചാൽ ഞങ്ങൾ നടപ്പിലാക്കിയ ഒരു പ്രധാനപ്പെട്ട കാര്യം SMT മീറ്റിങ്ങിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ ഈ SMT മീറ്റിങ്ങിൽ വി യൂഷ്വലി ഇൻവൈറ്റ് 2 or 3 കസ്റ്റമേഴ്സ്. SMT മീറ്റിംഗ് അല്ലേ? സീനിയർ മാനേജ്മെൻറ്റ് ടീം SMT. ആ മീറ്റിങ്ങിലേക്ക് വി വിൽ ഇൻവൈറ്റ് അവർ കസ്റ്റമേഴ്സ്. 2-3 പേരെ നമ്മൾ വിളിക്കും പല സ്ഥലങ്ങളിൽ നിന്നുള്ള. സോ ദേ വിൽ പാർട്ടിസിപ്പേറ്റ് വിത്ത്. 2 ദിവസം ലീവൊക്കെ എടുത്തൊന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഒരു വലിയ പ്രശ്നം ഉണ്ടായിരുന്നു ആദ്യം. കാരണം നമ്മുടെ കസ്റ്റമേഴ്സ് ഒന്നും ഇവിടെ ഇരിക്കുമ്പോൾ നമ്മൾ പറയുകയാണ് അവിടെ ക്വാണ്ടിറ്റി ചെയ്തു, ലീക്ക് വന്നു, വാട്ടർ പ്രൂഫിങ് മോശമായിപ്പോയി എന്നൊക്കെ പറയുമ്പോൾ അത് കസ്റ്റമർ കേൾക്കില്ലേ, അയാൾക്കും തോന്നും. അല്ലെങ്കിൽ ഒരു സൈറ്റിലൊരു യൂണിയൻ ഇഷ്യൂ ഉണ്ട്, ടെമ്പററി ആയിട്ട് അവിടെ വർക്ക് സ്റ്റോപ്പായി, അല്ലെങ്കിൽ ഒരു ലീഗൽ പ്രശ്നം വന്നു, വർക്ക് സ്റ്റോപ്പ് മെമ്മോ വന്നു എന്നൊക്കെ ആ മീറ്റിങ്ങിൽ ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ കസ്റ്റമേഴ്സ് അതിൻ്റെ ഉള്ളിൽ നിന്ന് കേട്ട് കഴിഞ്ഞാൽ വിൽ ബി ഗുഡ് ഫോർ ദ കമ്പനി എന്നൊരു വലിയ ക്വസ്റ്റൻ ഉണ്ടായിരുന്നു. പക്ഷേ വി ഡിസൈഡ് വിൽ ഡു ഇറ്റ്. അങ്ങനെ ഞങ്ങൾ കസ്റ്റമേഴ്സ് ഞങ്ങളോട് ഉണ്ടാവും. അതുകൊണ്ടുള്ള ഗുണം അറിയാമോ, നമ്മുടെ എൻ്റെ ടീം വിൽ ബി വെരി കെയർഫുൾ. അവർ പ്രോപ്പറായിട്ട് പ്രിപ്പയർ ചെയ്തിരും, കസ്റ്റമർ ഉണ്ടെന്നുള്ളത് അറിയാം. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ, കൃത്യമായിട്ടുള്ള ചർച്ചകളും കാര്യങ്ങളൊക്കെ ചെയ്യും. ഇതിനേക്കാളൊക്കെ ഉപരിയായിട്ട് കസ്റ്റമർ വിൽ ആക്ച്വലി കറക്റ്റ് ചെയ്യും. നമ്മുടെ പ്രശ്നം കസ്റ്റമർ വിചാരിച്ചിരും. നമ്മൾ പറയണമെങ്കിൽ ഒരു പ്രശ്നം വന്നിട്ടുണ്ട്, അയ്യോ എങ്ങനെ കസ്റ്റമേഴ്സിന് അറിയിക്കും, ഇത് പ്രശ്നമാണ്, ഇത് പറയാൻ പാടുണ്ടോ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കസ്റ്റമറിന് പറയും യു ഷുഡ് ടെൽ ലൈക്ക് ദിസ്. ഞങ്ങളൊരു പ്രോജക്റ്റ് 10 ദിവസം ഡിലേ ആയി തന്നെ വിചാരിക്കാം, ഇത് ആ വർഷം മാറ്റി വയ്ക്കണം. ഒരു കസ്റ്റമർ പറഞ്ഞാൽ നിങ്ങളൊരു മെയിൽ അയച്ചാൽ മതി, അതായത് ഞങ്ങളുടെ ക്വാളിറ്റി ഇൻസ്പെക്ഷൻ ബാക്കിയുള്ള കാര്യങ്ങൾ കുറച്ചുകൂടെ സമയം എടുക്കുന്നുണ്ട്, വി നീഡ് 10 more days ടു കസ്റ്റമർ തന്നെ സൊല്യൂഷൻ ഹാൻഡ് ഓവർ ദ പ്രോജക്റ്റ്. അത് വേറെ ഒന്നുമല്ല, വി വാണ്ട് ടു ഡു ദ പ്രോപ്പർ ക്വാളിറ്റി ചെക്ക് ആൻഡ് ഓൾ, സോ ഇറ്റ് ടേക്സ് 10 more days എന്ന് പറഞ്ഞാൽ ഒരു കസ്റ്റമറും പറയില്ല നിങ്ങളുടെ അടുത്ത് ക്വാളിറ്റി ചെക്ക് ചെയ്യേണ്ട ഈ ഫ്ലാറ്റ് എന്തൊക്കെ ആരും പറയില്ല.
ശരിയല്ലേ? ഒരു കസ്റ്റമറോട് പറഞ്ഞത് എന്താ? അപ്പോൾ ഞാൻ പറയുന്നത് ചിലപ്പോൾ കസ്റ്റമറാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനകത്ത് നല്ല ഇൻപുട്സ് വരുന്നത്. അപ്പോൾ ഈ മന്ത്ലി ടീം മീറ്റിങ്ങിനകത്തൊക്കെ മേ ബി സെയിൽസ് റിവ്യൂലായിരിക്കില്ല നമ്മൾ അവരെ ഇരുത്തുന്നത്, ബാക്കിയുള്ള സെയിൽസ് റിവ്യൂലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഇതിനകത്ത് കസ്റ്റമർ വൺ സൈഡ് അവിടെയാണ് അതിൻ്റെ പ്രത്യേകത. കസ്റ്റമറെ കൂടെ നമ്മൾ ഇതിനകത്തേക്ക് എടുക്കുമ്പോൾ കസ്റ്റമർക്കും ഒരു ഓണർഷിപ്പ് വരാണ്, കസ്റ്റമർക്ക് റെസ്പോൺസിബിലിറ്റി. കാരണം അയാൾ വെറുതെ വന്നിരുന്നു വല്ലതും പറയില്ലോ. സോ ഹി വിൽ ആക്ച്വലി ട്രൈ ടു ഹെൽപ്പ് അസ്. അപ്പോൾ ഞങ്ങളിപ്പോൾ അങ്ങനെ ചെയ്തപ്പോൾ ഞങ്ങളുടെ കസ്റ്റമർ ഓൺ ബോർഡ് മീറ്റിങ്ങിന് വന്ന് 50 പേരെ ചേർത്ത് ഞങ്ങളൊരു കസ്റ്റമർ സർക്കിൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ അവർ ഞങ്ങൾക്ക് പുതിയ പ്രോജക്റ്റ് വരുമ്പോൾ എന്തൊക്കെ ചെയ്യണമെന്ന് പറയും. ഈ 50 പേര് മാസത്തിൽ ഒരു മീറ്റിംഗ് വിളിച്ചാൽ മതി, ഒരു ചെറിയ ഗെറ്റ് ടുഗദർ 50 പേര് വിളിച്ചാൽ ഒരു 10-20 പേര് വരും. അപ്പോൾ ഞങ്ങൾ പറയുന്ന ഒരു പുതിയ പ്രോജക്റ്റ് വരുന്നുണ്ട്, തിരുവനന്തപുരത്ത് ഇങ്ങനെ പ്രോജക്റ്റ് വരുന്നു, അവിടെ ഞങ്ങൾ ഈ കൂടുതൽ പ്രകൃതിയോട് ഇണങ്ങി ഉള്ളൊരു പ്രോജക്റ്റ്. അപ്പോൾ അവർ പറയും അങ്ങനെയാണെങ്കിൽ ഇന്ന കയ്യിലോട് ചെന്ന് നല്ലതായിരിക്കും. അങ്ങനെ പല അപ്പോൾ യു ഗെറ്റ് ന്യൂ ഐഡിയസ്. ഇപ്പോൾ നമ്മൾ ദിവസം അവർ ഐഡിയ ഉണ്ടാക്കുന്ന ആൾക്കാരൊന്നുമല്ല നമ്മൾ. യു ഹാവ് ടു ഗെറ്റ് ഇറ്റ് ഫ്രം ദി കസ്റ്റമർ, യു ഹാവ് ടു ഗെറ്റ് ഫ്രം ദി അതർ പീപ്പിൾ. ഇവിടെ ഇരിക്കുന്ന ആൾക്കാരിൽ ആരുടെ എന്തെങ്കിലും ചിലപ്പോൾ എനിക്കൊരു ഐഡിയ കിട്ടും. അതാണ് എൻ്റെ ടേക്ക് ബാക്ക്. അല്ലെങ്കിൽ എനിക്കെന്ത് കാര്യം കൊണ്ടുപോകുന്നത് തുറന്നു പറഞ്ഞത് ശരിയല്ല. അപ്പം അങ്ങനെ നമുക്ക് കിട്ടുന്ന ഐഡിയകളൊക്കെ ചേർത്തിട്ടാണ് നമ്മൾ പുതിയ പ്രോജക്റ്റ്. അല്ലെങ്കിൽ ഇതിനകത്ത് എന്ത് വ്യത്യാസമുണ്ട്, ഒരു ബിൽഡറും വേറെ ബിൽഡറും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. ഞങ്ങൾ ആ വ്യത്യാസങ്ങൾ ക്രിയേറ്റ് ചെയ്ത് ഞങ്ങൾ കസ്റ്റമറെ കേട്ടോണ്ടാണ്. ഞാനിപ്പോൾ ഈ പറഞ്ഞ തിരുവനന്തപുരത്തെ പ്രോജക്റ്റ് നമ്മളെല്ലാവരും എല്ലാ ബിൽഡർമാരും പറയുന്നത് ലൈഫ് സ്റ്റൈലാണ്. ലൈഫ് സ്റ്റൈൽ എന്നല്ല പറയും, ഞങ്ങളതിനെ ലീഫ് സ്റ്റൈൽ എന്നൊക്കെയാണ് പ്രോജക്റ്റ്. ആ പ്രോജക്റ്റിൻ്റെ പേരും ലീഫ് എന്നാണ്. അപ്പോൾ എന്താണ് ആ പ്രോജക്റ്റ് അങ്ങനെ വരാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലീഫാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെയൊക്കെ ജീവൻ നിലനിർത്താനായിട്ടുള്ള അടിസ്ഥാന കാരണം അല്ലേ. കാർബൺ ഡൈ ഓക്സൈഡ് വലിച്ചെടുത്തിട്ട് ഓക്സിജൻ പുറത്തേക്ക് വിടുന്നു എന്ന് പറയുന്നതുകൊണ്ടാണ് നമ്മളൊക്കെ ശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്. കറക്റ്റ് അല്ലേ? അപ്പോൾ ഒരു സസ്റ്റൈനബിൾ പ്രൊജക്റ്റ് അങ്ങനത്തെ ഒരു പ്രോജക്റ്റ് ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ ഞങ്ങൾ ലീഫ് എന്നൊരു പേരിടുകയും ലൈഫ് സ്റ്റൈൽ വരെ ലീഫ് സ്റ്റൈൽ എന്നൊരു വേർഡ് ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ പിന്നെ അതിനകത്ത് ചർച്ചകൾ വരികയായി. അപ്പോൾ ആ ചർച്ച വന്നപ്പോൾ എന്താ കൊണ്ടുണ്ടായെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു തീരുമാനം വന്നു വെച്ചാൽ സാധാരണ ബിൽഡർമാർ ലീഫ് എന്ന് ചെക്ക് ലീഫാണോ, അല്ലാണ്ട് ലീഫല്ല. പ്രത്യേകിച്ച് ഞങ്ങളുടെ ലാൻഡ് ഓണർ മുത്തൂറ്റാണ്. അപ്പോൾ ശരിക്കും ചെക്ക് ലീഫ് തന്നെയായി. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഒരു ചെക്ക് ലീഫുമായിട്ട് വന്നിട്ട് വേണ്ട ഫ്ലാറ്റ് ബുക്ക് ചെയ്യേണ്ടത്, പകരം ചെക്ക് ലീഫൊക്കെ മേടിച്ചോട്ടെ, ബട്ട് ദേ ഷുഡ് പ്ലാന്റ് എ ട്രീ അറ്റ് ദ സൈറ്റ് ആൻഡ് ബുക്ക് ദ അപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ 136 ഫ്ലാറ്റ് ഉണ്ട്, 136 പേർക്ക് ഓരോ മരം ഉണ്ട് അതിനകത്ത്. അപ്പോൾ ഫ്ലാറ്റിൻ്റെ ബുക്കിംഗ് ഫോം എഴുതേണ്ട കൂട്ടത്തിൽ സൈറ്റ് അവിടെ ഒരു മരം നടണം. അപ്പോൾ നമ്മൾ ആ പ്രോസസ്സ് എൻ്റെ പ്രോസസ്സും നമ്മൾ ആ ലീഫ് സ്റ്റൈലായിട്ട് കണക്ട് ചെയ്യണം. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഉള്ളൊരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ യു ഗെറ്റ് എ പ്രീമിയം ഓൺ യുവർ പ്രൊഡക്റ്റ്. വെറുതെ നമ്മൾ പറയാമല്ലോ, നമ്മൾ ശരിക്കും അവരെ കൂടെ എൻഗേജ് ചെയ്യണം. കസ്റ്റമർ കൂടി എൻഗേജ് ചെയ്യപ്പെടുകയാണ്. കസ്റ്റമർ നമ്മുടെ ബിസിനസ്സിൻ്റെ ഭാഗമാണ്. അപ്പോൾ അവർ SMD മീറ്റിൽ വന്നിരിക്കുന്നതും സൈറ്റിലൊന്ന് മരം നടുന്നതും ഈ പറഞ്ഞ പോലെ ഞങ്ങൾ ഈ ടച്ച് പോയിൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യാണ്ട്. ഈ കൺസ്ട്രക്ഷൻ സൈറ്റിലെ ടച്ച് പോയിൻറ്റ്സ് ഞാനിപ്പോൾ കല്ലിടുന്ന ദിവസം അത് ടച്ച് പോയിൻ്റാണ്. അപ്പോൾ കല്ലിടുന്ന ആൾക്ക് ഒരു ദർശനം കൊടുക്കുന്ന ചിലപ്പോൾ ഒരു പക്ഷേ ആദ്യത്തെ ഫ്ലാറ്റ് ബുക്ക് ആളായിരിക്കും. ഇത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു പക്ഷേ സാമ്പിൾ അപ്പാർട്ട്മെൻറ്റ് വരും. സാമ്പിൾ അപ്പാർട്ട്മെൻറ്റ് വരുമ്പോൾ അതിനവരേറ്റ് ഒരു കസ്റ്റമറായിരിക്കും. അത് കഴിഞ്ഞ് നമ്മളതിനെ ഫർണിഷ് ചെയ്ത് ഇന്ത്യയുടെ ഡെക്കറേഷനൊക്കെ ചെയ്ത് അതും ഒരു കസ്റ്റമറായിരിക്കും ചിലപ്പോൾ ചെയ്യുക. ലാസ്റ്റ് കോണ്ടിറ്റ് പലപ്പോഴും നമ്മൾ പറയും, പണ്ടൊക്കെ വീട് വേണ്ടുമ്പോൾ അവസാനത്തെ കോണ്ടിറ്റിന് അവർക്ക് ആഹാരം കൊടുക്കുന്നത്. അപ്പോൾ ഞങ്ങളിപ്പോൾ ആഹാരം കൊടുക്കുന്നുണ്ട്. എങ്ങനെ കൊടുക്കുന്നത് വെച്ചാൽ വിൽ കോൾ ഓൾ ദ കസ്റ്റമേഴ്സ്, ഞങ്ങളെങ്കിലും ആഹാരം കൊടുക്കും, യു ക്യാൻ കം ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് ദ ഫുഡ്. അപ്പോൾ അവരൊന്ന് വിളമ്പി കൊടുക്കും. ഇൻ ദാറ്റ് പ്രോസസ് നമ്മുടെ അടുത്തൊന്നും ആരും കേസൊന്നും പോകില്ല. കാരണം ചില ദേ നോ ഇറ്റ് ഇസ് അവർ കമ്പനി, ഇറ്റ് ഇസ് അവർ പ്രൊഡക്റ്റ്, നമ്മളോട് പാർട്ടാണല്ലോ എൻ്റെ. ഈ നമ്മളിവരെ മാറ്റി നിർത്തുമ്പോൾ ഈ കസ്റ്റമറെ നമ്മൾ മാറ്റി നിർത്തി കഴിയുമ്പോൾ കുഴപ്പമെന്ന് വെച്ചാൽ ദേ ഫീൽ ദാറ്റ് എന്തൊക്കെയോ എന്തോ സസ്പീഷ്യസ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ ആ സസ്പീഷ്യസ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല, ട്രാൻസ്പെറൻ്റ് ആണെന്ന് നമ്മൾ പറഞ്ഞാൽ മാത്രം പോരാ, അവർക്ക് ബോധ്യപ്പെടുക കൂടെ വേണം. അങ്ങനെ ബോധ്യപ്പെടാനായിട്ടെന്ന് വെച്ചാൽ ഇത്തരം ടച്ച് പോയിൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ അത്തരം ടച്ച് പോയിൻറ്റ്സ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാലുള്ള ഗുണം എന്ന് വെച്ചാൽ ഇതൊന്നും എനിക്ക് പേടിയാവുന്ന കാര്യമല്ല, ഇതെല്ലാം നമ്മൾ ഡെലിഗേറ്റ് ചെയ്യുന്നതാണ്. സംബഡി വിൽ ടേക്ക് ദ ഓണർഷിപ്പ് ആൻഡ് ഡു ഇറ്റ്. അപ്പോൾ അങ്ങനെ ഡെലിഗേറ്റ് ചെയ്യുമ്പോഴുള്ള ഗുണം എന്ന് വെച്ചാൽ അവിടെ ഒരു നല്ല ബന്ധം വരും. എവിടെ എന്നോടുള്ളതിനേക്കാളും വലിയ ബന്ധമായിരിക്കും ചിലപ്പോൾ സൈറ്റ് എഞ്ചിനീയറും അവിടെ ഫ്ലാറ്റ് ബുക്ക് ചെയ്ത ആളും നമ്മളുണ്ടാകുക. അപ്പോൾ ദോസ് തിങ്സ് വിൽ ആക്ച്വലി ഹെൽപ്പ് അസ് ടു എന്താ പറയുക, കുറേ കൂടെ നല്ലൊരു എല്ലാവർക്കും സന്തോഷത്തോടെ പോകാൻ പറ്റുന്നൊരു അന്തരീക്ഷം സൃഷ്ടിക്കാനുള്ള സാഹചര്യം കിട്ടും. അപ്പോൾ ഇതൊന്നും ഞാൻ മുകളിൽ നിന്നുകൊണ്ട് ചെയ്യാൻ പോയി നടക്കില്ല. നാളെ ഒന്ന് ഓർഡർ ഇട്ടൊന്നിരിക്കുക താഴ്ത്തേക്ക് നിങ്ങളെല്ലാവരും ഇങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞാൽ ആരും ചെയ്യൂ. അതേ സമയത്ത് തന്നെ ഇത് ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത പറഞ്ഞ് മനസ്സിലാക്കി അവരുടെ കൂടെ ഒരു ആശയമായിട്ട് അവരത് ഇംപ്ലിമെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇത്തരം തീരുമാനങ്ങളെല്ലാം ഇത്തരം മീറ്റിങ്ങുകളിലാണ് നടക്കുന്നത്. മിക്കവാറും എല്ലാം അങ്ങനെ മീറ്റിംഗ് നടക്കാറ്. ഫൈനലി എല്ലാവരും കൂടി ചേർന്ന് കൈയടിച്ച് എടുക്കുന്ന തീരുമാനങ്ങളാണ് ചെയ്യും. അവിടെയാണ് ഈ ഓണർഷിപ്പ് എന്ന് പറയുന്നത്. നമുക്ക് നമ്മുടെ എല്ലാവരുടെയും പ്രശ്നം നല്ല എംപ്ലോയീസിനെ കിട്ടാനില്ല എന്ന് പറയുന്നു, ഓൺ ദി അതർ സൈഡ് നല്ല ആൾക്കാരെ കിട്ടാനും ഉണ്ട്. ഈ ഓണർഷിപ്പ് എംപ്ലോയീസ് എടുക്കുന്നത് എപ്പോഴാണ്?
നമ്മൾ എന്ത് ചെയ്യുമ്പോഴാണ് അവർ ഒന്ന് ഇൻവോൾവ്മെൻ്റ് ആണെന്ന് പറഞ്ഞു, വേറെന്താ? അത് നമ്മുടെ നാട്ടിലേക്ക് നോക്കിയാൽ ഇപ്പോൾ കേരളത്തിൽ നിങ്ങൾക്കൊരു കാര്യം ചെയ്യണമെന്ന് ഇരിക്കാം. കേരളത്തിൽ നിങ്ങൾക്കൊരു കാര്യം ഇംപ്ലിമെൻ്റ് ചെയ്യണം. നാളെ മുതൽ എറണാകുളം ടൗണിനകത്തുള്ള ആൾക്കാരും ഫുട്പാത്തിലൂടെ ബൈക്ക് ഓടിക്കാൻ പാടില്ല തീരുമാനിച്ചതായിരിക്കും. അത് നിങ്ങൾക്കൊരു ഓർഡർ ഇറക്കാം, പോലീസിന് നിർത്താം, ഫൈൻ ചെയ്യിക്കാം. ശരിയാണല്ലോ? അല്ലെങ്കിൽ നിങ്ങൾക്കൊരു കാര്യം ചെയ്യാം, അങ്ങനെ ചെയ്യുന്നവരുടെ ബൈക്ക് പിടിച്ചെടുക്കാൻ തീരുമാനിക്കാം. പക്ഷേ എനിക്ക് തോന്നുന്നൊന്നും നടക്കില്ല. ഇത് നടക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതൊരു പ്രസ്ഥാനം പോലെ വേണം. എല്ലാവർക്കും ഇൻവോൾവ്മെൻ്റ് ഉള്ള ഒരു സംഭവമായിട്ടത് അവതരിപ്പിക്കപ്പെടണം. അപ്പോൾ ഓരോ ഇൻഡിവിജ്വലിൻ്റെ ഉത്തരവാദിത്വമായി അങ്ങനെ അവിടെ നടക്കാൻ പാടില്ലെന്നുള്ളത്. ഇത് തന്നെയാണ് ഓർഗനൈസേഷനകത്ത് നടക്കുന്നത്. നമ്മളൊരു കാര്യം അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചാൽ ഐ ഡോണ്ട് തിങ്ക് ഇറ്റ് വിൽ ഹാപ്പൻ. ഒരിക്കലും നടക്കില്ല. നമുക്കാണെങ്കിൽ നോട്ടീസ് ഇറക്കാം, ഫൈൻ അടിപ്പിക്കാം, അങ്ങനെ പലതും ചെയ്യും. ഇപ്പോൾ സൈറ്റിലെ സേഫ്റ്റിക്കൊക്കെ നമ്മൾ ഈ ചില സ്ഥലത്ത് ചിലപ്പോൾ ആവശ്യമുണ്ട്. ഇപ്പോൾ ഈ ബംഗാളി വർക്കേഴ്സൊക്കെ എത്ര പറഞ്ഞാലും ഒരു ഹെൽമെറ്റ് തലവിക്കില്ല. ഒരു ഹെൽമെറ്റ് എടുത്തിട്ട് ഇങ്ങനെ വെള്ളം കുടിക്കാണ്ട്, മഴ പെയ്യുമ്പോൾ വെള്ളം കുടിക്കാണ്ട് ഹെൽമെറ്റ് ഉപയോഗിക്കുക, ഹെൽമെറ്റ് തലയിൽ വയ്ക്കില്ല. അപ്പം അങ്ങനെയുള്ളവരോട് നമ്മളത് ഫൈൻ അടിക്കും. പക്ഷേ അതല്ലാതെ ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള മാർഗ്ഗങ്ങളുണ്ട്. നമ്മൾ ട്രെയിനിങ് കൊടുത്ത് പ്രോപ്പറായിട്ട് അവരുടെ പരസ്പരം. അപ്പോൾ ഞാനും ഷമീമും വർക്കേഴ്സാണെങ്കിൽ എൻ്റെ ഹെൽമെറ്റ് അല്ല ഞാൻ പറഞ്ഞു, ഞാൻ ഷമീമിൻ്റെ ഹെൽമെറ്റ് നോക്കണം. അങ്ങനെ ആയാലോ? ഷമീം എൻ്റെ ഞാൻ ഷമീമിനോട് അവരുടെ ഹെൽമെറ്റ് വയ്ക്കാം. അപ്പോൾ അത് അങ്ങനത്തെ ഒരു പ്രസ്ഥാനമായിട്ട് അതിനെ കൊണ്ടുനടക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ഇതെല്ലാം ഡെലിഗേഷനാണ്, അല്ലാണ്ട് വേറെ ഒന്നുമല്ല. ഉള്ളി തിങ്സ് ദാറ്റ് അത് ഈ പറഞ്ഞ പോലെ ഒരു ഓർഡറുകളിലൂടെ ഇംപ്ലിമെൻറ്റ് ചെയ്യപ്പെടുന്ന ഡെലിഗേഷനാണോ, മറിച്ച് ഓണർഷിപ്പിലൂടെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന ഡെലിഗേഷനാണോ എന്ന് നോക്കിയാൽ മതി. അതിനോട് ചേർത്തൊരു ചോദ്യം ചോദിച്ചോട്ടെ. കാരണം അസറ്റിൻ്റെ കൾച്ചർ അറിയുന്ന വ്യക്തി എന്ന നിലയ്ക്ക് നിങ്ങളുടെ ഉള്ളിലൊരു വളരെ എന്താ പറയുക എൻകറേജിങ് കൾച്ചർ, നിങ്ങൾക്ക് ഗ്രൂപ്പുണ്ട്, അതിൽ പാട്ട്, MD ചിലപ്പോൾ പാട്ട് പാടും, വർക്ക് ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു വർക്ക് കൾച്ചർ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാം. അല്ല, നമ്മൾ നോക്കുന്നത് ശരി 24 hours സ്റ്റാഫിനെ എൻഗേജ് ചെയ്യാനുള്ള പഴയ എന്താ വേറെ ഒന്നുമല്ല, ഫുൾ എൻഗേജ് ചെയ്യുക. വീട്ടിൽ പോയാൽ അസറ്റിനെ മറക്കരുത്. അപ്പോൾ അതിന് ചെയ്യാം. അപ്പോൾ വീട്ടിൽ പോയിട്ട് ഒരു ജോലി ചെയ്യിപ്പിക്കാൻ പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ വാട്ട് യൂസ് ടു ഡു ഞങ്ങൾക്ക് ഈ മൈക്കൊന്ന് പിടിക്കും. വാട്സപ്പ് ഗ്രൂപ്പില്ലേ, വാട്സപ്പ് ഗ്രൂപ്പിൽ തുടങ്ങിയ സമയത്ത് തുടങ്ങിയ ഒരു പരിപാടി. അതായത് ആർക്കും പണിയാൻ ഒരു സിംഗേഴ്സ് ഗ്രൂപ്പുണ്ട്. എല്ലാവരും ഉണ്ട് ആ ഗ്രൂപ്പിൽ. അതിൽ ആൾക്കാർക്ക് പാട്ട് പാടാം. അപ്പോൾ ചില ആൾക്കാർ വീട്ടിലേക്ക് ഡ്രൈവ് ചെയ്യുമ്പോൾ ഒരു പാട്ട് പാടും, ആ പാട്ടത് കേൾക്കും. അപ്പോൾ ഒരാളത് തിരിച്ചൊരു പാട്ട് പാടും. അപ്പോൾ ഇതിങ്ങനെ പോവും, 11 മണി 12 മണി വരെയൊക്കെ പാട്ടൊക്കെ കേട്ടിട്ട് പോകും. അതിനിടയ്ക്ക് ചില ആൾക്കാർ വീട്ടിലുള്ള ആൾക്കാരെ പാടും. അപ്പോൾ അങ്ങനെ അതങ്ങനെ അപ്പോൾ ആ ഒരു ബന്ധം വിട്ടുപോകില്ല. ഈവൻ ആ പാട്ട് പാടുമ്പോൾ നാളെ ഈ കാര്യം ഇയാളെ കൊണ്ട് ചെയ്യിക്കാണ്ടെന്ന് വേറെ ആളാവുക. അപ്പോൾ ഒരു കണക്റ്റോടെ വരും. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഏറ്റവും രസമുള്ള സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ കസ്റ്റമേഴ്സ് നമ്മളോട് പറഞ്ഞു ഞങ്ങൾക്കും പാടാൻ അറിയാം. എനിക്ക് തോന്നുന്നു കേരളത്തിലെ ബിൽഡർമാരിലെ കസ്റ്റമേഴ്സിനോട് പാട്ട് പഠിച്ചത് അസറ്റ് ഹോംസ്. ഞങ്ങൾക്കൊരു റേഡിയോ ഉണ്ട്, ഇൻഫോർട്ട് റേഡിയോ ഉണ്ട് അസറ്റ് ഹോംസിൻ്റെ, സല്ലാം എന്നുള്ള പേരിൽ. അതെല്ലാ ശനിയാഴ്ച വൈകുന്നേരം 6 മണി മുതൽ 9 മണി വരെ ഫങ്ഷനിങ് ആണ്. അപ്പോൾ അതിലേക്ക് കസ്റ്റമേഴ്സിന് പാട്ടൊക്കെ പാടി അയക്കാം, കസ്റ്റമേഴ്സിനോട് അച്ചീവ്മെൻറ്റ്സ് അറിയിക്കാം. അപ്പോൾ പലരും പറയും അതിനിങ്ങനെ എഞ്ചിനീയറിംഗ് എൻട്രൻസിൻ്റെ റിസൾട്ട് കഴിഞ്ഞു BIT അഡ്മിഷൻ കിട്ടി. അപ്പോൾ ഞങ്ങളതൊക്കെ അനൗൺസ് ചെയ്യും. പിന്നെ ഞങ്ങളുടെ എല്ലാ ഡാറ്റാബേസിലും എല്ലാ ബർത്ത്ഡേക്കാരും ഞങ്ങൾ ആശംസ അറിയിക്കും പാട്ടൊക്കെ വെച്ചിട്ട്. അപ്പോൾ കുറേയധികം ആൾക്കാർ, ഞങ്ങളുടെ കസ്റ്റമർ ബേസിൽ കുറേയധികം ആൾക്കാർ, 1000 പേര് വരെയൊക്കെ ഈ സാറ്റർഡേ വൈകുന്നേരം ഞങ്ങൾ റേഡിയോ ഒക്കെ ഉണ്ട്, പരസ്യം പണി കൊടുത്തു. ഇവർക്ക് പരസ്യം കൊടുക്കാനുണ്ട്, കാരണം ഞങ്ങളുടെ കസ്റ്റമേഴ്സ്. അപ്പോൾ അവിടെ നമ്മൾ ചെയ്യുന്ന കാര്യം വെച്ചാൽ അവിടെ നമ്മൾ എൻഗേജ് ചെയ്യണം കസ്റ്റമറെ. ഇതിനകത്തൊരു ഒരേ ഒരു ബെനിഫിറ്റ് ഞാൻ കണ്ടെന്ന് വെച്ചാൽ ഇതിനകത്ത് പറഞ്ഞു തീർക്കാൻ പറ്റാത്തൊരു പ്രശ്നം ഉണ്ടാവില്ല, അല്ലാത്തൊരു പ്രശ്നം ഉണ്ടാവില്ല. മറ്റേതെന്ന് വെച്ചാൽ നമ്മൾ കസ്റ്റമർ വേറെ നമ്മൾ വേറെ മാറി നിന്ന് കഴിയുമ്പോൾ അതുകൊണ്ട് ഞങ്ങളുടെയൊക്കെ പ്രൊഡക്റ്റൊക്കെ എന്ന് പറയുമ്പോൾ അത് കണ്ടിന്യൂസ് 15 കൊല്ലം 20 കൊല്ലം കഴിഞ്ഞിട്ടും ആൾക്കാർക്ക് ആവശ്യങ്ങൾ വരുന്ന സാധനങ്ങളായിരിക്കും. നമ്മളൊരു എന്താ പറയുക, ഒരു ഫുഡ് ഐറ്റം കൊടുത്താൽ കഴിച്ച് കഴിയുമ്പോൾ തന്നെ ആൾക്കാർ നല്ലതെന്ന് പറയും. സാധാരണ പണ്ട് പറയുക ആഹാരം കഴിച്ച് പിറ്റേ ദിവസം പറയുമ്പോഴുള്ളൂ നല്ലതാണത്. ഇപ്പോൾ അത്ര പോലും ഗ്യാപ്പില്ല. നിങ്ങൾ ഫാസ്റ്റ് ഫുഡ് മറുപടി ഞാൻ പറഞ്ഞാൽ ആൾക്കാർ നല്ലതെന്ന് പറഞ്ഞു പോകും. ഞങ്ങളുടെ ബിസിനസ്സിനൊക്കെ കുഴപ്പമെന്ന് വെച്ചാൽ അതിങ്ങനെ എത്രയോ വർഷം കഴിഞ്ഞാൽ അവർ കുടിച്ചുകൊണ്ടിരിക്കും എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ. അപ്പോൾ നമ്മുടെ ആ സർവീസ് ഞങ്ങൾ കൊടുക്കില്ല, 5 കൊല്ലം കഴിഞ്ഞു എന്നൊക്കെ ഞങ്ങൾ പറയുന്നൊരു സിറ്റുവേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ദെൻ നമ്മുടെ ഈ ബിസിനസ് ചെയ്യാൻ പറ്റിയ ആൾക്കാരല്ല. കാരണം നമ്മളവിടെ കണക്ക് കുറയാണ് ദിവസം കൊടുത്ത്, അത് നടക്കില്ല. നിങ്ങൾ കൺസ്ട്രക്ഷനിലും
വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിട്ടുണ്ട് അല്ലേ? എന്തൊക്കെയായിരുന്നു ഒന്ന് കുറച്ച് എടുത്തു പറയുകയാണെങ്കിൽ? ഇല്ല, നമ്മൾ പുതിയ ടെക്നോളജി എപ്പോഴും യൂസ് ചെയ്യാറുണ്ട്. ഇപ്പോൾ നമ്മൾ കാലിക്കറ്റ് ചെയ്യുന്ന പ്രോജക്റ്റ് മേവൻ ടെക്നോളജിയാണ്. അത് ഷിയർ വോൾ നേരെ സ്ലാബും ബീമും എല്ലാം ഒന്നിച്ച് വാർത്ത് പോകുന്ന ടെക്നോളജി നമ്മൾ ചെയ്യണം. അത്തരം ന്യൂ ടെക്നോളജി നമ്മൾ കസ്റ്റമേഴ്സിന് വേണ്ടിയും കുറേ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇത്തരം അത് കസ്റ്റമർ സർവീസ് സൈഡിൽ നമ്മുടെ കസ്റ്റമർ ഡിലൈറ്റ് എന്ന് പുതിയ ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. അതിൽ സ്റ്റാറ്റ്യൂട്ടറി ആയിട്ട് നമ്മൾ ചെയ്യേണ്ടതല്ലാത്തതായിട്ടുള്ള കുറേയധികം കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. ടെക്നോളജി സൈഡിലും ഏറ്റവും പുതിയ ടെക്നോളജി നമ്മൾ കൺസ്ട്രക്ഷനിലും ഒപ്പം തന്നെ മെറ്റീരിയൽസിലും നമ്മുടെ ബിൽഡിങ്ങിൻ്റെ പാർട്സിലും എല്ലാം കൊണ്ടുവരാൻ ശ്രമിക്കാറുണ്ട്. കാരണം ഈ ഒരു സാധനം മാത്രമാണല്ലോ ആൾക്കാർ പുതിയതെന്നല്ല എന്ന് പറയുന്നത്. ടെക്നോളജി ബാക്കി എല്ലാ സാധനവും പഴയതല്ല എന്ന് എല്ലാവരും പറയുള്ളൂ. പാട്ട് വേണ്ട പറയും പഴയ പാട്ടായിരുന്നല്ലെന്ന് പറയും, ശരിയല്ലേ? സിനിമയുടെ പഴയ സിനിമ അല്ല എന്ന് പറയും. ടെക്നോളജി പഴയ ടെക്നോളജി അല്ലാതാരും പറയില്ല. അപ്പോൾ ടെക്നോളജിക്ക് എപ്പോഴൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം നമ്മൾ എന്ത് പുതിയ ടെക്നോളജി കൊണ്ടുവന്നു കഴിഞ്ഞാലും അത് കസ്റ്റമേഴ്സിന് ഗുണകരമാണെന്നുള്ള ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രീമിയം നമുക്ക് തന്നെ ഉണ്ടാകും. നമ്മളൊരു 100 സ്ക്വയർ ഫീറ്റ് കൂടുതൽ വരുന്ന ടെക്നോളജി അഡോപ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു 150 രൂപയും തിരിച്ച് നമുക്ക് കിട്ടും. നിങ്ങളുടെ ഒരു ബിസിനസ് മോഡൽ തന്നെ വളരെ യുണീക്കാണ്. കാരണം കൺസ്ട്രക്ഷൻ മേഖലയിൽ നമ്മൾ കണ്ടിട്ടുള്ളത് ഒരു ലാൻഡ് പർച്ചേസ് ചെയ്യുക, അവർക്ക് നിങ്ങൾ ഒരു എൻഡിൽ ഐ ഹവ് സീൻ ഒരു ബിസിനസ്സിൻ്റെ വിജയം എന്ന് പറയുന്നത് ഒന്ന് കസ്റ്റമേഴ്സാണ്, രണ്ട് നമ്മുടെ ഒരു നല്ല എംപ്ലോയീസ് ഉണ്ടാവുക എന്നുള്ളതാണ്. പക്ഷേ നിങ്ങളൊരു സ്ട്രാറ്റജിക് പാർട്ട്ണറാണ് ഈ ലാൻഡ് എന്ന് പറയുന്നത്. ലാൻഡ് എന്ന് പറയുന്നത് വളരെ എക്സ്പെൻസീവാണ്. പക്ഷേ നിങ്ങളൊരു വ്യത്യസ്തമായൊരു മോഡൽ തന്നെ ആസ് എ ഹോംസ്, യു ഡോണ്ട് ഇൻവെസ്റ്റ് ഇൻ ലാൻഡ്, റൈറ്റ്? എന്താണ് വളരെ കുറച്ച് ലാൻഡ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുള്ളൂ. നമ്മൾ കാരണം ലാൻഡ് നമ്മളെ സംബന്ധിച്ചുള്ള ഒരു അസംസ്കൃത വസ്തുവാണ്. അപ്പോൾ അതൊരാൾ നമുക്ക് തരികയാണെന്നുണ്ടെങ്കിൽ അത് ഏറ്റവും വലിയ റോ മെറ്റീരിയലാണ്. അപ്പോൾ അതൊരാൾ തരികയാണെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ കോസ്റ്റ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് വല്ലാണ്ട് കുറഞ്ഞു. സോ ദാറ്റ് വി ക്യാൻ ഡു ലോട്ട് ഓഫ് പ്രോജക്ട്സ്. വലിയ സ്ഥാപനമാണെങ്കിൽ അതേ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഒരു പ്രോജക്റ്റ് കഴിഞ്ഞ് അതിൻ്റെ ക്യാപിറ്റലൊക്കെ തിരിച്ചു വന്നിട്ട് വേണം അടുത്ത പ്രോജക്റ്റ് തുടങ്ങാൻ. അല്ലെങ്കിൽ 2 3 അത് എത്ര പ്രോജക്റ്റ് ഒരു സമയത്ത് ഒരാൾക്ക് ചെയ്യാൻ പറ്റും? വെരി വെരി ഡിഫിക്കൽട്ട്. അല്ലെങ്കിൽ അതുപോലെ വലിയ ഫിനാൻഷ്യൽ സപ്പോർട്ടും ഫണ്ടിങ്ങും എല്ലാം വേണം. അങ്ങനെയില്ലെങ്കിൽ പിന്നെ അടുത്ത മോഡൽ എന്ന് വെച്ചാൽ ഇന്നോവേറ്റീവായിട്ട് അങ്ങനെ ലാൻഡ് ഓണിനോട് കൂടെ നിർത്തിക്കൊണ്ട് ചെയ്യാൻ പറ്റുക. അപ്പോൾ വി ആർ ഡൂയിങ് ദാറ്റ്. നമ്മളങ്ങനെയാണ് ചെയ്യാറ്, കൂടുതൽ ചെയ്യുന്നത് അങ്ങനെയാണ്. അതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ യുവർ പ്രോഫിറ്റ് വിൽ ബി ഷെയർഡ് വിത്ത് ദ ലാൻഡ് ഓണർ, ബട്ട് അറ്റ് ദ സെയിം ടൈം യുവർ ബ്രാൻഡ് വിൽ ഗ്രോ. ഒരുപാട് പ്രോജക്റ്റുകൾ വരും, നമ്മുടെ ബ്രാൻഡ് വലുതാവും, കൂടുതൽ കസ്റ്റമേഴ്സ് വരും, ആൻഡ് വലിയ ടീമിനെ നിങ്ങൾക്ക് ക്യാറ്റർ ചെയ്യാൻ പറ്റും. ഇത് ഇങ്ങനത്തെ ഒരു സ്ഥാപനം നടത്തിക്കൊണ്ട് ഒരു മിനിമം നമ്പർ ഓഫ് ആൾക്കാർ എന്തായാലും വേണമല്ലോ. അതിപ്പോൾ 2 പ്രോജക്റ്റ് ആണെങ്കിലും 5 പ്രോജക്റ്റ് ആണെങ്കിലും 10 പ്രോജക്റ്റ് ആണെങ്കിലും ആ മിനിമം നമ്പറിൽ കുറവൊന്നും വരുന്നില്ല. അപ്പോൾ ആ ഒപ്റ്റിമം നമ്പർ എത്തിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ നമ്മുടെ കോസ്റ്റ് ഓഫ് എംപ്ലോയീസ് കുറയണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ യു നീഡ് മോർ ടേൺ ഓവർ, മോർ പ്രോജക്ട്സ് വേണം. അവരുമായിട്ടും ഇതേപോലെ ഇപ്പോൾ നിങ്ങൾ കസ്റ്റമേഴ്സുമായിട്ട് വളരെ ഫ്രണ്ട്ലിയാണ്, ട്രാൻസ്പെറൻ്റ് ആണ്, എംപ്ലോയീസുമായിട്ട് അങ്ങനെ തന്നെയാണ്. ഹൗ അബൌട്ട് ദിസ് പീപ്പിൾ, നിങ്ങളുടെ ലാൻഡ് ഓണേഴ്സ്? ലാൻഡ് ഓണേഴ്സ് ആക്ച്വലി ഇപ്പോൾ അസോസിയേഷൻ്റെ 2 ഡയറക്ടർമാർ പഴയ ലാൻഡ് ഓണേഴ്സാണ്. 2 ഡയറക്ടേഴ്സ് പഴയ ലാൻഡ് ഓണേഴ്സാണ്. അവരവിടെ കിട്ടിയ ലാഭമാണ് തിരിച്ച് ഇൻവെസ്റ്റ് ചെയ്യുന്നതേക്ക്. 2 പേരും, മോഹൻചാരനാണെങ്കിൽ ഹസൻ സാറാണെങ്കിൽ 2 പേരും ഞങ്ങളുടെ ജൈവ പാർട്ട്നേഴ്സ് ആയിരുന്നു. ആ ജോയിൻറ്റ് വെഞ്ചർ കഴിഞ്ഞ് അവർക്ക് കിട്ടിയ ലാഭമുണ്ടല്ലോ, ആ ലാഭമാണ് അവർ തിരിച്ച് ഇങ്ങോട്ടേക്ക് വന്നത്. അപ്പം ആക്ച്വലി ഇതേ ബിക്കം അവർ പാർട്ട്നേഴ്സ്. ഈ ഗ്രോത്തിൽ ഇപ്പോൾ ഹൈലി കോമ്പറ്റീറ്റീവാണ്, മാർക്കറ്റ് കോമ്പറ്റീറ്റീവാണ്. ഒരു കോമ്പറ്റീഷനിൽ നമ്മൾ പോയി കോമ്പീറ്റ് ചെയ്യണോ വേണ്ടത്, അതോ നമ്മുടെ തന്നെ ഒരു മാർക്കറ്റ് വെട്ടിപ്പിടിക്കുകയാണോ? ഇപ്പം നമ്മളങ്ങനെ കോമ്പീറ്റ് ചെയ്യാറില്ല കേട്ടോ. അങ്ങനെ കോമ്പീറ്റ് ചെയ്യാറില്ല. കാരണം നമുക്ക് ധൈര്യമായിട്ട് പറയുന്ന കാര്യം, കേരളത്തിൽ എവിടെയും ആർക്ക് ഫ്ലാറ്റ് വേണമെങ്കിലും ഒരു എൻക്വയറിയും കിട്ടും. മേടിക്കണം എന്നില്ല, എൻക്വയറി എന്തായാലും ഞങ്ങൾക്ക് ഉണ്ടാവും. കാരണം വെച്ചാൽ ഞങ്ങളോടുകൂടെ ചോദിച്ചിട്ടേ മേടിക്കുള്ളൂ. ചിലപ്പോൾ ഞങ്ങളുടെ കയ്യിൽ പറ്റിയ പ്രൊഡക്റ്റ് ഉണ്ടാവില്ല, അവർക്ക് പറ്റിയ ലൊക്കേഷൻ ഉണ്ടാവില്ല, അവർക്ക് പറ്റിയ ക്വാളിറ്റി ഓഫ് പ്രൊഡക്റ്റ് അല്ലെങ്കിൽ അവർക്ക് പറ്റിയ ബഡ്ജറ്റോ ഉണ്ടാവില്ല. ആ കാരണങ്ങളോട് വേറെ ആകും. പക്ഷേ എൻക്വയറി ഞങ്ങൾക്ക് കിട്ടിയിരിക്കും. അപ്പോൾ ഞങ്ങൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ ചലഞ്ച് ഇപ്പോൾ തന്നെ. കാരണം ബാക്കിയുള്ള പല ബിൽഡർമാരോട് കമ്പയർ ചെയ്യുമ്പോൾ ഈ എൻക്വയറി ടു കൺവേർഷൻ എടുത്തു കഴിഞ്ഞാൽ അസറ്റ് ഹോംസ് ചിലപ്പോൾ കുറവായിരിക്കും. കാരണം എൻക്വയറി കുറവൊന്നുമില്ല, നമുക്ക് എൻക്വയറി ഇഷ്ടം പോലെ ഉണ്ടാവും. എല്ലാ ആൾക്കാരെയും നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ കാരണം പലതാണ്. പല ടൈപ്പ് ബഡ്ജറ്റ്, പല ലൊക്കേഷൻ, പല പ്രിഫറൻസുകൾ. അപ്പോൾ അതിനെ പറ്റിയ വേറെ ബിൽഡർ കിട്ടി കഴിഞ്ഞാൽ അവരങ്ങോട്ടേക്ക് പോകും. പിന്നെ ഇതൊരു വേർഡ് ഓഫ് മൗത്തും പരിചയവും ഒക്കെ അത് വലിയ ഘടകങ്ങളാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളെല്ലാം വരുമ്പോൾ ചിലപ്പോൾ പക്ഷേ നമുക്ക് ഓർഡർ ലോസ് വന്നേക്കാം. പക്ഷെ എന്നിരുന്നാൽ പോലും ആസ് എ ബ്രാൻഡ് നമുക്ക് ധൈര്യമായിട്ട് പറയാവുന്ന കാര്യം, ഒരാളും ഞാൻ അസറ്റ് ഹോംസ് നോക്കുന്നില്ല, ഞാൻ ബാക്കിയുള്ള അടുത്ത് നോക്കിക്കോളാം എന്ന് പറയില്ല. ഡെഫിനറ്റ്ലി ദേ വിൽ കം ടു അസ് ആൻഡ് ദേ വിൽ എൻക്വയർ ടു അസ്. എന്നിട്ട് നടന്നില്ലെങ്കിൽ മാത്രമായിരിക്കും, അല്ലെങ്കിൽ ഞങ്ങൾക്ക് അവരെ സർവീസ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിലാണ് എൻക്വയറി ഞങ്ങളുടെ കയ്യിൽ പോകുള്ളൂ. അത്തരം ഒരു മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്യാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്.
അസറ്റ് ഹോംസിൻ്റെ വളർച്ചയിൽ ഒരു ബ്രാൻഡിങ് പെർസ്പെക്റ്റീവ് എടുക്കുകയാണ് വലിയൊരു തീരുമാനമായിരുന്നു ബ്രാൻഡ് അംബാസഡർ. അത് പൃഥ്വിരാജ് അഥവാ രാജു എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു സൂപ്പർ സ്റ്റാർ ആയി എന്ന് തന്നെ പറയേണ്ടി വരും ആശാ ശരത്. അപ്പോൾ ഇവരെ കൊണ്ടുവരാനുള്ള തീരുമാനം ഒന്ന് എന്തായിരുന്നു, ഏത് സ്റ്റേജിലാണ്? രണ്ടാമത്തെ ചോദ്യം വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. നമ്മൾ കണ്ടിട്ടുള്ള ബ്രാൻഡ് അംബാസഡേഴ്സ് എല്ലാം കോടികൾ മുടക്കി പരസ്യങ്ങൾ ടി വിയിലും ഒക്കെ ഇങ്ങനെ ഇടുകയാണ്. പക്ഷേ നിങ്ങളൊരു സ്ട്രാറ്റജി ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടുള്ളത് ആസ് എ കസ്റ്റമർ പ്രോബ്ലി ഒരു ഔട്ട്സൈഡ് പെർസ്പെക്റ്റീവിലേക്ക് നോക്കുകയാണെങ്കിൽ യു ആർ യൂസിങ് ഹിം ഫോർ സംതിങ് എൽസ്. വേറെ എന്തിനൊക്കെയാണ് അദ്ദേഹത്തെ ഉപയോഗിക്കുന്നത്? വാട്ട് ഈസ് ദറ്റ് സ്ട്രാറ്റജി? അദ്ദേഹത്തെ കൊണ്ടുവരാനുള്ള സ്ട്രാറ്റജി എന്തായിരുന്നു? അല്ല, ബ്രാൻഡ് അംബാസഡർ സെലക്ട് ചെയ്യാനായിട്ട് തീരുമാനിച്ചപ്പോൾ ഞങ്ങൾ ഫേസ് ചെയ്ത ഏറ്റവും വലിയ ചലഞ്ച് എന്ന് വെച്ചാൽ നമ്മുടെ ബ്രാൻഡായിട്ട് ചേർന്ന് പോകാൻ പറ്റിയ ഒരാളെ വേണം എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയ പ്രശ്നം. ഇപ്പോൾ ഞങ്ങളന്ന് മമ്മൂട്ടിയെ ബ്രാൻഡ് അംബാസഡർ ആക്കി വിചാരിക്കുക. മമ്മൂട്ടി ബ്രാൻഡ് അംബാസഡറോ, പൈസ കൊടുത്താൽ മമ്മൂട്ടി ബ്രാൻഡ് അംബാസഡറോ തീർച്ചയായും. പക്ഷെ പ്രോബ്ലം എന്ന് വെച്ചാൽ ആ ബ്രാൻഡ് യോജിച്ചു പോവില്ല. മമ്മൂട്ടി വന്നിട്ട് അസറ്റ് ഹോംസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് മിക്സ് ആവില്ല. ചില മോരും മുതിരയും ചേർക്കാന്ന് പറഞ്ഞ വലിക്കും രണ്ടായി കിടക്കും. ഞങ്ങൾ പലരെയും ആലോചിച്ചു, പല ആൾക്കാരെയും ആലോചിച്ചു. അപ്പോൾ അന്നത്തെ ഒരു സമയത്ത് അസറ്റ് ഹോംസിൻ്റെ ഒരു യങ് വൈബ്രൻ്റ് ആയിട്ടുള്ള സിറ്റുവേഷനും പൃഥ്വിരാജിൻ്റെ പോലത്തെ ഒരു യങ് വൈബ്രൻ്റ് ആയിട്ടുള്ള അപ്കമിങ് സ്റ്റാറും എല്ലാം കൂടെ ചേർത്ത് ആ ഒരു കോമ്പിനേഷൻ ക്ലിക്ക് ചെയ്യുന്നുള്ള ധാരണയിലാണ് ഞങ്ങൾ ശരിക്കും പൃഥ്വിരാജിനെ സെലക്ട് ചെയ്തത്. കാരണം ഞങ്ങൾ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അസറ്റ് ഹോംസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റോൾസ് റോയ്സ് ആണോ എന്ന് ചോദിച്ചാൽ അല്ലല്ലോ. പിന്നെ നമ്മൾ റോൾസ് റോയ്സ് കൊണ്ടിട്ട് കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞതുപോലെ അന്ന് ഞങ്ങൾക്ക് എടുക്കാവുന്ന ഏറ്റവും നല്ല മുഖം പൃഥ്വിരാജായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങളങ്ങനെ വളരെ സ്ട്രാറ്റജിക്കലായിട്ട് ആലോചിച്ച് ഒരുപാട് പേരെ നോക്കിയിട്ട് തീരുമാനിച്ച തീരുമാനം തന്നെയാണ്. പക്ഷേ അതിനൊരു കുറച്ച് മുന്നോട്ടേക്ക് പോയപ്പോൾ നമ്മൾ ഫേസ് ചെയ്ത പ്രോബ്ലം എന്ന് വെച്ചാൽ ഈ പൃഥ്വിരാജിൻ്റെ ആ സമയത്ത് വന്ന ഒരു ക്യാരക്ടേഴ്സും അദ്ദേഹത്തിൻ്റെ ആ സമയത്തൊരു അഭിനയ രീതിയും എല്ലാം ഒരു കസ്റ്റമർ ശ്രദ്ധിക്കല്ലാണ്ടായി തുടങ്ങി. കുറച്ച് പല കാരണങ്ങളുണ്ട്. ചില പബ്ലിക് ഡൊമൈനിലെ പുള്ളിയുടെ ചില ഇടപെടലുകൾ, ഒരു അഹങ്കാരിയാണെന്ന് പിന്നെ ചിലൊരു ഡിസ്റെസ്പെക്റ്റ് കാണിച്ചു എന്നുള്ളൊരു രീതിയിൽ, പിന്നെ ഞങ്ങൾ കടായിന്ന് ചില സമയത്ത് മാറിയുന്ന പോലെ പുള്ളി അമ്മയിൽ നിന്ന് മാറി നിൽക്കുക, അങ്ങനെയൊക്കെ ഒരു ചെറിയ ചെറിയ പ്രശ്നങ്ങൾ. അത് എല്ലാം ഈ ഗ്രോത്തിൻ്റെ പാർട്ടായിട്ട് വരുന്നത്. അപ്പം അങ്ങനെ വന്നപ്പോൾ ഞങ്ങൾക്ക് തോന്നി വെച്ചാൽ വി മേ ഗോ റോങ്. കാരണം നാളെ കസ്റ്റമേഴ്സിലെ ചില വിഭാഗം ചിലപ്പോൾ പക്ഷേ പൃഥ്വിരാജിനോട് അകൽച്ച കാണിച്ചുകൂടായി ഇല്ല എന്ന് തോന്നിയപ്പോഴാണ് ഞങ്ങൾ വേറെ ആളെ എടുക്കുന്നത്. വേറെ ആളോടെ വേണം, നമ്മുടെ ഈ സർവീസ് പാർട്ട് പ്രൊജക്റ്റ് ചെയ്തിട്ട് ആളെ വേണമെന്ന് ആലോചിച്ചു. അങ്ങനെ ആലോചിച്ചപ്പോൾ അതൊരു മെയിൽ ഫേസ് എന്തായാലും പറ്റില്ല, ഒരു ഫീമെയിൽ ഫേസ് തന്നെ പറ്റുള്ളൂ. അപ്പം അന്ന് ഒരുപാട് സ്റ്റാർസും ആക്ട്രസൊക്കെ ഉണ്ട്. പക്ഷേ അവർക്കൊക്കെ ഉപരിയായിട്ട് നമ്മൾ പല ഓപ്ഷൻസ് നോക്കി, ലൈക്ക് ബിസിനസ് ഓൺടർപ്രണേഴ്സ് തന്നെ, വേറെ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരോ. പക്ഷെ ഇതെല്ലാം ആലോചിച്ചപ്പോൾ നമുക്ക് മനസ്സിലായെന്ന് എപ്പോഴും ഈ ഹൗസ് അല്ലെങ്കിൽ നമ്മൾ വീട് വിൽക്കുന്ന സമയത്ത് നമ്മുടെ വീട്ടിലെ ഒരാളെ പോലത്തെ ഒരാളെ കിട്ടായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള ഒരാൾ അപ്പോഴാണ് നമ്മൾ ഈ സീരിയലിൽ ശ്രദ്ധിക്കുന്നത്. അപ്പോൾ ഈ സീരിയൽ നോക്കുമ്പോൾ എല്ലാ ദിവസവും വൈകുന്നേരം 7 മണിയാകുമ്പോൾ ഈ ആശാശരത്ത് എല്ലാവരും വീട്ടിൽ വരികയാണ്. എല്ലാവരും വീട്ടിലും വിളിക്കാണ്ട് ഡ്രോയിങ് റൂമിൽ ആശാശരത്തെത്തും. അതിങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോവാണ്. വളരെ അത് ഒരടുപ്പം, അതായത് വീടിനകത്തുള്ള ആൾക്കാരുമായിട്ട് ഒരടുപ്പം സൂക്ഷിക്കുന്ന ഒരു ക്യാരക്ടറെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ആശാശരത്തിൻ്റെ സെലക്ട്. പക്ഷേ ഞങ്ങളുടെ സെലക്ഷനേക്കാളിലും ഞങ്ങളുടെ ഈ സ്ട്രാറ്റജിയെക്കാളിലും ഞങ്ങൾക്കത് ഉപകാരപ്രദമായത് NRI മാർക്കറ്റാണ്. കാരണം NRI മാർക്കറ്റിൽ ആശാശരത്ത് എല്ലാവരും വീട്ടുകാരിയാണ്. കാരണം അവർക്ക് ഇത്രയധികം ഒരുപാട് സ്കൂൾസ് അവർ റൺ ചെയ്യുന്നുണ്ട്. ഒരു ആക്ട്രസ് എന്നുള്ളതിനപ്പുറത്ത് ഒരു ഗുരുവിൻ്റെ സ്ഥാനം ഈ ഡാൻസിൽ അവർക്കുണ്ട്. അവർ ദുബായ് ആസ്ഥാനമാക്കി അവർക്ക് എനിക്ക് മോർ ദാൻ 10,000 സ്റ്റുഡൻ്റ് ആയിരുന്നു. ഇപ്പോൾ അത്രയും ഫാമിലിയിൽ അവർക്കൊരു ഗുരുവിൻ്റെ സ്ഥാനമുണ്ട്. ആ പ്രത്യേകിച്ച് ഈ ഇന്ത്യൻ ട്രഡീഷണൽ ഡാൻസ് എന്ന് പറയുമ്പോൾ അവിടെ ഗുരുവൊക്കെ ഉണ്ട്. നമ്മുടെ മറ്റേ എന്താ പറയുക വെസ്റ്റേൺ ഡാൻസ് അല്ലല്ലോ. അപ്പോൾ ഒരു ഗുരുവും ഒരു അർപ്പണമനോഭാവം, അതിനൊരു ഡെഡിക്കേഷൻ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ആശാശരത്തിൻ്റെ പ്രസൻസ് ഒരുപാട് ഫാമിലിയിലേക്ക് കയറാൻ ഞങ്ങൾ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ സ്ട്രാറ്റജിക്കലി ഏതായിരുന്നു നല്ലതെന്ന് വെച്ചാൽ ഒരു കസ്റ്റമർ സൈഡിൽ നോക്കുകയാണെങ്കിൽ ആശാശരത്തിൻ്റെ നല്ലത്. പൃഥ്വിരാജ് ഓക്കെ, നമുക്കൊരു നമ്മുടെ ആവശ്യം പൃഥ്വിരാജിനെ കാണുമ്പോൾ അസറ്റെന്ന് തോന്നുന്നതാണോ, അസറ്റിനെ കാണുമ്പോൾ പൃഥ്വിരാജിൻ്റെ അല്ലേന്ന് തോന്നണമാണോ എന്നൊരു ചോദ്യമുണ്ട്. മനസ്സിലായില്ലേ? അതിലേതായിരിക്കും നല്ലതെന്നുള്ളൊരു കൺഫ്യൂഷൻ ആദ്യം ഞങ്ങൾക്കുണ്ടായിരുന്നു. പക്ഷേ പൃഥ്വിരാജ് ഞങ്ങളെക്കാട്ടിലും വേഗത്തിൽ വളർന്നു, ഞങ്ങളെക്കാട്ടിലും കൂടുതൽ ആശാശരത്തും വളർന്നു. അപ്പോൾ ആ ഒരു ചോയ്സ് തെറ്റിപ്പോയില്ല. പക്ഷേ ഇതിൽ വളരെ എന്നോട് പേഴ്സണലി ആരും ചോദിക്കുകയാണ് ബ്രാൻഡ് അംബാസഡർ എന്ന് പറഞ്ഞാൽ നമ്മൾ നല്ലതല്ലെന്ന് പറയുള്ളൂ. കാരണം അതിൻ്റെതായിട്ടുള്ള ഒരുപാട് റിസ്ക് ഉണ്ട്.
അതിൻ്റെ സെലക്ഷനൊക്കെ തെറ്റിപ്പോയി കഴിഞ്ഞാൽ ആ brand നമ്മുടെ തന്നെ നശിച്ചു പോകും. ദൈവാനുഗ്രഹം കൊണ്ടൊക്കെ ശരിയെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് സെലക്ഷനൊക്കെ തെറ്റിപ്പോയി കഴിഞ്ഞാൽ പോയി തന്നെ. ഞാൻ ചോദിക്കട്ടെ, ഇവർ എന്തെങ്കിലും പ്രോബ്ലത്തിൽ ഇവർ പോയി പെട്ടെന്ന് വിചാരിക്കുക, അവസാനം നമ്മൾ മോശമാകും. ജനം ഈ ബ്രാൻഡ് തൊടില്ല പിന്നെ. അതൊരു പ്രശ്നം. പിന്നെ അതുകൂടാണ്ട് ജനം നമ്മളെല്ലാം ഇപ്പോഴും ശരിയാവണമെന്നില്ലല്ലോ. ഈ നമ്മുടെയൊക്കെ എല്ലാവരും കുഴപ്പം വെച്ചാൽ നമ്മളെല്ലാവരും വേഗം നമ്മളെല്ലാം ചെയ്യുന്നത് ശരിയാണെന്ന് ചോദിച്ചുകൊണ്ടിരിക്കും. ഈ നമ്മൾ ചെയ്യുന്നത് ശരിയല്ല, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നതിൽ തെറ്റുണ്ട് എന്ന് പറയാനായിട്ട് നിങ്ങളുടെ ടീം മെമ്പേഴ്സ് പറ്റുന്നിടത്താണ് നിങ്ങളുടെ ഡെലിഗേഷൻ സക്സസ്ഫുൾ ആവുന്നത്. അല്ലാതെ നിങ്ങൾ പറഞ്ഞാൽ ശരിയാണെന്ന് പറയുന്ന കുറേ ആൾക്കാർ ഞാൻ ഡെലിഗേറ്റ് ഒന്നും നടക്കാൻ പോകില്ല. പലപ്പോഴും കുറച്ച് സക്സസ് ഒക്കെ വരുമ്പോൾ എല്ലാവർക്കും തോന്നുന്ന ഒരു പ്രശ്നം വെച്ചാൽ, ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് നമുക്കൊന്ന് കാലിടറി കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും പറയാൻ തോന്നുന്ന അവിടുത്തെ ഫ്ലോറിങ് ശരിയല്ലെന്നോ, അല്ലെങ്കിൽ മണ്ണ് പണി ഇടിച്ചു തരപ്പോൾ അങ്ങനെ പറയുന്നത് കാലിന് കുഴപ്പമുണ്ടോ എന്ന് നോക്കാൻ പോകില്ല. അപ്പം അങ്ങനത്തെ ഒരു സിറ്റുവേഷനകത്ത് ഇത്തരം ഡിസിഷൻസ് ഒക്കെ നമ്മളൊരു ഡിസിഷൻ എടുക്കുകയാണെങ്കിൽ പുറത്തുകാരൻ എടുക്കാം, ആശാരം എടുക്കാം, അങ്ങനെയൊക്കെ എടുക്കുമ്പോൾ അത് ശരിയായില്ലെങ്കിൽ പിൻവലിക്കുന്നുള്ള ധൈര്യത്തോടു കൂടി വേണം പോകാനായിട്ട്. അല്ലെങ്കിൽ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ നമ്മുടെ അടുത്ത് ഡിസിഷൻ ശരിയായിരിക്കും നമ്മൾ നിൽക്കും, ബ്രാൻഡ് വേറെ ഒഴിക്കും. ഈ പ്രോബ്ലം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അതൊരു വലിയ റിസ്ക്കാണ്. ആരും ചെയ്യാത്തതിൻ്റെ കാരണം അതാണ്. കുറച്ച് ഞാൻ ചോദിക്കട്ടെ, ഷമി ഇപ്പം എന്നോട് പറഞ്ഞിട്ട് ഇതിനെ സക്സസ് ആണെന്നൊക്കെ പറഞ്ഞല്ലോ. നിങ്ങൾ വേറൊരു ഉദാഹരണം പറഞ്ഞില്ല, ഒരു ബ്രാൻഡ് അംബാസഡർ വെച്ചിട്ട് ഒരു ബിൽഡർ സക്സസ് ആയിക്കണം പറഞ്ഞു. എല്ലാം ഫെയിലിയറാണ്. ഈവൻ യുവർ കൊച്ചോസഫ് ചില്ലപ്പള്ളി സാറ് പോലും ആദ്യം മറ്റേ വേണുഗോപാലിനെ വെച്ച് പരസ്യം അല്ലേ. ഞാൻ അന്ന് പലരും പറഞ്ഞു സാറിൻ്റെ പടം വെച്ചാൽ മതി എന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ പടം വെച്ചപ്പോൾ ഇപ്പം രക്ഷപ്പെട്ടു. അതുകൊണ്ട് രസമാണ്. പക്ഷേ താങ്കളുടെ കാര്യത്തിൽ അദ്ദേഹത്തെ ഞാൻ കണ്ടിട്ടുള്ളതെല്ലാം നിങ്ങളുടെ ഇന്റേണൽ വേദികളിലാണ് അദ്ദേഹം ഒരു. അല്ലാതെ ഞങ്ങൾ മനഃപൂർവ്വം അങ്ങനെ ചെയ്തോട്ടെ. കാരണം വെച്ചാൽ ഈ ബാക്കി ബ്രാൻഡ് അംബാസഡേഴ്സ് എല്ലാം വന്നിട്ട് ഇങ്ങനെ ഫ്ലാറ്റ് ബുക്ക് ചെയ്യൂ എന്ന് പറഞ്ഞ് ഇങ്ങനെ പരസ്യം കൊടുക്കുമ്പോൾ ഞങ്ങൾ അങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും പുള്ളി ഉപയോഗിച്ചിട്ടില്ല. ഞങ്ങൾ വളരെ ഒരു വളരെ എന്താ പറയുക, ഒരു ഒളിച്ചു വച്ച രീതിയിലുള്ളൊരു ബ്രാൻഡ് അംബാസഡർ ഇപ്പോൾ ചെയ്തത്. അപ്പോൾ ഞങ്ങളുടെ മീറ്റിങ്ങുകളിൽ, കസ്റ്റമർ മീറ്റിങ്ങുകളിൽ സംസാരിക്കുക, ഞങ്ങളുടെ കസ്റ്റമർ ഗെറ്റ് ടുഗദേഴ്സിൽ വരിക. അപ്പോൾ അത് വളരെ പേഴ്സണലാണ് അവിടെ. ഹീ ഇൻട്രാക്ട് വിത്ത് എവരിബഡി, സോ എവരിബഡി ഫീൽസ് ഹാപ്പി. അതിനെക്കാട്ടും കൂടി നന്നായിട്ട് സംസാരിക്കും. അപ്പോൾ അതിൻ്റെയൊക്കെ ശകലങ്ങളൊക്കെ ഞങ്ങൾക്ക് എന്താ പറയുക ഇൻസ്റ്റാഗ്രാമിലും മറ്റേ സോഷ്യൽ മീഡിയയിലൊക്കെ പ്രചരിപ്പിക്കാം. പിന്നെ പരസ്യങ്ങളിൽ, അതായത് നമ്മുടെ പരസ്യങ്ങളിൽ ഇവരുടെ പ്രസൻസ് എപ്പോഴും സഹായം, അത് പെട്ടെന്ന് ആൾക്കാരെ കണ്ണു തെളിക്കും. നമ്മൾ എത്ര ഭംഗിയുള്ള ബിൽഡിങ്ങിന് പടം വെച്ച് കഴിഞ്ഞാലും അതിലേക്ക് പോകുന്നതിനേക്കാളും മുമ്പ് കണ്ടുപോവുക ഇത്തരം നടന്മാരോ അവരൊരു ഇതാണല്ലോ, ഒരു എന്താ പറയുക, ഒരു പോപ്പുലർ ഫിഗേഴ്സ് ആണല്ലോ. അപ്പോൾ അവർ ദേ വിൽ ആക്ച്വലി അട്രാക്ട് അറ്റൻഷൻ ഓഫ് പീപ്പിൾ. അങ്ങനത്തെ ഗുണങ്ങളുണ്ട്. പിന്നെ പൃഥ്വിരാജായിട്ട് ഞങ്ങളൊരു ബിസിനസ്സും ചെയ്യാറില്ല. അതുകൊണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് യാതൊരു പ്രശ്നങ്ങളും ഇല്ല. നമ്മൾ ഈ ബിസിനസ്സൊക്കെ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ പ്രൊഫഷണൽ റിലേഷൻഷിപ്പ് പലപ്പോഴും ഇപ്പോൾ ഞാൻ പേരെടുത്ത് പറയുന്നത് ശരിയല്ല, ഇപ്പോൾ ഞാൻ പറയാം, പലപ്പോഴും പല പ്രശസ്തരായിട്ടുള്ള ക്രിക്കറ്റുകാരോ സിനിമാ താരങ്ങളെയൊക്കെ പലരും ബ്രാൻഡ് അംബാസഡേഴ്സൊക്കെ ആക്കുന്നത് ഈ ബിസിനസ്സിൻ്റെ ഡെവലപ്മെൻറ്റിന് അപ്പുറത്ത്, ആ ഒരു പ്രൊഫഷണൽ എൻഗേജ്മെൻറ്റിന് അപ്പുറത്തുള്ള ചില ബന്ധങ്ങളൊക്കെ വെച്ചിടയ്ക്കും. അതൊന്നും ചിലപ്പോൾ ദേമേനോട്ട് ലൈക്ക് ആൻഡ് ഇറ്റ് വിൽ നോട്ട് വർക്ക് ഓൾസോ. അവർക്ക് വേറെ പണിയില്ല. അപ്പോൾ അതൊന്നും വർക്ക് ചെയ്യില്ല. അപ്പോൾ നമ്മളാ എന്താണോ നമ്മളവിടെ കൃത്യമായിട്ട് കണ്ടെത്തിയിരിക്കുന്ന ഒരു അസൈൻമെൻറ്റ്, ആ അസൈൻമെൻറ്റിന് അപ്പുറം പോകണ്ട. അപ്പോൾ അത് വർക്ക് ചെയ്യും. അതുപോലെ ഇവരൊക്കെ വളരാൻ ആഗ്രഹിക്കുന്ന സംരംഭകരാണ്. ഒരു ഓൺട്രപ്രണർ എന്ന നിലയ്ക്ക് താങ്കളുടെ ജീവിതത്തിൽ നിന്ന് പഠിച്ചാൽ എന്ത് കാര്യങ്ങളിലായിരിക്കണം ഒരു ഓൺട്രപ്രണർ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത്? ഇന്നത്തെ പോലൊരു മാർക്കറ്റിൽ വിജയിക്കാൻ എന്തൊക്കെ ക്വാളിറ്റീസ് ഇവർ ബിൽഡ് ചെയ്താലാണ് വിജയിക്കാൻ സാധിക്കുക? അത് നമ്മൾ പറഞ്ഞ എല്ലാ പോയിന്റും പറയേണ്ടി വരും. ഇങ്ങനെ എന്തൊക്കെ ഇതാവശ്യമാണെന്ന് അതാവശ്യമുണ്ട്, വേറെ കാര്യമുണ്ടെങ്കിൽ അതാവശ്യമാണ്. അതിനൊരു അങ്ങനെ നമുക്കൊരു ടെക്സ്റ്റ് ബുക്കായിട്ടൊന്നും പറയാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല. പലപ്പോഴും പല കാര്യങ്ങളും നമ്മൾ തീരുമാനിക്കുന്നത് നമ്മുടെ വിജയത്തിന്, അല്ലെങ്കിൽ നമ്മളുടെ ഒരു പ്രോബ്ലം സൊല്യൂഷൻ ഉണ്ടാക്കുന്നതിന് സഹായിച്ചു എന്ന് പറയുന്നത് അത് ചെയ്തു നോക്കുന്നുണ്ടല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ബേസിക് പ്രിൻസിപ്പിളായിട്ട് പറയുകയാണെങ്കിൽ പറയാവുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ഒരു കേരളം പോലത്തെ മാർക്കറ്റിൽ വലിയ കഠിനാധ്വാനം ആവശ്യമാണ്. അതിനകത്ത് യാതൊരു സംശയമില്ല. അല്ലാത്തൊരു ബിസിനസ്സും സക്സസ് ആയിട്ടുള്ളതായിട്ട് എനിക്കറിയാൻ പാടില്ല. പലരും പറയാറുണ്ട് ഞാൻ ലക്ക് കൊണ്ട് അല്ലേ എന്ന് പലരും ചോദിക്കണം. ലക്ക് കൊണ്ട് ജയിച്ചാലും ചോദിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്.
ശരിയല്ലേ? ഈ നമ്മുടെ ഈ സ്റ്റാൻഡേർഡ് ഓയിൽ മിൽസിന് ഓണറുടെ പേരെന്താ? US ഈ സപ്പോസ് ടു ബി ദി റിച്ചസ്റ്റ് പേഴ്സൺ. 39 പർട്ടിക്കൽ ഈ എക്സോൺ മൊബൈൽ മാക്ഫുള്ളർ എന്താ ലേസ് മാക്ഫുള്ളർ. ഓക്കെ. അദ്ദേഹത്തോട് ഇതുപോലെ ഒരാൾ ചോദിച്ചേ, റിച്ചസ്റ്റ് ആൾക്കാരിരിക്കുന്ന വേദിയിൽ ഇതുപോലെ പത്രക്കാരിരിക്കണം. പത്രക്കാർ ഇയാളിങ്ങനെ അയാളെ ഒരു ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി ചോദിക്കണം, താങ്കൾ വലിയ കഠിനാധ്വാനിയോ ഹാർഡ് വർക്കറൊന്നും അല്ലല്ലോ, വെറും ഭാഗ്യം കൊണ്ടല്ലേ താങ്കളിങ്ങനെ രക്ഷപ്പെട്ടതെന്ന് ചോദിച്ചു. അപ്പോൾ അയാൾ അഡ്മിറ്റ് ചെയ്തു, ഞാൻ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടത് തന്നെയാണ്, ഭാഗ്യമാണ് എന്നെ വിളിച്ചത്. അപ്പോൾ ഭാഗ്യം എൻ്റെ തിരുത്തി പുള്ളി ഭാഗ്യം മാത്രം ആണെന്ന് കരുതരുത്, ഭാഗ്യത്തിനൊപ്പം വേറൊരു സാധനം കൂടെ വേണം. ഒരു കോയിൻ്റെ 2 സൈഡുണ്ട്. ഒരു സൈഡ് ഭാഗ്യവും മറ്റേ സൈഡ് കഠിനാധ്വാനമാണ്, ബാക്കിയൊന്നുമല്ല. അപ്പോൾ ഈ കഠിനാധ്വാനം ചെയ്യാനായിട്ടുള്ള ഒരു മനസ്സും ഒപ്പം തന്നെ ഭാഗ്യവും കൂടെ വരുമ്പോഴാണ് വിജയിക്കുന്നത്. പിന്നെ നിങ്ങളെപ്പോലെ ഇദ്ദേഹം പറഞ്ഞ കേട്ടോ, ഈ ഇദ്ദേഹം അമിതി പറഞ്ഞ നിങ്ങളെല്ലാവരെ പോലെ തന്നെ എൻ്റെ തലയുടെ മുകളിൽ കൂടിയും ജീവിതത്തിൽ ഒരു പ്രാവശ്യം, ഒരു ദിവസം, ഒരു നേരം, ഒറ്റ പ്രാവശ്യം ഭാഗ്യദേവത ഇങ്ങനെ പറന്നു പോകും. ഞാനതിൽ ചാടിപ്പിടിച്ചു, അങ്ങനെ ഞാൻ രക്ഷപ്പെട്ടു എന്ന് പുള്ളി പറഞ്ഞു. അപ്പോൾ ഉടനെ പത്രക്കാരൻ, നമ്മുടെ പത്രക്കാരും അവിടുത്തെ പത്രക്കാരും വ്യത്യാസമില്ല, ഉടനെ അവർ ചോദിച്ചു, സാറേ കറക്റ്റ് സമയത്ത് ചാടി പിടിക്കാൻ കാരണം ഭാഗ്യമല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഇയാൾ പറഞ്ഞൊരു മറുപടി എന്ന് വെച്ചാൽ, അവിടെ ഞാൻ എഗ്രി വിത്ത് യു, ഞാൻ ചാടി പിടിച്ചതിൻ്റെ ഭാഗ്യം നിന്ന്, പക്ഷേ നിങ്ങളെല്ലാവരും കിടന്നുറങ്ങുകയും അടുത്തിരിക്കുന്ന ആളുടെ ഭാഗ്യദേവത പോകുമെന്ന് പറയണം, എനിക്കിത് പിടിക്കാനാണെന്ന് പറഞ്ഞിട്ട് ഉറങ്ങിയപ്പോൾ ഞാനിവിടെ ചാടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ 1000 പ്രാവശ്യം ചാടിയപ്പോഴാണ് എനിക്ക് പിടുത്തം കിട്ടിയത്. അപ്പം ഞാൻ ഭാഗ്യദേവത വരുന്ന നോക്കിയല്ല ചാടിയത്, ഞാൻ ചാടിക്കൊണ്ടേയിരിക്കുകയാണ്. അതെ, അതിനിടയ്ക്ക് എനിക്ക് ഭാഗ്യം കിട്ടിയതാണ്. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ ഈ ഓണ്ടർപ്രണർഷിപ്പിനകത്ത് നിങ്ങൾ ചാടിക്കൊണ്ടേയിരിക്കേണ്ടി വരും. അത് ചിലപ്പോൾ വീഴും, ചിലപ്പോൾ പരിക്ക് പറ്റും, ചിലപ്പോൾ പിടുത്തം കിട്ടില്ല, അല്ലേ? അപ്പം അങ്ങനെ ചാടിക്കൊണ്ടേയിരിക്കുമ്പോൾ അടി കിട്ടും. ചിലപ്പോഴെന്നല്ല, അങ്ങനെ ചാടിക്കൊണ്ടേയിരിക്കുകയാണെങ്കിൽ എന്തെങ്കിലും എപ്പോഴെങ്കിലും ഒരു ദിവസം ഒരു സാധനം കിട്ടും. അതാണ് ഈ ഭാഗ്യദേവത. അപ്പം അതിനു വേണ്ടിയിട്ടുള്ള പ്രയത്നം എന്ന് പറഞ്ഞാൽ കഠിനാധ്വാനമാണ്. അപ്പോൾ ഭാഗ്യം ആരെ തേടി വരുന്നു ചോദിച്ചാൽ ഭാഗ്യം കഠിനാധ്വാനിയുടെ മാത്രമേ തേടി വരുള്ളൂ. ഈ പറഞ്ഞതിനപ്പുറത്ത് വേറൊന്നും ഓണ്ടർപ്രണർഷിപ്പ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കണ്ടിന്യൂസ് ആയിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതൊരു നല്ലൊരു ആൻസർ ആയിരുന്നു. ഞാൻ തന്നെ നിരവധി ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ കഠിനാധ്വാനം ചെയ്യുന്നതിനിടയിൽ ഈ ഭാഗ്യദേവത പറക്കുമ്പോൾ കൈ പൊക്കി പിടിച്ചുകൊണ്ട് തട്ടി നിലത്തോട്ട് വീണോളും. പക്ഷെ കഠിനാധ്വാനം ചെയ്യാതെ ലോട്ടറി എടുത്തിട്ട് എന്തെങ്കിലും അടിക്കും എന്ന് പറയുന്ന പോലെയാണ് സംരംഭമെങ്കിൽ പ്രശ്നമാണ്. ഞാൻ ചോദ്യങ്ങൾ ചോദിച്ചു മുഷിപ്പിക്കുന്നില്ല. സോ ഈഗിൾസ്, യെസ്, യു ക്യാൻ ഷോ യുവർ ഹാൻഡ് ആൻഡ് ആസ്ക് സ്പെസിഫിക് ക്വസ്റ്റ്യൻസ്. യെസ്, ഹൂ ഈസ് ഗോയിങ് ടു ആസ്ക് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ? സുനിൽ ഇസ് ഹിയർ. എന്തിനാ ഞാൻ വളരെ സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എനിക്ക് തോന്നിയത്, ഞാൻ കണ്ടത് പരിചയപ്പെട്ടപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു, കാർഡുണ്ടോ ഇങ്ങോട്ട് ചോദിച്ചു. ഞാൻ കാർഡ് കൊടുത്തു. അദ്ദേഹം പറഞ്ഞു, ഞാൻ മെസ്സേജ് ഇടാം. ഞാൻ ചോദിച്ചു, ഇതെന്താണ്? ഞാൻ പരിചയപ്പെട്ടോണ്ട് കാർഡ് ചോദിച്ചു. അദ്ദേഹം എന്നെ ചോദിച്ചു, ഇങ്ങോട്ട് മെസ്സേജ് അങ്ങനെ പറയുന്ന ഒരു കാര്യമില്ല. സാധാരണ ഹൈലി സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു വ്യക്തി എന്നോടത് പറയണമെന്ന് ഞാൻ വെരി സ്ട്രേഞ്ച്. വളരെ കൃത്യമായി എനിക്ക് പോഡ്കാസ്റ്റ് മെസ്സേജസ് കിട്ടാറുണ്ട് സാറിൻ്റെ റെക്കോർഡിങ്. സ്വാഭാവികം അദ്ദേഹത്തോട് പറഞ്ഞ് എൻ്റെ നമ്പർ സേവ് ചെയ്തോളാം. കൃത്യമായി എനിക്ക് പോഡ്കാസ്റ്റ് മെസ്സേജ് വാട്സാപ്പിൽ കിട്ടാറുണ്ട്. എന്തെങ്കിലും അപ്പം ആ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി അതൊന്നും അതിനെക്കുറിച്ച് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ബ്രോഡ്കാസ്റ്റർ വെച്ച് കളിക്കുന്ന ആൾക്കാരാണ്. ഭയങ്കര അടിപൊളിയായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം അദ്ദേഹം കണ്ട ഉടനെ എന്നോട് ചോദിക്കുന്നത് നമ്പർ സേവ് ചെയ്തോളൂ, നിങ്ങളുടെ കാർഡ് ഞാൻ കോൺടാക്ട് ചെയ്യും. ഞാൻ അവിടെ അന്തപ്പെട്ടു. ഇപ്പൊ കൃത്യമായി എനിക്ക് മെസ്സേജ് വരുന്നുണ്ട്. അപ്പൊ അസറ്റിൽ എന്ത് നടക്കുന്നു എന്നുള്ളത്, എവിടെ പ്രോജക്ട് ലോഞ്ച് ചെയ്യുന്നു, എന്ത് സംഭവിച്ചു, മാസങ്ങളായി ഉത്തരം കറക്റ്റ് ആയിട്ട് പറഞ്ഞു കൊടുത്തേക്ക്. ഇതെന്താ പറഞ്ഞു സംഭവം പറയട്ടെ, ഞാൻ പറയാം. ആ മെസ്സേജ് കിട്ടുന്ന വഴി നിങ്ങൾ എല്ലാ ദിവസവും അസറ്റിനെ ഓർക്കുന്നു. നിങ്ങളുടെ തലയിൽ അസറ്റ് ഹോംസ് ഉണ്ട്, അല്ലേ? ഐ തിങ്ക് ദാറ്റ്സ് എ സ്ട്രാറ്റജി. അദ്ദേഹത്തിൻ്റെ ഒരു ടച്ച് പോയിന്റ് ആണത്.
ആ ടച്ച് പോയിന്റ് അദ്ദേഹത്തിന് പറയാൻ വേണ്ടിയിട്ടുണ്ടാവും, ഞാൻ പറയാം. കാരണം ഞാൻ എല്ലാ ദിവസവും ചെയ്യുന്ന കാര്യം. എൻ്റെ എല്ലാ ദിവസവും ഒരു പോസിറ്റീവ് സ്റ്റോറി നമ്മുടെ ഈഗിൾ ഗ്രൂപ്പിലൊക്കെ ഉണ്ട്, ഞാനത് ബ്രോഡ്കാസ്റ്റ് ചെയ്യാറുണ്ട്. അത് വേറൊന്നുമല്ല, നമ്മളൊരു നല്ല കാര്യം എല്ലാ ദിവസവും ഞാനിവിടെ ഉണ്ട് കേട്ടോ എന്ന് ഒന്ന് ഓർമ്മിപ്പിക്കുക വഴി ഒരു ഇൻഫർമേഷൻ, അത് അദ്ദേഹത്തിൻ്റെ ഒരു ടച്ച് പോയിന്റ് ആണ്. അദ്ദേഹം പറഞ്ഞ വാക്ക് മറക്കണ്ട, നിങ്ങൾക്ക് എവിടെയൊക്കെ ടച്ച് പോയിന്റ് ഉണ്ടാക്കാൻ പറ്റും കസ്റ്റമേഴ്സിനും എംപ്ലോയീസിനും, ഐ തിങ്ക് ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അവരുടെ ഹൃദയത്തെ സ്പർശിക്കുന്ന അല്ലെങ്കിൽ എന്തൊക്കെ ഇന്നോവേറ്റീവായിട്ട് ചെയ്യാൻ പറ്റും എന്ന് ഇന്ന് തീരുമാനിച്ചിട്ട് വേണം ഇവിടുന്ന് പോകാൻ. അല്ലെങ്കിൽ നാളെ പോയി ഒരു ബ്രെയിൻ സ്റ്റോം ചെയ്തെങ്കിലും നിങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. താങ്ക് യു ഇന്ദിരൻ, സീറോ ടെറിയൻ. യെസ്, എനിവൺ എൽസ്? യെസ്. പുറത്തുള്ളൊക്കെ നല്ല കമ്പനി തമ്മിൽ ചെറിയ കമ്പനിയാണ്. സാറ് പറഞ്ഞതിനകത്തൊരു പറഞ്ഞു, ഈ ഇന്ത്യയിൽ തമ്മിൽ ബെറ്റർമെന്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കോസ്റ്റ് റിഡക്ഷന് വേണ്ടിയിട്ട് സജഷൻസ് വരും. അപ്പൊ അതുപോലെ ക്വാളിറ്റി കോംപ്രമൈസ് അല്ലെങ്കിൽ അങ്ങനെ കോസ്റ്റ് സേവിങ്ങിന് വേണ്ടിയിട്ടുള്ള മെഷേഴ്സ് പരിധിപ്പെടുന്നില്ല, അല്ലെങ്കിൽ ഇൻഡസ്ട്രിയുടെ മറ്റ് പല സ്ഥാപനങ്ങളിൽ നിന്ന് വന്ന ആൾക്കാരായിരിക്കും വലിയ വിട്ട് വരും, ചിലപ്പോൾ ഹയറിങ് വരും. അപ്പൊ അങ്ങനെ ഒരു വയലേറ്റ് ചെയ്യുന്നില്ല എന്നുള്ളത്. അല്ല, അതിന് നമുക്ക് ചെയ്യാവുന്നവരെ ഈ ഞങ്ങൾ ചെയ്യുന്ന കാര്യം ഒരു പ്രോബ്ലമാണത്. നമ്മളിപ്പോൾ ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ ഏറ്റവും നല്ല എക്സ്റ്റേണൽ ഏജൻസികളെ നിങ്ങളുടെ ഓഡിറ്റിങ് ഏൽപ്പിക്കുക. ഇപ്പം നിങ്ങളുടെ ബോസാണ് ഞാനല്ല നിങ്ങളുടെ സൂപ്പർവൈസ് ചെയ്യുന്നത്. ആക്ച്വലി സമ്മൺ എൽസ് ഷുഡ് സൂപ്പർവൈസ് ബോത്ത് ഓഫ് അസ് ആണ് ഏറ്റവും നല്ലത്. ഇപ്പം ഞങ്ങൾ ചെയ്യുന്നൊരു സിസ്റ്റം എന്ന് വെച്ചാൽ നമ്മുടെ എല്ലാ പ്രോജക്റ്റുകളും ബ്യൂറോ വെർട്ടാസാണ് ഓഡിറ്റ് ചെയ്യുന്നത്. BV എന്ന് കണ്ടിട്ടില്ലേ, ബ്യൂറോ വെർട്ടാസാണ് നമ്മുടെ സൂപ്പർവൈസേഴ്സ്. നമ്മുടെ സൈറ്റിലുള്ള ആൾക്കാർ കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നു മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് അവിടുത്തെ സൈറ്റ് എഞ്ചിനീയർ സൈറ്റ് സൂപ്പർവൈസറെ സൂപ്പർവൈസ് ചെയ്യുകയും സൈറ്റ് സൂപ്പർവൈസറെ മേസ്ത്രി സൂപ്പർവൈസ് ചെയ്യുകയാണ് അപ്പുറത്ത് എക്സ്റ്റേണൽ ഏജൻസിയാണ്. അപ്പോൾ ആ എക്സ്റ്റേണൽ ഏജൻസി ചെയ്യുമ്പോൾ ഗുണം എന്ന് വെച്ചാൽ അത് ഇമ്പാർഷ്യൽ. അവിടെ സുനിലിനോട് ചീത്ത പറയാൻ പാടില്ല, നിങ്ങളോട് പറയാൻ പാടില്ല, അത് നമ്മുടെ പയ്യനാണൊന്നുമില്ല. ദേ വിൽ ഓൺലി ഗോ ത്രൂ ദി പ്രോസസ്. ഇപ്പോൾ ഒരു ഡോർ ഫിക്സ് ചെയ്യുന്നതായിരിക്കാം, ഒരു വീടിൻ്റെ ഒരു ഡോർ ഫിക്സ് ചെയ്യുമ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് ഡോർ ഇങ്ങനെ തിരിച്ച് മറന്നു വീട് ഓക്കെ എന്ന് പറയാം. പക്ഷേ നിങ്ങൾ ബ്യൂറോ വെർട്ടാസിനെ ഏൽപ്പിക്കുകയാണെങ്കിൽ ദേ വിൽ കം വിത്ത് എ ചെക്ക് ലിസ്റ്റ്. 30 കാര്യം ഉണ്ടാവും. അതിൽ ഓരോ ഹിഞ്ചും തമ്മിലുള്ള ഗ്യാപ്പ് ഈക്വലാണ്. ഓരോ ഹിഞ്ചിനെയും എല്ലാ സ്ക്രൂവും വെച്ചിട്ടുണ്ടോ, ആ സ്ക്രൂ സ്റ്റാർ സ്ക്രൂ ആണോ മറ്റേ പ്ലെയിൻ സ്ക്രൂ ആണോ, അതിൻ്റെ ഡെപ്ത് എത്രയാണ്, അതിൻ്റെ ബ്രാൻഡ് ഏതാണ്, സ്പെസിഫൈഡ് ബ്രാൻഡ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് തന്നെയാണോ ഫിക്സ് ചെയ്തിരിക്കുന്നത്. ഇനി അത് എന്താ പറയുക, ഫ്രീ ഹാങ്ങിങ് ആണോ, വെറുതെ കൈവിട്ട തനത്താനൊക്കെ ഡോർ അടയുമോ. ഇങ്ങനെ 30 ചെക്ക് ലിസ്റ്റ് ചെക്ക് പോയിന്റ്സ് ടിക്ക് ചെയ്തിട്ടാണ് അവർ അത് അപ്രൂവ് ചെയ്യുന്നത്. വേറെ ഇപ്പം ഞാൻ നിങ്ങൾ സുഹൃത്തുക്കളാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ഒന്നിച്ചൊരു സൈറ്റ് വർക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ നിങ്ങളുടെ ജോലി സൂപ്പർവൈസ് ചെയ്യുന്നതിനുള്ള ലിമിറ്റേഷൻസ് ഉണ്ടാവും. ഇത് തന്നെയാണ് ഈ കോസ്റ്റ് എഫക്റ്റീവ്നെസ് കൊണ്ടുവരുമ്പോൾ. കോസ്റ്റ് എഫക്റ്റീവ്നെസ് കൊണ്ടുവരുമ്പോഴുള്ള പ്രശ്നം ചിലപ്പോൾ ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ആയിട്ടോ അല്ലെങ്കിൽ പ്രോസസ്സ് കട്ട് ഡൗൺ ചെയ്തേക്കാം, ഷോർട്ടൺ ചെയ്തേക്കാം. അപ്പോൾ അങ്ങനെ വരുമ്പോഴുള്ള കുഴപ്പം, അങ്ങനെ അല്ല ചെയ്യേണ്ടതെന്ന് പറയാൻ ഞാനോ നിങ്ങളോ അല്ല, ചിലപ്പോൾ മാനേജ്മെൻറ്റിനെ നിങ്ങളോട് ആവശ്യപ്പെട്ട ചില സ്ഥലങ്ങളിൽ എന്തുകൊണ്ട് നിങ്ങൾക്ക് കോസ്റ്റ് കുറച്ചുകൂടാൻ ചോദിക്കുന്നത് ആൾക്കാർ. ഇപ്പോൾ സിമെൻറ്റ് ഇത്ര ഉപയോഗിക്കേണ്ട ആവശ്യം എന്താണെന്ന് ബിൽഡറിന് ചോദിക്കാൻ പോയി കഴിഞ്ഞാൽ മാനേജ്മെൻറ്റിന് ചോദിക്കാൻ പോയാൽ ക്വാളിറ്റി പോയില്ലേ. അപ്പോൾ അവിടെയാണ് തേർഡ് പാർട്ടി ഓഡിറ്റിൻ്റെ പ്രത്യേകത. ഈ തേർഡ് പാർട്ടി ഓഡിറ്റിങ്ങിന് നിങ്ങൾ സജ്ജരാവണമെങ്കിൽ അതിനാദ്യൊരു മാനസിക നിലം മാറണം. ഞാൻ ചെയ്ത് വയ്ക്കുന്ന കാര്യം നീ എന്തിനാ നോക്കണേന്ന് ചോദിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവർ നമ്മളെ ഇത് കാശ് മേടിച്ചിട്ട് നമ്മുടെ കുറ്റം പറയണം. ദേ ആർ ആക്ച്വലി ടേക്കിംഗ് മണി ഫ്രം യു ആൻഡ് പുട്ടിങ് 100 പ്രോബ്ലംസ് ഓൺ യുവർ ഹെഡ്. നിങ്ങൾ ചെയ്ത് ശരിയായില്ലെന്ന് പറയുകയാണ്. അപ്പം അങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ മനസ്സ് വലുതാക്കണം, എന്നാലേ ഈ പറഞ്ഞ പോലെ ഒരു വലിയ ബ്രാൻഡാക്കാൻ പറ്റുള്ളൂ. ബിറ്റ്വീൻ ഞാൻ പറയാം, ഈ ബ്യൂറോ വെർട്ടാസ് ഓഡിറ്റ് ചെയ്യുന്ന കേരളത്തിലെ ഏക ബിൽഡർ എന്നതാണ്. ഓ, ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ്. ഇനി അതിന് വേറൊരു കാര്യം കൂടി ഉണ്ട്. അപ്പോൾ നമ്മൾ പ്രോസസ്സും SOP ഉണ്ടാക്കിയാൽ പോരാ, അതിൻ്റെ വയലേഷൻസ് കണ്ടുപിടിച്ച് നമ്മളോട് പറയാൻ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. കറക്റ്റ്. അത് കീ ഏരിയാസിൽ, മേ ബി എല്ലായിടത്തും ആണെന്നില്ല, കീ ഏരിയാസിൽ. താങ്ക് യു ഫോർ ആസ്കിങ് ദാറ്റ് ക്വസ്റ്റ്യൻ. എനിവൺ എൽസ്? യെസ്, ടിൻസു. കുറച്ച് പുറകോട്ട് എടുത്ത് നോക്കിയാൽ ഈ ഫ്ലാറ്റ് ലൈഫ് എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് ആസ്പെക്ട് ആണ്. ചില തോട്ടൊക്കെ ഒരുപക്ഷെ കണ്ടുണ്ടാകും, ഒരു 4 ചൂലുകൾ ഒതുങ്ങുന്നു, അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ആയിട്ട് ബന്ധങ്ങൾ കുറവൊക്കെ ചില കമന്റ്സ് ഒക്കെ പങ്കുവെക്കുന്നു. പക്ഷെ ഈ വർഷങ്ങൾ മുന്നോട്ട് ഒരു ഇപ്പം എടുത്ത് നോക്കിയാൽ ചിലപ്പോൾ തിരിച്ചാണെന്ന് പലർക്കും തോന്നാറുണ്ട്. ഈവൻ വൈകുന്നേര സമയങ്ങളിലൊക്കെ ഒരു ഫ്ലാറ്റിൽ ചെന്നാൽ അവരുടെ കമ്മ്യൂണിറ്റികൾ, എൻജോയ്മെന്റുകൾ, ഗെയിംസ്, പൂള്, പല ആക്ടിവിറ്റി ഒക്കെ ആയിട്ട് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് പോകുന്ന ഒരു ലൈഫ് കമ്മ്യൂണിറ്റി പോലെ ഇപ്പൊ കാണപ്പെടുന്നു. അപ്പൊ ഈ ഒരു ഓവർ പീരീഡ് ഓഫ് ടൈം ഉണ്ടായി ഈ ഒരു ചേഞ്ചിൽ ഡെഫിനറ്റ്ലി സാറും ഈ ബ്രാൻഡിനും ഒരു വലിയ റോൾ പറയുന്നുണ്ട്. അത് നാച്ചുറലി വന്നു പോയതാണോ അതോ ആ ഒരു പ്രോബ്ലം അഡ്രസ് ചെയ്യാൻ എന്തെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? എനിക്ക് തോന്നുന്നു ഈ കമ്മ്യൂണിറ്റി ലിവിങ്ങിൻ്റെ ഒരു വളർച്ചയായിരിക്കാം ചില പക്ഷേ നിങ്ങൾ ഉദ്ദേശിച്ചത്. ഈ അതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുക എന്നുള്ളതാണ് ബിൽഡർക്ക് ചെയ്യാവുന്ന കാര്യമുള്ളൂ. കാരണം അത്തരം കൂട്ടായ്മകൾക്കുള്ള വേദികൾ ഉണ്ടാവണം,
അത് അത്തരം കോമൺ ഫെസിലിറ്റീസ് ഉണ്ടാവണം, ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാവണം. അത്തരം കാര്യങ്ങളിലൊക്കെ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും. അതിനപ്പുറത്ത് ഞങ്ങൾ ചെയ്തിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, ഈ അസോസിയേഷൻസ് ഒക്കെ ഫോം ചെയ്യുമ്പോൾ പൊതുവേ നമ്മളൊരു ഫസ്റ്റ് അസോസിയേഷൻ ആയിരിക്കും ആ ഫ്ലാറ്റിൻ്റെ ഭാവി തീരുമാനിക്കുക. ആദ്യത്തെ അസോസിയേഷൻ മോശമാണെങ്കിലും അല്ലെങ്കിൽ അവരൊരു പ്രോപ്പറായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രശ്നങ്ങളുണ്ടാവാം. അപ്പോൾ വാട്ട് വിൽ ഡു ഇസ് വി യൂഷ്വലി ഹാൻഡ് ഹോൾഡ് ദം. നമ്മൾ ഈ അസോസിയേഷനെ കൊണ്ടുനടക്കും, നമ്മൾ തന്നെ പുഷ് ചെയ്യും. നിങ്ങൾ ഓണാഘോഷം നടത്തുക, അല്ലെങ്കിൽ നിങ്ങൾ ക്രിസ്മസ് ആഘോഷം നടത്തുന്നതൊക്കെ പറയും, അല്ലെങ്കിൽ നിങ്ങൾ മന്ത്ലി മീറ്റിങ്ങുകൾ വയ്ക്കാൻ പറയും. പിന്നെ ഞങ്ങളുടെ ഒരു ഇതുണ്ട്, എന്താ പറയുക, ഇത്തരം നമ്മുടെ റേഡിയോ ഇതിലൊക്കെ ആക്ടിവിറ്റി അങ്ങനെ ഒരു ട്രാക്കിലേക്ക് അവരെ കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കാറുണ്ട്. അങ്ങനെ ഒരു ട്രാക്കിലേക്ക് കൊണ്ട് കൊടുത്താലുള്ള ഗുണം എന്ന് വെച്ചാൽ പിന്നെ അത് ഭംഗിയായിട്ട് പോകും. പലപ്പോഴും ശ്രമിക്കുക ഇൻഡസ്ട്രിയിൽ പണ്ടൊക്കെ ബിൽഡർമാർ എങ്ങനെയെങ്കിലും ഹാൻഡ് ഓവർ അസോസിയേഷൻ നിങ്ങളുടെ ഉത്തരവാദിത്തമാണെന്ന് പറഞ്ഞ് മാറിക്കഴിഞ്ഞാൽ ദെൻ ദാറ്റ് കമ്മ്യൂണിറ്റി വിൽ നോട്ട് വർക്ക് വെൽ. നമ്മുടെ ഈ പൈസ കൊടുത്ത് ഫ്ലാറ്റ് മേടിച്ചാൽ, ഇപ്പോൾ ഞങ്ങളുടെ തിരുവനന്തപുരത്തിൽ പോയിട്ട് 478 ഫ്ലാറ്റുണ്ട്. 470. എനിക്കിവിടെ ഏറ്റവും നല്ല അസോസിയേഷൻ അവിടുത്തെ. കാരണം അവർ നമ്മൾ വളരെ സ്ട്രക്ചേർഡ് ആയിട്ട് ഉണ്ടാക്കി കൊടുത്ത അസോസിയേഷനാണ്. അപ്പം അങ്ങനെ അതിന് പറയാൻ കാരണം നമ്മൾ ഈ ഫ്ലഡ് വന്നില്ലേ, 2018 ഫ്ലഡ് വന്നപ്പോൾ പറവൂർ ഭയങ്കരമായിട്ട് അഫക്റ്റ് ചെയ്ത സ്ഥലമാവും. ഞാൻ പറവൂരുകാരനാണെങ്കിലും ഞാൻ എറണാകുളത്താണ് താമസിക്കുന്നത്. അപ്പോൾ അന്ന് ഈ ഫ്ലഡ് വന്നപ്പോൾ ഈ അസറ്റ് സിഗ്നേച്ചർ, ഇങ്ങോട്ട് യൂട്യൂബിലൊക്കെ ഉണ്ട്, അസറ്റ് സിഗ്നേച്ചർ എന്ന് നമ്മളുടെ ഈ 478 ഫ്ലാറ്റ്സുള്ള അസോസിയേഷൻ, അവർ തിരുവനന്തപുരത്ത് അവിടെ ഫ്ലഡ് വന്നില്ല. അവർ അവിടുത്തെ അസോസിയേഷൻ പ്രസിഡന്റ് സെക്രട്ടറി ഒരു വലിയ 2 ലോറി നിറയെ ഈ അരിയും പച്ചക്കറിയൊക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങളുടെ പ്രിയപ്പെട്ട ബിൽഡറുടെ നാട്ടിലേക്ക് എന്ന് പറഞ്ഞ് ഇവിടെ കൊണ്ട് കൊടുത്തു. ശരി, അത് അതങ്ങനെ അസോസിയേഷൻ ചെയ്യാൻ തോന്നിയതിൻ്റെ കാരണം നമ്മുടെ അവരായിട്ടുള്ള ആ ഒരു വലിയ അറ്റാച്ച്മെൻ്റ് ആയിരുന്നു. ആ അറ്റാച്ച്മെൻറ്റ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഈ ക്രിസിൽ DA2+ റേറ്റിങ്ങിനെക്കാട്ടിലും അല്ലെങ്കിൽ CADC അവാർഡിനെക്കാട്ടിലും വലിയ അവാർഡാണ്. അപ്പം അത് നിങ്ങൾ പറഞ്ഞ ചോദ്യത്തിൻ്റെ പ്രസക്തി അവിടെ ഒരാളല്ല ചെയ്യണേ, ആ ഗ്രൂപ്പ് ചെയ്തു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അവരാ ബ്രാൻഡിനോടും അതിൻ്റെ നിർമ്മാതാക്കളോടുമുള്ള ഒരു ബന്ധം അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആ ബന്ധം ഉണ്ടായതിൻ്റെ കാരണം അവർ തമ്മിലുള്ള ബന്ധം കൊണ്ടാണ്. അവർ തമ്മിൽ അങ്ങനെ ബന്ധമില്ലെങ്കിൽ ഇതൊന്നും നടക്കില്ല. ഇത്രയും നമ്പേഴ്സ് ഉണ്ടായിട്ടും അങ്ങനത്തെ ഒരു ബന്ധം ഉണ്ടായതിൻ്റെ കാരണം നമ്മൾ ആദ്യം മുതലേ അവരെ ഹാൻഡ് ഹോൾഡ് ചെയ്ത്, അതെന്താ ഇത്തരം അസോസിയേഷനൊക്കെ ഉണ്ടാകുന്ന പ്രശ്നമായി. ഇപ്പോൾ 6 ടവറാണ്. അപ്പം ചിലപ്പോൾ റെപ്രസെൻറ്റേറ്റീവ് ആവില്ല, ഒരു ടവറിൽ നിന്ന് പ്രസിഡന്റും സെക്രട്ടറി എല്ലാം കൂടെ കയറി. അപ്പം ഞങ്ങൾ കറക്റ്റ് ബൈലാണ്, അതായത് എല്ലാ ടവറിൽ നിന്നും 3 പേര് വേണം. അപ്പോൾ 18 പേരുടെ ഗ്രൂപ്പായി. അതിൽ ആദ്യത്തെ കൊല്ലം പിന്നെ ടവറായിരിക്കും, പിന്നത്തെ അങ്ങനെ കൃത്യമായിട്ട് സ്ട്രക്ചർഡായിട്ട് കൊടുക്കും. പിന്നെ വനിതാ പ്രാതിനിധ്യം ഉണ്ടാവണം എന്നൊക്കെ പറയുമ്പോൾ അത് ഫങ്ഷണലി നന്നാവും. പലപ്പോഴും ഇതിലൊന്നും നമ്മളായിട്ട് ഇടപെടില്ല. നമ്മൾ നിങ്ങളെന്താ ചായക്കോ ഒരു മുറി കൊണ്ടുവന്ന് ചായ മേടിച്ചു കൊടുത്ത് നിങ്ങൾ അസോസിയേറ്റ് ആയിക്കോളാൻ പറഞ്ഞാൽ അവർ അസോസിയേറ്റ് ആക്കി നാളെ കേസായിട്ട് വരും, തമ്മിലടിയാവും. അല്ല, അപ്പോൾ പിന്നെ അവർ അൾട്ടിമേറ്റ്ലി നോക്കുന്നുണ്ട് അതേപോലെ ബിൽഡർ പിടിക്കാമെന്നായിരിക്കും. Thank you. Yes, anyone else would like to add a question? Yes, Shaji. Sir, ഈ പ്രോജക്റ്റില് സൈറ്റിൽ എഞ്ചിനീയേഴ്സ്, സൈറ്റിലെ സൂപ്പർവൈസേഴ്സിന് കൊടുക്കുന്ന ഡയറക്ഷൻസ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടാണോ അതോ വെർബലായിട്ടോ? ഞാൻ ഏതൊരു പ്രോജക്റ്റിൽ കണ്ടിരുന്നു ഈ വെർബലായിട്ട് കൊടുക്കുന്ന കമ്മ്യൂണിക്കേഷൻസ് എന്തെങ്കിലും അർത്ഥം സംഭവിച്ചാൽ ഫൈൻ ചാർജ് ചെയ്യുന്നു കണ്ടു. നമ്മുടെ സൈറ്റിലാണ് സർ സൈറ്റ് എഞ്ചിനീയേഴ്സ് അല്ല, ഈ വെർബലായിട്ട് കൊടുക്കുന്നതിന് അതെവിടെ കണ്ടേ? നമ്മുടെ സൈറ്റാണോ? ഇതൊരു ബിൽഡറിന്റെ സൈറ്റ് അല്ല, അസറ്റ് അല്ല, വേറെ എവിടെ? അല്ല, നമ്മളാരും വെർബലായിട്ട് കൊടുക്കാറില്ലൊന്നും. വെർബലായിട്ട് എല്ലാം എഞ്ചിനീയർ ലാംഗ്വേജ് എന്ന് വെച്ചാൽ ഡ്രോയിങ് ആണ്. ഡ്രോയിങ്സ് മാത്രം കൊടുക്കാൻ പാടില്ല, ഒന്നും എഴുതി കൊടുക്കേണ്ട, എല്ലാം ഡ്രോയിങ് കൊടുക്കുക, അതാണ് ഏറ്റവും നല്ലത്. നമ്മൾ എഴുതി കൊടുത്താൽ തന്നെ കൺഫ്യൂഷനാണ്. ഇപ്പോൾ നമ്മൾ അറിയാമല്ലോ, ടെക്സ്റ്റ് കൊടുത്താൽ ചിലപ്പോൾ എഞ്ചിനീയർ ലാംഗ്വേജ് തെറ്റാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്ത് ആക്ടിവിറ്റി ആണെങ്കിലും അതിനെ ത്രൂ ഡ്രോയിങ് കൊടുക്കാനാണ് നമ്മൾ ശ്രമിക്കാറ്. അല്ല, ഒരു പ്രോസസ്സാണ് നിങ്ങൾ പറയുന്നത്. പ്രോസസ് ടെക്സ്റ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. പിന്നെ നമുക്കൊക്കെ ഇപ്പോൾ പക്ഷേ മാനുവലാണ്. നമ്മളൊരു ബുക്ക് കൊടുക്കുകയാണ് ആദ്യം തന്നെ, ഓരോ സമയത്ത് കൊടുക്കുകയല്ല. ഒരു സൈറ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സൈറ്റിൽ ഇപ്പോൾ കുറേ സാധനം ഉണ്ടാവില്ല. ഇപ്പോൾ നല്ല ബെഞ്ചും ഡെസ്കും മേശയും കസേരയൊക്കെ ഇടുന്ന പോലെ ഈ കൺസ്ട്രക്ഷൻ്റെ നമ്മുടെ ഒരു അസറ്റിൻ്റെ മാനുവൽ ഉണ്ട്. ആ പ്രോജക്റ്റിന് വേണ്ടി ഉണ്ടാക്കിയ അല്ല, ജനറൽ മാനുവൽ തന്നെയാണല്ലോ. അപ്പോൾ അതെന്തായാലും ഉണ്ടാവും. പിന്നെ സ്പെസിഫിക് ആയിട്ട് ആ സൈറ്റ് വരുമ്പോൾ ഡ്രോയിങ്സ് ഉണ്ടാവും, പിന്നെ സൈറ്റ് മീറ്റിങ്ങുകളുടെ മിനിറ്റ്സ് ഉണ്ടാവും. അപ്പോൾ എവറിത്തിങ് ഈസ് ബേസ്ഡ് ഓൺ ദ മാനുവൽ. വെർബലായിട്ട് ആരും കൊടുക്കണ്ടാവില്ല കേട്ടോ. വെർബലായിട്ട് എന്തായാലും തെറ്റ് പറ്റും. വെർബലായിട്ട് കൊടുക്കാൻ പാടില്ല, കറക്റ്റാണ്. യെസ്, എനിവൺ എൽസ് വുഡ് ലൈക്ക് ടു ആഡ് എ ക്വസ്റ്റ്യൻ? യെസ്. ആഷിഖാണോ? ഏറ്റവും മോശം മോശമായി തോന്നിയിട്ടുണ്ട്
മോശമായ സൈറ്റൊക്കെ ഉണ്ട്, നമുക്ക് തന്നെ സങ്കടം തോന്നിയ സൈറ്റൊക്കെ ഉണ്ട്. ഏ രണ്ട് നന്നായി തോന്നിയിട്ടുണ്ടാവില്ല കസ്റ്റമർ തോന്നിയിട്ട് സാർ വേറെ എന്തെങ്കിലും അവർക്ക് ചെയ്തു കൊടുത്തു, ഏറ്റവും മോശമായിട്ട് അവരെ തൃപ്തിപ്പെടുത്തിയതും അതിലൊരു ഐഡിയ ഉണ്ടാവില്ല. ആ കാര്യം അറിയിക്കും. അല്ല, നമ്മൾ ചെയ്തു കൊടുത്ത വേറെ കാര്യങ്ങൾ കസ്റ്റമർ വേറെ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ച് ഭംഗിയായിട്ട് ഉപയോഗിക്കണേ കണ്ടിട്ടുണ്ട്. അങ്ങനെയല്ല, സാറ് നല്ല രീതിയിൽ വർക്ക് എടുത്തു കൊടുത്തു. അപ്പൊ ആ വർക്ക് അവർ തൃപ്തരല്ലാതെ ഇരുന്നപ്പോ അത് എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്തു? അല്ല, അത് തൃപ്തിയാവാതിരിക്കുന്ന 4 കാര്യങ്ങളിലായിരിക്കും. ഒന്ന്, ക്വാളിറ്റി ഓഫ് വർക്ക്. ക്വാളിറ്റി ഓഫ് വർക്ക് മോശമാണെങ്കിൽ ആർക്കും തൃപ്തി വരില്ല. ക്വാളിറ്റി ഓഫ് വർക്ക് മോശമാണെങ്കിൽ തൃപ്തി ഉണ്ടാവില്ല. 2, സേഫ്റ്റി. അതായത് നമ്മൾ സാധനം പണിത് വെച്ചിട്ട് നാളെ കസ്റ്റമർക്ക് തോന്നുന്നു 18ാമത്തെ ഫ്ലോറിൽ താഴേക്ക് വീഴും തോന്നി, പാരപ്പറ്റിന് ഹൈറ്റില്ലാന്ന് തോന്നി, അല്ലെങ്കിൽ സ്ലിപ്പ് ചെയ്യണമെന്ന് തോന്നി, അല്ലെങ്കിൽ അത്തരമൊരു ലൈഫ് സേഫ്റ്റി ത്രെറ്റുള്ള സ്ഥലങ്ങളും തൃപ്തി വരത്തില്ല ആൾക്കാർക്ക്. പിന്നെ പറഞ്ഞ സമയത്ത് ഹാൻഡ് ഓവർ ചെയ്ത് തൃപ്തി വരത്തില്ല. വാല്യൂ ഫോർ മണി അല്ലാന്ന് തോന്നിയാൽ തൃപ്തി വരില്ല. ഈ 4 കാര്യത്തിനകത്തും കസ്റ്റമർക്ക് തൃപ്തി വരില്ല. അപ്പോൾ ആ 4 കാര്യങ്ങളും കറക്റ്റാക്കാൻ നമുക്ക് പറ്റിക്കഴിഞ്ഞാൽ അവിടെയാണ് ട്രസ്റ്റ് കൊടുക്കുന്നത്. അതായത് ക്വാളിറ്റി, സേഫ്റ്റി, ടൈം ലൈൻസ് ആൻഡ് കോസ്റ്റ്. വാല്യൂ ഫോർ മണി. അവർക്ക് വാല്യൂ ഫോർ മണി എന്ന് തോന്നണം. ഞാൻ മുടക്കിയ പണത്തിനുള്ള മൂല്യം ഇവിടെ ഇല്ല എന്നൊരു കസ്റ്റമർ തോന്നിയാൽ നിങ്ങൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല, അത് തൃപ്തി വരില്ല. അതിപ്പോൾ ബിൽഡിംഗ് പ്രൊഡക്റ്റ് എന്നല്ല, എല്ലാ പ്രൊഡക്റ്റും. അത് ചോദിച്ചൊരു ചോദ്യം, നമ്മൾ ഏതെങ്കിലും ഒരു സാറ്റിസ്ഫൈഡ് അല്ലാത്തൊരു കസ്റ്റമറെ കണ്ടിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ സോൾവ് ചെയ്യാനായിട്ടുള്ള? അല്ല, അതിപ്പോൾ ഈ റീസെൻ്റ്ലി ഇപ്പോൾ ഒരു സംഭവം ഉണ്ടായിരുന്നു. അതായത് നമ്മുടെ ഒരു കസ്റ്റമർ കണ്ണൂർ ഞങ്ങളെ ഫ്ലാറ്റ് മേടിച്ച കസ്റ്റമർ 2 ഫ്ലാറ്റ് കമ്പൈൻ ചെയ്ത് മേടിച്ചു. അടുത്തടുത്ത് 2 ഫ്ലാറ്റ് മേടിച്ചിട്ട് 2 കൂടെ ചേർത്ത് ഒറ്റ ഫ്ലാറ്റാക്കി. ആക്ച്വലി നന്നാവില്ല അത്, കാരണം ചില 2 ഫ്ലാറ്റാണ് സ്ട്രക്ചർ. നമ്മുടെ ഈ സെയിൽസിലുള്ള ആൾക്കാരെന്ന് വെച്ചാൽ ഇത് വിൽക്കാനുള്ള പ്രഷറിൽ ഇതൊക്കെ പറഞ്ഞൊക്കെ ശരിയാക്കാന്ന് പറഞ്ഞ് പ്ലാനൊക്കെ ഉണ്ടാക്കി സാധനം കൊടുത്ത് പണി കഴിഞ്ഞ് വരുമ്പോഴാണ് ഈ 2 സാധനം ചേർത്ത് വയ്ക്കുമ്പോൾ അതൊരിക്കലും എങ്ങനെയൊക്കെ ചെയ്താലും വൃത്തിയാവില്ല. അപ്പോൾ സ്ട്രക്ചർ ക്വാണ്ടിറ്റിയും കഴിഞ്ഞപ്പോൾ തന്നെ കസ്റ്റമർക്കും മനസ്സിലായി, നമ്മുടെ സൈറ്റ് എഞ്ചിനീയേഴ്സിനും മനസ്സിലായി ഇത് ഭംഗിയായിട്ടില്ല എന്നുള്ളത്. കാരണം ഈ പല പ്രശ്നങ്ങളുണ്ടാവും, ഈ ടോയ്ലറ്റ് സർവീസ്. പിന്നെ മാത്രമല്ല 2 ഫ്ലാറ്റ് കമ്പൈൻ ചെയ്തപ്പോൾ 6 ബെഡ്റൂമായി. അപ്പം ഞാൻ പോയി നോക്കുമ്പോൾ അവിടെ 3 ബെഡ്റൂമുള്ളൂ. ബാക്കിയൊക്കെ ഡ്രോയിങ് റൂമിൻ്റെയൊക്കെ പാർട്ടായി. 2 കിച്ചൺ ഉണ്ടെങ്കിൽ 1 കിച്ചൺ പ്രയർ റൂമായി. അങ്ങനെയൊക്കെ മാറ്റിയൊരു പ്രത്യേക പ്ലാനായിക്കാണ്. അപ്പോൾ എന്താ, താഴത്തെ കിച്ചണിൻ്റെ ലൈനൊക്കെ പ്രയർ റൂം കൂടെ ഇറങ്ങി വന്നിട്ടുണ്ട്. ടോയ്ലറ്റിന്റെ താഴെ ഉണ്ടാവില്ല. അപ്പോൾ അയാളൊരു 2 ഫ്ലാറ്റ് കമ്പൈൻ ചെയ്തു എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കേണ്ട അയാളുടെ ഫ്ലാറ്റിന് വേണ്ടി അയാൾ മുടക്കുന്ന 2 കോടിയോളം റുപ്യാണ്. അപ്പോൾ 2 കോടി റുപ്യ മുടക്കുന്ന ആൾ കസ്റ്റമർ സാറ്റിസ്ഫൈഡ് ആയിട്ടില്ല എന്ന് മനസ്സിലായാൽ പിന്നെ വേറെ മാർഗ്ഗമൊന്നുമില്ല. പിന്നെ അയാളെ സാറ്റിസ്ഫൈഡ് ആക്കാൻ തന്നെ മാർഗ്ഗമുള്ളൂ. ഞാൻ ആ ഇവൻറ്റ് കണ്ടു. ഞാൻ ഇവിടുന്ന് ഫ്ലൈറ്റ് എടുത്ത് കണ്ണൂർ പോയി. അയാൾ 1 ദിവസം പോയിട്ട് എനിക്കൊണ്ട് 3-4 മണിക്കൂർ അറ്റ് സൈറ്റ്. പക്ഷെ ആ ഫ്ലാറ്റ് ഞങ്ങൾ നല്ല ഭംഗിയുള്ള ഫ്ലാറ്റാക്കി മാറ്റിയെടുത്തു കേട്ടോ. ആ പ്ലാൻ മൊത്തം മാറ്റി. കാരണം ഫിസിക്കലി നമുക്ക് കാണാമല്ലോ എന്താ ചെയ്യാവുന്നതുകൊണ്ട്. അങ്ങനെ. പക്ഷേ ഹി വാസ് വെരി അക്കോമഡേറ്റീവ്. അയാൾ അക്കോമഡേറ്റീവ് അല്ലെങ്കിൽ അയാൾക്ക് അത് ക്യാൻസൽ ചെയ്ത് പോയാൽ മതിയായിരുന്നു. അങ്ങനെ വരില്ല. വർക്ക് കഴിഞ്ഞിട്ട് അങ്ങനെ വരും. വർക്ക് കഴിഞ്ഞിട്ട് വരണമെങ്കിൽ ക്വാളിറ്റി ഇഷ്യൂ ആയിരിക്കണം. ക്വാളിറ്റി ഇഷ്യൂ വരാവുന്ന സ്ഥലത്ത് റെക്ടിഫൈ കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇതിനകത്തൊരു പ്രശ്നം പലപ്പോഴും ഇപ്പം ഇന്ന് നമ്മൾ അഡ്രസ് ചെയ്തൊരു ഇഷ്യൂ, കോളറിൻ്റെ സീറ്റ് കവർ ഹിഞ്ചിൽ നിന്ന് വിട്ടുപോവാണ്. ഹിഞ്ച് പൊട്ടിപ്പോവാണ്. കോളർ നമ്മളുണ്ടാക്കിയ സീറ്റ് കവറല്ല, നമ്മളുണ്ടാക്കിയ ഹിഞ്ചല്ല. കോളർ എന്ന് പറഞ്ഞാൽ വേൾഡിലെ വൺ ഓഫ് ദി ബെസ്റ്റ് ബ്രാൻഡാണ്. അത് പൊട്ടിപ്പോവാ. അപ്പോൾ എന്താ പൊട്ടിപ്പോണെന്ന് ചോദിച്ചാൽ കോളർ WCയുടെ സീറ്റ് കവറിൻ്റെ ഹിഞ്ച് കോമൺ തിങ്. അല്ല, പക്ഷേ ഇത് വളരെ കോസ്റ്റ്ലി സാധനമാണ്, പൊട്ടിപ്പോവാണ്. അപ്പോൾ അതിന് കോളറേരെ കണ്ട് കോളറിനെ കണ്ട് മാനേജ് പറഞ്ഞു മേ ബി സോൾട്ട് കണ്ടന്റ് ഉണ്ടാവും വെള്ളത്തിൽ റിപ്ലൈ കൊടുത്തു. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ നമ്മൾ കൊടുക്കുന്ന വെള്ളത്തിൽ ഉപ്പുരസം ഉണ്ടെന്നല്ലേ അതിൻ്റെ അർത്ഥം. അപ്പോൾ അത് പിന്നെ ഇപ്പോൾ നമ്മുടെ ഉത്തരവാദിത്തം അങ്ങനെ അല്ലാന്ന് പ്രൂവ് ചെയ്യേണ്ടത്. മേ ബി ഒരു മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ആയിരിക്കുള്ളൂ, അല്ലാണ്ട് വേറൊന്നും ആവാൻ സാധ്യതയില്ല. പക്ഷേ ഞാൻ പറയുന്നത് ഞങ്ങളുണ്ടാക്കുന്ന ഫ്ലാറ്റിനകത്ത് പല സാധനവും ഞങ്ങൾ ഉണ്ടാക്കണമല്ല, ഞങ്ങളതെല്ലാം കൂടെ മേടിച്ച് ഒന്നിപ്പിക്കുന്നതല്ലേ. അപ്പോൾ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ അതെല്ലാം ബ്രാൻഡുകളാണ്. എന്നിട്ട് ആ ബ്രാൻഡ് ഫെയിലായി കഴിഞ്ഞാലും അൾട്ടിമേറ്റ്ലി ഉത്തരവാദിത്തം നമുക്കായിരിക്കും. അത് സോൾവ് ചെയ്യണം. സോൾവിന് ഉത്തരവാദിത്തം. അപ്പോൾ ഈ വർക്ക്മാൻഷിപ്പ് ഉണ്ടാവുന്ന കുഴപ്പങ്ങൾക്കാണ് ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു പ്രൈമറി റെസ്പോൺസിബിലിറ്റി. അവിടെയാണ് നമ്മൾ സിസ്റ്റം വേണ്ടതും പ്രോസസ്സ് വേണ്ടതും എക്സ്റ്റേണൽ സൂപ്പർവിഷൻ വേണ്ടതും ഓഡിറ്റിംഗ് വേണ്ടതല്ല. വാറണ്ടി ഉള്ള എല്ലാം വാറണ്ടിയുടെ കേസിനകത്ത് ഈ നമ്മളിപ്പോൾ എല്ലാ സബ് പ്രോഡക്ട്സിൻ്റെയും വാറണ്ടി നമ്മൾ ഡയറക്റ്റ് പാസ് ഓൺ ചെയ്യും. അത് കൂടാണ്ട് എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ ഒരേ ഒരു ബിൽഡറുള്ളൂ
25 കൊല്ലം ഇൻഷുറൻസ് കൊടുക്കുന്നത്. അത് നമ്മളാണ്. അതായത് നമ്മുടെ ഫ്ലാറ്റ് മേടിക്കുന്ന എല്ലാവർക്കും 25 ഇയർ ഇൻഷുറൻസ് ഉണ്ട്. അത് ഈ കഴിഞ്ഞ വർഷം ഫ്ലഡ് വന്നപ്പോൾ 2015 ഫ്ലഡ് വന്നപ്പോൾ ഈ ആലുവ സൈഡിലൊക്കെ വെള്ളം കയറിയപ്പോൾ നമ്മുടെ ബേസ്മെൻറ്റ് ഫ്ലോറിലെ ചില പ്രോജക്റ്റുകളിലും വെള്ളം കയറി. അപ്പോൾ ജനറേറ്റർ സാധനങ്ങളൊക്കെ കേടായപ്പോൾ പൈസ കൊടുത്താൽ പോലും സാധനം കിട്ടാത്ത ഷോർട്ടേജുള്ള സമയമായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ പ്രോജക്റ്റുകളിൽ ദേ ഗോട്ട് ദി ഇൻഷുറൻസ് ക്ലെയിം. അത് കിട്ടാനുള്ള കാരണം നമ്മളിത് മാർക്കറ്റിൽ നിന്ന് ഞങ്ങൾ പഠിച്ചത്. കാരണം നിങ്ങൾക്ക് ഓർമ്മയുണ്ട് 2015 വിശാഖപട്ടണത്തിൽ ഭയങ്കര ഇതുണ്ട്, ചുഴലിക്കാറ്റ് വന്നിട്ട് ഈ ഫ്ലാറ്റുകളെല്ലാം വെള്ളം അടിച്ചു കയറിയിട്ട് ഗ്ലാസ് ഇൻഷുറൻസ് ഇല്ല, പൊട്ടിയിട്ട് അകത്ത് വെള്ളം കയറി ലിഫ്റ്റ് പിറ്റിലേക്ക് പോയി, ജനറേറ്ററിൽ പോയി, അങ്ങനെ ഒരുപാട് ഡാമേജ് വന്ന ന്യൂസ് കേട്ടപ്പോൾ അതിന് പകരം എന്ത് ചെയ്യാൻ പറ്റും ചോദിച്ചിട്ട് ഞങ്ങൾ ഈ ന്യൂ ഇന്ത്യ ഇൻഷുറൻസ് ആയിട്ടും ഓറിയൻ്റൽ ഇൻഷുറൻസ് ആയിട്ടും ഒക്കെ സംസാരിച്ചപ്പോൾ അവർ ഞങ്ങൾക്ക് പ്രൊഡക്റ്റ് ഇല്ലെന്ന് പറഞ്ഞാൽ ദേ ഡോണ്ട് ഹാവ് പ്രൊഡക്റ്റ് ലൈക്ക് ദാറ്റ്. അപ്പോൾ ഞങ്ങൾക്ക് ഫ്ലാറ്റുകൾക്ക് ചെയ്യുന്ന പ്രൊഡക്റ്റ് വേണം എന്ന് പറഞ്ഞ ഒരു പ്രൊഡക്റ്റ് ഉണ്ട്. എങ്ങനെയാണെന്ന് അറിയോ, ഈ ഹൗസിംഗ് ലോൺ എടുക്കുമ്പോൾ ഹൗസിംഗ് ലോൺ കമ്പനികൾ ഇൻസിസ്റ്റ് ചെയ്യും ഇൻഷുറൻസ് കൊടുക്കാൻ. എന്തിനാ? ആ യൂണിറ്റിന് മാത്രം. അപ്പം ആ യൂണിറ്റ് എന്തെങ്കിലും സംഭവിച്ചാൽ അവരുടെ ലോൺ പ്രശ്നമാണ്, പൈസ ഓരോന്ന് വിചാരിച്ചിട്ടാണ് അവർ ചെയ്യിപ്പിക്കുന്നത്. പക്ഷേ മിക്കവാറും പ്രോബ്ലം ഉണ്ടാകും കോമൺ ഏരിയയിലാണ്. ഒരു ഫ്ലാറ്റിന് ഇൻസൈഡ് ആവില്ല പ്രോബ്ലം ഉണ്ടാകുന്നത്. കോമൺ ഏരിയ, കോമൺ ഫെസിലിറ്റീസ്, ലിഫ്റ്റ് അല്ലെങ്കിൽ സ്റ്റെയർ കേസ് ഏരിയാസ്, ബാക്കി ഫെസിലിറ്റി ഏരിയാസിനൊക്കെയാണ് ഈ പ്രോബ്ലം വരിക. അപ്പോൾ ആ ഭാഗം ആരും കവർ ചെയ്യുന്നുണ്ടായില്ല. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അതും കൂടെ ചേർത്തിട്ട് ഞങ്ങളുടെ എല്ലാ ഓൺ ഗോയിങ് പ്രോജക്റ്റും കൂടെ ചേർത്ത് നെഗോഷിയേറ്റ് ചെയ്ത് എടുത്തപ്പോൾ ഞങ്ങൾക്കൊരു സ്ക്വയർ ഫീറ്റ് 35 രൂപയാണ് കോസ്റ്റ് വന്നത് ഇൻഷുറൻസ് ചെയ്യാനായിട്ട്. വേറെ നിങ്ങൾ ഒറ്റയ്ക്ക് പോയിട്ട് നിങ്ങളുടെ വീട് ഇൻഷുറൻസ് ചെയ്യാൻ എടുക്കാൻ പോയി 150 രൂപ 25 കൊല്ലത്തേക്ക് എടുക്കുമ്പോൾ. അപ്പോൾ ഒരു കോസ്റ്റ് ബെനിഫിറ്റ് ഉണ്ട്. അറ്റ് ദ സെയിം ടൈം ഒരു കസ്റ്റമറുടെ പെയിൻ പോയിന്റ് നമ്മൾ അഡ്രസ് ചെയ്യണം. അപ്പോൾ ആ കൊട്ടേഷൻ മീൻസ് നമ്മുടെ ഓഫറിലുള്ളതല്ലേ. പിന്നെ ഇപ്പോൾ ഈ 2022 കോവിഡിന് ശേഷം ഇൻഷുറൻസ് കമ്പനികൾ സെൻട്രൽ ഗവൺമെൻറ്റിനെ സ്വാധീനിച്ചിട്ട് ഒരു പുതിയ നോട്ടിഫിക്കേഷൻ ഇറക്കി. അതായത് ഒരു ഇത്തരം ഇൻഷുറൻസുകൾ 25 കൊല്ലത്തേക്ക് കൊടുക്കാൻ പാടില്ല, 10 കൊല്ലം മാക്സിമം കൊടുക്കാൻ പാടുള്ളൂ. കാര്യം 10 കൊല്ലം കഴിയുമ്പോൾ വേണ്ടി പ്രശ്നം വരിക. അതെ. അപ്പോൾ അവർ 10 കൊല്ലമായിട്ട് ലിമിറ്റ് ചെയ്തു. അപ്പോൾ ഇപ്പം ഞങ്ങൾ 10 കൊല്ലത്തിലേ കൊടുക്കണം. കാരണം 25 കൊല്ലത്തിന് ഇല്ല. 10 കൊല്ലം കഴിഞ്ഞിട്ട് നേരത്തെ കൊടുത്തവർക്ക് നമുക്ക് അത് വേണ്ട, അത് വേറെ 25 കൊല്ലം. വണ്ടർഫുൾ. സോ എനിക്ക് തോന്നുന്നു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കോൺവെർസേഷൻ ആയിരുന്നു മിസ്റ്റർ സുനിലായിട്ട്. സോ വാട്ട് നെക്സ്റ്റ്? ഭാവി എന്താണ് നിങ്ങളുടെ? ഭാവി ഭയങ്കര പ്രശ്നമാണ്. കാരണം നാട്ടിൽ നിന്ന് എല്ലാവരും പോവല്ലേ, തിരിഞ്ഞ എല്ലാവരും ഇതിലേക്ക്. സോ കാരണം പ്രോബ്ലം ഉണ്ട്, ശരിക്കും റിയലി പ്രോബ്ലം. കാരണം വെച്ചാൽ നമ്മുടെ ഇതൊക്കെ ഫ്ലാറ്റ് മേടിക്കുന്നു പറഞ്ഞാൽ സമൂഹത്തിൽ ഒരു അപ്പർ ക്രീം ലെവലിലുള്ള ആൾക്കാരെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന, പൈസ മുടക്കാൻ തയ്യാറായിട്ടുള്ള, പൈസ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന ഇത്തരം ഓൺടർപ്രണേഴ്സൊക്കെ ആയിട്ടുള്ള ആൾക്കാരൊക്കെയാണ് മേടിക്കുന്നത്. അപ്പോൾ അവരെല്ലാം കേരളം വിട്ടിട്ട് കേരളത്തിന് പുറത്തേക്ക് പോകുന്നു എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടുള്ള പ്രശ്നമാണ്. ഇപ്പം തന്നെ പത്തനംതിട്ട, റാന്നി, കോന്നി, ചെങ്ങന്നൂർ, തിരുവല്ല ബെൽറ്റ്, ഒരു പരിസര കോട്ടയം, അവിടെ നിന്ന് ആർക്കും ഫ്ലാറ്റൊന്നും വേണ്ട. അവിടെയൊക്കെ ആൾക്കാർ പറയും ഈ വീട് എടുത്തിട്ട് പറയും മടി. ഭയങ്കര വലിയൊരു ഗോസ്റ്റോണോ ഏരിയൊക്കെ. അത് ഒരു സാമൂഹ്യ യാഥാർത്ഥ്യമാണ്. വെറുതെ എന്ന് പറഞ്ഞാൽ ആരെയും വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞത് സത്യമാണ്. അത് പ്രോബ്ലം. ഈ കൺസ്യൂമർ പ്രൊഡക്ട്സ് നോക്കുന്നുണ്ട്, അല്ലാതെ ബംഗാളിൽ വരും മേടിക്കുന്നത്. സംബഡി വിൽ കം ആൻഡ് സ്റ്റേ ദെയർ. പക്ഷേ നമ്മളുടെ പോലത്തെ പ്രൊഡക്റ്റുകൾ മേടിക്കുന്ന ആൾക്കാരുണ്ടാവില്ല. റീറ്റെയിൽ ഹൈ എൻഡ് ബുദ്ധിമുട്ട് വരും. ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ടുള്ള ഗോൾഡ്, കാർ, അങ്ങനത്തെ വലിയ സംഭവങ്ങളിലേക്കൊന്നും എല്ലാം പ്രോബ്ലം ഉണ്ടാവും. അടുത്തൊരു കുറച്ച് സമയത്തിനകത്ത് പ്രശ്നം നമ്മളെ ബാധിക്കും. കാരണം അവർക്കാർക്കും വേണ്ട. നമുക്ക് തന്നെ അറിയാവുന്ന പല കസ്റ്റമേഴ്സിൻ്റെയും കുട്ടികൾ അവരുടെ ഫ്ലാറ്റിലേക്ക് പോലും തിരിച്ചു അത് ആൾക്കാർക്ക് കൊടുത്തോളാം. ഞങ്ങൾക്ക് സാധനം പൈനാപ്പിൾ ചെയ്യുന്നത് അവരെ മക്കളൊക്കെ അവിടെയുണ്ട്. അപ്പോൾ അവരോട് പറഞ്ഞ് ഈ പ്രോപ്പർട്ടിയോട് വീട്ടിൽ നേരെ ബാങ്കിൽ അകത്ത് പോലെയുണ്ട്. അതായത് 1.5 CR 2 CR ഉണ്ട്. അത് 1 CR വിട്ടിട്ടാണെങ്കിൽ പ്രശ്നം, 1 CR നഷ്ടമായിക്കോട്ടെ, നേരെ ബാങ്കിൽ ഇട്ടിട്ട് നേരെ അങ്ങോട്ട് പോലെ നടത്തുള്ളൂ. എന്നാൽ അവിടെ അതിനും കൂടുതൽ ജോബ് നിൽക്കാം. അപ്പോൾ അവരുടെ എന്താ ചെയ്യും? അതായത് ഈ പ്രശ്നമുണ്ട്. അപ്പോൾ അതുകൊണ്ട് സുനിൽ, എനിക്ക് തോന്നുന്നു ഇവിടെയൊക്കെയാണ് നമ്മൾ ഈ സംരംഭകരുടെ പ്രസക്തി ഉള്ളത്. വി നീഡ് ടു പ്രൊവൈഡ് എംപ്ലോയ്മെന്റ്, റീറ്റെയിൻ അവർ യൂത്ത്. അതിന് ഒരു പ്രശ്നം വെച്ചാൽ ഈ യൂത്തിനെ ഇവിടെ ആകർഷിക്കാനായിട്ടൊന്നുമില്ല. അവരെ എനിക്കിവിടെ എന്താ പറയുക, പണ്ട് നമ്മളൊക്കെ പറവൂരുന്ന എറണാകുളത്തോളം ആഗ്രഹിച്ച പോലെ ഇപ്പോൾ പറവൂരുന്ന എറണാകുളത്തോളം ആഗ്രഹിക്കുന്ന ഒരാളുമില്ല. എന്നാൽ കേരളത്തിൽ പുറത്തു പോകാൻ അവരെ, അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്തു പോകാനൊക്കെ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവർ അങ്ങോട്ട് പോകും. മനുഷ്യൻ അങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷേ
അപ്പോൾ പ്രശ്നം നമുക്ക് ബിസിനസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനുള്ള മാർഗങ്ങൾ അപ്പോൾ കണ്ടെത്തേണ്ടതായിട്ട് വരും. ഇവിടെ അങ്ങനത്തെ ഒരു മാർഗ്, ഇവിടെ ചിലപ്പോൾ സീനിയർ ലിവിങ് അടുത്ത സെഗ്മെന്റ് ആയിരിക്കാം. പ്രായമായ ആൾക്കാർ മാത്രമുള്ള നഗരങ്ങളിലെ ആൾക്കാർക്ക് ഒന്നിച്ച് താമസിക്കാനുള്ള വീടുകൾ ആവശ്യമായിട്ട് വന്നേക്കാം. ഇത് ഇവിടുത്തെ മാത്രം പ്രശ്നമല്ല കേട്ടോ. ഇത് ഗ്ലോബലൈസേഷൻ്റെ ഒരു വലിയ എഫക്റ്റാണ്. ഇപ്പോൾ ദുബായിൽ അവർ ഗോൾഡൻ വിസ കൊടുക്കാൻ തീരുമാനിച്ചു. അത് ആക്ച്വലി എഫക്റ്റഡ് ഇൻവെസ്റ്റിംഗ് ഇൻ കേരള. കാരണം വെച്ചാൽ അവിടെ ഒരു പ്രോപ്പർട്ടി മേടിച്ചു കഴിഞ്ഞാൽ അവന് ഗോൾഡൻ വിസ കിട്ടണം. പിന്നെ അയാൾ അവിടെ മേടിക്കും ഇവിടെ മേടിക്കും. ഇഷ്ടംപോലെ പേര് അവിടെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരം നിയമപരമായിട്ടുള്ള ചേഞ്ചസ് പോലും നമ്മളുടെയൊക്കെ മാർക്കറ്റിനെ ബാധിക്കും. ഇപ്പോൾ ദുബായ് മാത്രമേ ചെയ്തുള്ളൂ, നാളെ സൗദിയും ഖത്തറും എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ മോസ്റ്റ് ഓഫ് ദ പീപ്പിൾസ് ഇരിക്കട്ടെ ഒരു ഗോൾഡൻ വിസ വെച്ചാൽ അവിടെ എടുക്കും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ആ ഇൻവെസ്റ്റ്മെൻറ്റ് ഇവിടേക്ക് വരേണ്ടത് ഇല്ലാണ്ടായി പോകും. പിന്നെ അവരെന്തിനാ ഇങ്ങോട്ടേക്ക് വരണം? ഇവിടെ വരുമ്പോഴത്തേക്കും നമ്മൾ കൊടുക്കുന്ന സ്വീകരണവും നമ്മളുടെ രീതികളൊക്കെ അവരെ ഒട്ടും വിലക്കാൻ ചെയ്യുന്നതല്ല. അപ്പോൾ അതൊക്കെ മാറേണ്ട സമയമായി നമ്മൾ തിരിച്ചറിയാത്തിടത്തോളം കാലം ഇതേപോലത്തെ കുഴപ്പങ്ങളിലേക്ക് നമ്മൾ പോകും. ഇപ്പോഴും പലരും ന്യായീകരിക്കുകയാണല്ലോ. കേരളത്തിൽ നിന്ന് കഴിഞ്ഞ പ്രാവശ്യം പതിനേക്കാളിൽ 3 പേര് കൂടുതൽ കർണാടകയിൽ നിന്ന് പോയിട്ടുണ്ട് എന്നൊക്കെ ഒരു മീറ്റിങ്ങിനോട് പറയാൻ പറ്റും. 17 പേര് കൂടുതൽ. അവിടെ ഒന്നും ഈ പ്രശ്നമില്ലല്ലോ എന്ന് ചോദിക്കുന്നു. പക്ഷേ അവിടെ ആരും ഈ ഫ്ലാറ്റുകൾ പണിയുമ്പോഴോ അല്ലെങ്കിൽ പ്രോജക്റ്റുകൾ ചെയ്യുമ്പോഴോ പരസ്യം വെച്ചിട്ട് നാളെ രാവിലെ ടിക്കറ്റ് എടുത്ത് ദുബായിക്ക് പോകുന്നുണ്ടാകും. ബാംഗ്ലൂർ പ്രോജക്റ്റ് ചെയ്യുമ്പോൾ അവിടെയുള്ള ആൾക്കാരെ വാങ്ങിക്കുന്നത്. തൊട്ടുമുമ്പുള്ള ടെക്നോ പാർക്കിലും അടുത്ത ബയോടെക്നോളജി പാർക്കിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ തന്നെ മേടിക്കുന്നത്. അല്ലാണ്ട് ബാംഗ്ലൂർ പ്രോജക്റ്റ് കൊണ്ട് ആരും ദുബായിലേക്ക് ഓടിപ്പോകണില്ല വിൽക്കാനായിട്ട്. നമ്മുടെ വർഷം നമ്മുടെ ബോർഡ് വെച്ച് അവിടെ ആരും വരില്ല. സംഭാവനക്കാർ വരും, വേറെ ആരും വരില്ല. അപ്പോൾ നമ്മുടെ ഏറ്റവും വലിയ ചാലഞ്ചും അത് തന്നെയാണ്. വാക്കിനൊന്നും ഇല്ല നമ്മുടെ സൈറ്റിലൊന്നും. വാക്കിൻ കസ്റ്റമർ ഒന്നും വന്നങ്ങനെ മേടിക്കില്ല. നമ്മൾ ഇൻവൈറ്റ് ചെയ്തുകൊണ്ടിരുന്നത് നമ്മൾ കണ്ടുപിടിച്ചുകൊണ്ടിരുന്നു. അസറ്റ് ഹോംസ് ഇനി നെക്സ്റ്റ് ഒരു 5 yearsൽ എന്താണ് നിങ്ങളുടെ? ഇല്ല, ഇതന്നെ പ്രശ്നം. പണ്ട് പറയുന്നത് മൗണ്ടൻ ഡസൻ ഗോ ടു ചൊല്ലില്ലേ. അപ്പോൾ ഞങ്ങൾ വിചാരിക്കണമെങ്കിൽ വല്ല ദുബായി പോയി പണിയാം ആൾക്കാരുടെ മേടിച്ചോണ്ട്. ഉണ്ട്, അവിടെ ഹൈലൈറ്റ് ഉണ്ട്, സ്കൈലൈനിൽ അസീസ് അവിടെ ഉണ്ട്, എല്ലാവരും ഉണ്ട്. കഴിഞ്ഞ ആഴ്ച ഞങ്ങളുടെ ഉണ്ടായ സമയത്ത് ഇവരൊക്കെ അവിടെ ഉണ്ട് എല്ലാവരും. അപ്പോൾ അടുത്ത പ്ലാൻ ദുബായ് ആണ്. അതിനിടയിൽ ഒരു ശ്രീലങ്കൻ എഫേർട്ട് നടത്തിയത് ക്ലിക്കായില്ല. ഔട്ട്സൈഡ് കേരള നമ്മൾ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഈ പറഞ്ഞാലേ പുറത്ത് ഇപ്പോൾ ബാംഗ്ലൂരോ ചെന്നൈയോ ഒക്കെ ചെയ്യുന്നതിനുള്ളൊരു ബ്രാൻഡ് ബിൽഡിംഗ് കോസ്റ്റ് ഭയങ്കര കൂടുതലാണ്. ഒരു സാധാരണ ഒരു ബിൽഡർ എന്ന് പറഞ്ഞാൽ അവിടെ പോയി പ്രോജക്റ്റൊക്കെ നമുക്ക് ചെയ്യാം. 1-2 പ്രോജക്റ്റ് ചെയ്യണം, കുഴപ്പമൊന്നും ഇവിടെ ചെയ്യുന്ന പണിയല്ല. പക്ഷേ ജിയോഗ്രഫിക്കൽ എക്സ്പാൻഷൻ ഏറ്റവും എളുപ്പം, എല്ലാം ഒന്ന് തന്നെയാണ്. പക്ഷേ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ബ്രാൻഡൊന്നും ഉണ്ടാക്കാൻ വലിയ പാടാണ്. കാരണം നമ്മളെക്കാളും വലിയ ബ്രാൻഡുകൾ അവിടെ ഉണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് നമ്മളൊരു സാധാരണ ബിൽഡറായിട്ട് നിൽക്കേണ്ടി വരും. അതൊരു പ്രശ്നമാണ്. അതുകൊണ്ട് നമ്മളങ്ങനെ അങ്ങനെ സ്ഥലങ്ങളിലേക്ക് ഞങ്ങൾ നോക്കുന്നില്ല. ഞങ്ങൾ ചിലപ്പോൾ പക്ഷേ ഭുവനേശ്വർ പോയിരിക്കും, അപ്കമിങ് ന്യൂ ടൗൺസൊക്കെ അങ്ങനത്തെ സ്ഥലങ്ങളിലേക്കാണ്. സോ ഇറ്റ്സ് ഇസ് ഇൻ പൈപ്പ് ലൈൻ. അപ്പോൾ അസറ്റ് ഹോംസിനും സുനിലിനും നമുക്കൊരു നല്ല കൈഡി കൊടുക്കണം.